السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. حسنت نفسي بالحي القيوم الذي لا يموت أبدا ودفعت أني السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم. الله سبحانه وتعالى ഈ വിശുദ്ധമായ തിരുമുറ്റത്ത് സംഗമിച്ചത് നാളെ ഇതുപോലെ അവൻ്റെ സ്വർഗീയ ഭവനത്തിൽ സംഗമിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വലിയ സന്തോഷവേളയിലാണ് മുതുവിൽക്കുണ്ട് പ്രദേശികളായ നിങ്ങൾ ഈ വലിയ സദസ്സിൽ സംഗമിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സദസ്സിനെ ഖബൂൽ ചെയ്യട്ടെ. ഒരുപാട് നല്ല മക്കൾക്ക്, കലാപ്രതിഭകൾക്ക് വളർന്നുയരാൻ പറ്റുന്ന അങ്കണമായി അള്ളാഹു ഈ സദസ്സിനെ, ഈ മുറ്റത്തെ മാറ്റിത്തരട്ടെ. മാതൃകാപരമായ ഉമ്മയായി വാപ്പയായി ജീവിക്കുവാനും ദുനിയാവിൽ സന്തോഷത്തോടുകൂടെ കുടുംബത്തോടൊപ്പം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കുവാനും അവസാനം മരണം നന്നായി സ്വർഗം പുൽകുവാനും അള്ളാഹു നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഏറെ വൈകിയ വേളയിൽ വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകൾ നിങ്ങളുമായി കൈമാറി ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കും. എനിക്കെൻ്റെ ഉപ്പമാരോടും ഉമ്മമാരോടും പറയാനുള്ളത്, കേവലം ഒരു പ്രഭാഷണമായി ഇന്നത്തെ സംസാരത്തെ നിങ്ങൾ എടുക്കരുത്. ഒരു വഅളായി ഇന്നത്തെ സംസാരത്തെ നിങ്ങൾ ഉൾക്കൊള്ളരുത്. ലോകത്ത് ഒരാൾക്കും ഒരാളെയും നന്നാക്കാൻ കഴിയില്ല, സ്വന്തത്തിനല്ലാതെ, സ്വന്തമല്ലാതെ ഒരാൾക്കും ഒരാളെയും നന്നാക്കാൻ കഴിയില്ല. പീഠം ഒഴിവാക്കി ഇങ്ങനൊരു ക്ലാസ് രൂപത്തിലേക്ക് പോകാൻ കാരണം നിങ്ങൾക്കിത് കൂടുതൽ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ്. കേവലം പ്രഭാഷണങ്ങളുടെയും വഅള് മാമാങ്കങ്ങളുടെയും കുറവ് ഇന്നില്ല, എല്ലാം കൂടുതലാണെന്ന് വേണേ പറയാം. എന്നാൽ പോലും പത്രദ്വാര നമ്മൾ നോക്കുകയാണെങ്കിൽ, സോഷ്യൽ മീഡിയ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ വേണ്ടാത്തരത്തിലും പേരുള്ളത് ഒരു മീമിന്റെ പേരെങ്കിലും അവിടെ ഉണ്ടാകും എന്നുള്ളത് വസ്തുതാപരമാണ്. എന്താണ് അതിന് കാരണം, എന്താണ് അതിനൊക്കെ പരിഹാരം, ഇൻഷാ അല്ലാഹ് നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ചർച്ച ചെയ്ത് പിരിയാം. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമ പ്രദാനം ചെയ്യട്ടെ. ലോകത്ത് ഒരാൾക്കും ഒരാളെയും നന്നാക്കാൻ കഴിയില്ല, മറിച്ച് എനിക്ക് എന്നെ നന്നാക്കാം, നിങ്ങൾക്ക് നിങ്ങളെ നന്നാക്കാം. നന്നാകാൻ വേണ്ട ചിന്തകൾ എനിക്ക് തരാം. നിങ്ങളെ പിടിച്ച് നന്നാക്കാൻ എനിക്കെന്നല്ല, പള്ളിയിലെ ഖത്തീബിനെന്നല്ല, മദ്രസയിലെ ശുക്കൂർ ഉസ്താദിനെന്നല്ല, ഒരാൾക്കും കഴിയില്ല. നന്നാവാൻ വേണ്ട ചില ചിന്തകൾ നിങ്ങൾക്ക് തരാൻ എനിക്ക് കഴിയും. നമ്മൾക്കൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. ഈ ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തീനാളമായി, സ്പാർക്കായി, ഒരു തീനാളമായി, തീപ്പൊരിയായി അത് നിൽക്കണം. ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് കഴിയുമ്പോഴേക്ക് അത്തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ തീപ്പൊരി നിങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ അതിന്റെ ചാവി ഇവിടെ ശുക്രസ്ഥാനം ഏൽപ്പിച്ചിട്ട് പോകും. അതിന്റെ ഫോളോ അപ്പ് ഈ മഹലിൽ ചെയ്യാൻ വേണ്ടി എന്തായാലും റിസൾട്ട് ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന ആടാവാം, അല്ലെങ്കിൽ ഒരു പശുക്കുട്ടിയാവാം, ഏത് കന്നായാലും ശരി, അതിനു വേണ്ട അന്നവും വെള്ളവും നമുക്ക് മുമ്പിൽ കൊണ്ടുപോയി വെക്കാം, തൊഴുത്തിൽ കൊണ്ടുപോയി വെക്കാം. വേണമെങ്കിൽ മൂക്കേറ് പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് ആ കാടിവെള്ളം കലക്കി വെച്ചതിൻ്റെക്ക് തല പിടിച്ച് താത്തി കൊടുക്കാം. അത് വലിച്ചെടുക്കേണ്ട പണി ആരെടുക്കണം? അതാ മൃഗം തന്നെ തീരുമാനിക്കണം. നന്നാവാൻ വേണ്ടതൊക്കെ എനിക്ക് തരാൻ പറ്റും, നിങ്ങൾക്ക് വേണ്ട രൂപത്തിൽ ബോധ്യപ്പെടുത്തി തരാൻ പറ്റും.
പക്ഷെ ഇത് ഉള്ളിലേക്കെടുത്ത് എനിക്ക് മാറണമെന്ന് പറയുന്ന ഒരു തീരുമാനം അത് നമ്മളായിട്ട് തന്നെ എടുക്കണം, അല്ലാണ്ട് വേറൊരാൾക്ക് സാധ്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ ഒരു ചിന്തയിൽ നിന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ച ആരംഭിക്കുകയാണ്. ഈ കാണുന്ന ദാറുസ്സലാം മുഹമ്മദിയ മദ്രസ അല്ലേ? മുഹമ്മദിയ മദ്രസ, ദാറുസ്സലാം എന്നാണ് പേര് കണ്ടു. ഈ മുഹമ്മദിയ മദ്രസയിൽ പഠിക്കുന്ന മക്കൾ, ഇവിടെ കൂടിയ ആ മക്കളുടെ രക്ഷിതാക്കൾ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്, എന്റെ കുട്ടിക്ക് നല്ലോണം വിദ്യാഭ്യാസം വേണം. ശരിയല്ലേ ഉപ്പമാരെ? ശരിയല്ലേ? ശരിയല്ലേ? ഈ ഭാഗത്തിരിക്കുന്നവർക്കൊന്ന് അടുത്തേക്ക് വന്നൂടെ? ഈ പ്രായമുള്ളവർക്കൊക്കെ ഒന്ന് അടുത്തേക്ക് വന്നൂടെ? ബുദ്ധിമുട്ടാവോ? ഒന്ന് കസേര നീക്കിയിട്ട് ഇങ്ങനെ അടുത്തേക്ക് ഇരിക്കാലോ. മക്കളും വേണം അവിടെ ഇരുന്നോട്ടെ. പ്രായമുള്ളവർക്കൊന്നും ഇങ്ങനെ അടുത്തേക്ക് ഇരിക്കാനോ റാഹത്താണ്. അൽഹംദുലില്ലാഹ്. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു സംവിധാനം, നമ്മുടെ കുട്ടി മദ്രസ 7 പൊതുപരീക്ഷ പാസ്സായാൽ എന്റെയും നിങ്ങളുടെ ഉള്ളിൽ ഒരു ധാരണ ഉണ്ട്, എന്റെ മോനും എന്റെ മോളും അത്യാവശ്യമൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്റെ മോനും എന്റെ മോളും അത്യാവശ്യമൊക്കെ പഠിച്ച് തഴഞ്ഞിട്ടുണ്ട്. ശരാശരി 9ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും തോന്നും എന്റെ കുട്ടി മദ്രസ പൂർണ്ണമായിട്ടും കത്തമ്മ കമല പൂർണ്ണമായിട്ടും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് എന്റെ കുട്ടി ഇനി ട്യൂഷന് പോയിക്കോട്ടെ, മദ്രസ വേണ്ട, ട്യൂഷന് പോയിട്ട് SLC നല്ല മാർക്ക് കിട്ടണം, ഫുൾ A+ കിട്ടണം. ശരിയല്ലേ? നമ്മുടെയൊക്കെ ആഗ്രഹമില്ലേ ഉപ്പമാരെ? ആഗ്രഹമില്ലേ? നമ്മളെ കുട്ടിക്കൊക്കെ നല്ലോണം വിദ്യാഭ്യാസം വേണമെന്ന് ആഗ്രഹമില്ലേ? നിങ്ങളിന്റെ ഒപ്പല്ലേ? ഉണ്ട് ഇൻഷാ അല്ലാഹ്. നമ്മുടെ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം വേണമെന്ന് നമ്മൾ കൊതിക്കുന്നു, ആഗ്രഹിക്കുന്നു. എന്തിനാണ് നമ്മുടെ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം? എന്തിനാണ്? എന്തിനാണ് ഉപ്പമാരെ നല്ല വിദ്യാഭ്യാസം? എങ്ങനെ? കുട്ടിക്ക് നല്ല ജോലി കിട്ടാൻ. വെരി ഗുഡ്. എന്തിനാണ് കുട്ടിക്ക് നല്ല ജോലി? നമ്മുടെ കുട്ടിക്ക് എന്തിനാ നല്ല ജോലി? ശരിയല്ലേ? ശരിയല്ലേ? ഫുലൂസ്, നല്ല പണം ഉണ്ടാവണം. എന്തിനാണ് എന്റെ കുട്ടിക്ക് നല്ല പണം? ഓനക്കും ഓന്റെ ഭാര്യക്കും സന്തോഷത്തോടെ ജീവിക്കാനാണോ? അല്ല. പിന്നെന്തിനാ? എനിക്ക് വയസ്സാകുമ്പോ എനിക്കും ഓക്കും സന്തോഷത്തോടെ കഴിയാൻ. ശരിയാണോ? ശരിയാണോ? ഉള്ളിൽ ചിരി വരുന്നുണ്ട് അല്ലേ? ചിരി വരുന്നുണ്ട്. ഇപ്പൊ ശരിക്കും തട്ടി. നമ്മുടെ കുട്ടി മദ്രസ 7 9 അത്യാവശ്യമൊക്കെ ചിലപ്പോ മദ്രസ പഠിച്ചിട്ടുണ്ട്, ഇനി എന്റെ കുട്ടി ട്യൂഷന് പോയിക്കോ എന്ന് പറഞ്ഞേക്കുന്നതിന് പിന്നിലുള്ള സ്വാർത്ഥത, എന്റെ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം വേണം. എന്തിനാണ് എന്റെ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം? അവനക്ക് നല്ല ജോലി കിട്ടണം. എന്തിനാ ഓനക്ക് നല്ല ജോലി? ഓനക്ക് നല്ല ശമ്പളം കിട്ടണം. എന്തിനാ നല്ല ശമ്പളം? ഓനക്കും ഓന്റെ ഭാര്യക്കും സന്തോഷത്തോടെ കഴിയാനല്ല, മറിച്ച് എനിക്കും എന്റെ പെണ്ണുങ്ങൾക്കും വയസ്സാം കാലത്ത് നല്ലോണം സുഖത്തിൽ കഴിയണം. ഇതല്ലേ നമ്മുടെ ലക്ഷ്യം? ആണോ? അല്ലേ? ആണ്. ഇങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, നമ്മുടെ മക്കൾ ഇപ്പത്തെ പോക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ നിങ്ങളെ നോക്കുന്നു? എന്താ നിങ്ങളൊന്നും പറയാത്ത? എന്നോട് തെറ്റിയോ? ശരിക്കും ആലോചിച്ച് നോക്കി. ഇപ്പത്തെ പോക്ക് മക്കൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രായമാകുമ്പോ നിങ്ങളെ നോക്കുന്നു തോന്നുന്നുണ്ടോ? ഇല്ല. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് മക്കൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്? നമ്മളെ നോക്കാൻ, നമ്മളെ പോറ്റാൻ. ഞാൻ കേരളത്തിൽ നടന്ന ചിലൊരു സർവേ റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഓരോ ഉമ്മയും ഓരോ ഉപ്പയും നന്നായി ശ്രദ്ധിച്ചോളൂ, നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. കേരളത്തിൽ 14 ജില്ലകളിൽ ഇന്ന് 560 വൃദ്ധസദനങ്ങളുണ്ട്. എത്ര വൃദ്ധസദനം? 560. ഈ 560 വൃദ്ധസദനങ്ങളിൽ 17,249 അപ്പനമ്മമാർ, ഉപ്പ ഉമ്മമാർ, അച്ഛനമ്മമാർ അന്തേവാസികളായി കഴിയുന്നുണ്ട്. ശരിക്കും ശ്രദ്ധിച്ചോളൂ കേട്ടോ. 560 വൃദ്ധസദനത്തിൽ 17,249 ഉമ്മ ഉപ്പമാർ, അച്ഛനമ്മമാർ അവിടെ അന്തേവാസികളായിട്ടുണ്ട്. ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത ഓൾഡ് ഏജ് സെന്ററുകളും അതിലുള്ള അന്തേവാസികളുടെ എണ്ണവും. ഈ അന്തേവാസികളെ കുറിച്ചൊരു പഠനം നടത്തി.
അന്തേവാസികളെ കുറിച്ച് പഠനം നടത്തിയിട്ട് ആ 17,249 അച്ഛനമ്മമാരുടെ അല്ലെങ്കിൽ ഉപ്പമാരുടെ മക്കളെ കുറിച്ച് പഠനം നടത്തുമ്പോൾ 97% ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ മക്കളാണ്. ഹൈലി എഡ്യൂക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ സ്വപ്നം കാണുന്ന ഈ മോഡേൺ എഡ്യൂക്കേഷൻ, കുട്ടിയുടെ ആധുനിക വിദ്യാഭ്യാസം, ഈ ആധുനിക വിദ്യാഭ്യാസം നന്നായി അഭ്യസിച്ച, വലിയ തലത്തിൽ ജോലി ലഭിച്ച, നന്നായിട്ട് ശമ്പളം വാങ്ങുന്ന ഇത്തരം ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയുമാണ് ഈ 560 വൃദ്ധസദനത്തിൽ കഴിയുന്ന 17,249 അച്ഛനമ്മമാരുടെ ഉമ്മപ്പന്മാരിൽ 97%. എന്നാ ഇത് മലപ്പുറമാണ്. ഈ മലപ്പുറത്ത് ഔദ്യോഗികമായിട്ട് 4 ഉള്ളൂ. സമാധാനിക്കാം, 4 ഉള്ളൂ, 4 വൃദ്ധസദനേ ഉള്ളൂ. എന്നാൽ ഇന്ന് പല വീടുകളിലും പല ഉപ്പമാരും ഇന്ന് വൃദ്ധസദനത്തിൽ കഴിയുന്നതിനേക്കാളും അധപ്പതിച്ച രൂപത്തിൽ സ്വന്തം വീടുകളിൽ കഴിയുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കിയിട്ടില്ല, ശരി തന്നെ. പക്ഷെ പല വാപ്പമാരും ഇന്ന് സങ്കടക്കയത്തിലാണ്, പല വല്യുപ്പമാരും ഇന്ന് സങ്കടക്കയത്തിലാണ്. ഇതാ ഈ സദസ്സിലിരിക്കുന്ന ഒരുപാട് ഉസ്താദുമാർ, വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ഖാലി ഉസ്താദും ശുക്കൂർ ഉസ്താദും, ഈ ഉസ്താദുമാർക്കറിയാം, വേദിയിലിരിക്കുന്ന മറ്റു ഉസ്താദുമാർക്കറിയാം, പള്ളിയിൽ നിന്ന് ഇശ നിസ്കാരം കഴിഞ്ഞ്, സുന്നത്ത് നിസ്കാരവും കഴിഞ്ഞ്, വിത്ര നിസ്കാരവും കഴിഞ്ഞ് ഉസ്താദ് റൂമിലേക്ക് ഇങ്ങനെ പോകുമ്പോ നമ്മുടെ നാട്ടിലെ ചില ആജയമാര്, നമ്മുടെ നാട്ടിലെ ചില ഉപ്പമാർ ഉസ്താദിന്റെ കൂടെ റൂമിലേക്ക് പോകും. എന്നിട്ട് അവരെന്നെ വാതിലാണ് കുറ്റിടും. വാതിൽ കുറ്റിട്ടിട്ട് എന്തിനാ? വാതിൽ കുറ്റിട്ടിട്ട് ഉസ്താദിന്റെ കൈ പിടിച്ച് പറയുന്നൊരു വാക്കുണ്ട്. ആ പാവം സാധുവിന് വാക്കുകൾ കിട്ടുന്നില്ല, പറയണമെന്നുണ്ട് ഒരുപാട് സങ്കടം. അതിനു മുമ്പേ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊട്ടി പിടക്കുന്ന മനസ്സോടുകൂടെ ആ പാവം പറയുന്ന വാക്കുണ്ട്, ഉസ്താദേ 10-22 വർഷമായി ഞാൻ ഗൾഫിൽ ചോര നീരാക്കി കഷ്ടപ്പെടുന്നത്. എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്തു കൊടുത്തു. അന്ന് എന്റെ അടുത്ത് പണം ഉണ്ടായിരുന്നു, അന്ന് എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു. അന്ന് എന്റെ നാട്ടിൽ എന്റെ കുടുംബത്തിൽ ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ എന്റെ 10,000-ന്റെയും 5,000-ന്റെയും വിഹിതമില്ലാതെ എന്റെ കുടുംബത്തിൽ ഒരു കല്യാണം, ഒരു കുടിരിക്കലും, ഒരു മുടികളച്ചിലും നടന്നിട്ടില്ല. അന്ന് നാട്ടിലേക്ക് ഞാൻ കാരണവറായിരുന്നു, കുടുംബത്തിലെ ഞാൻ വല്യാക്കായിരുന്നു, എല്ലാവർക്കും എന്നെ വാണായിരുന്നു. ഇപ്പൊ എനിക്ക് ആരോഗ്യമില്ല ഉസ്താദെ, ഞാൻ ഗൾഫ് നിർത്തി പോന്നു, എനിക്ക് വയ്യ, അധ്വാനിക്കാൻ വയ്യ. ഇപ്പൊ എന്റെ അടുത്ത് പണല്ല, നാട്ടുകാർക്ക് എന്നെ വേണ്ട, കുടുംബക്കാർക്ക് എന്നെ വേണ്ട. ശരി, അത് ഞാൻ സഹിക്കാം. പക്ഷേ എന്റെ വീട്ടുകാർക്ക് ഇപ്പൊ എന്നെ വേണ്ട, ഓൾക്ക് എന്നെ വേണ്ട, എന്റെ മക്കൾക്ക് എന്നെ വേണ്ട എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഒരുപാട് വാപ്പന്മാർ ജീവിക്കുന്ന നമ്മുടെ വീട്, ഗൃഹാന്തരീക്ഷം ശരിക്കും ആലോചിച്ച് നോക്കൂ. പല വാപ്പന്മാരുടെയും സങ്കടമാണ്. വീട്ടിൽ ഉമ്മയും ആൺകുട്ടികളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു. പാവം റിട്ടയർമെന്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഗൾഫിലെ എക്സ്പാട്രിയേഷൻ ലൈഫ് കഴിഞ്ഞ് നാട്ടിൽ സെറ്റിലാകുന്ന പ്രവാസികൾക്ക് വീട്ടിലൊരു വിലയില്ല. ആർക്കും മൂപ്പര വേണ്ട, പണമില്ലപ്പോ, ആരോഗ്യമില്ല. അങ്ങാടി പോയിട്ട് 5 നേരം പള്ളി പോയി വരാനും അങ്ങാടി പോയിട്ട് പച്ചക്കറി മീനും വാങ്ങിക്കൊണ്ടുവരാനുള്ള ഒരു കാരക്കാരൻ, അത്രയേ ഉള്ളൂ. ഈ തലത്തിൽ സങ്കടപ്പെടുന്ന ഒരുപാട് വാപ്പന്മാർ, പല വാപ്പന്മാരുടെയും സങ്കടം. സങ്കടത്തോടുകൂടെ ഉസ്താദന്മാരോട് പറയുന്ന വാക്കാണ്, ഉസ്താദ് എന്താ ചെയ്യാ, ജീവിതം മടുത്തുപോയി. ചെറിയ മോന്റെ വീട്ടിലല്ലേ നമ്മൾ താമസിക്കുക, ചെറിയ മക്കളുടെ വീട്ടിൽ. ഉസ്താദ് ഓന്റെ ചില വാക്കുകൾ എനിക്ക് സഹിക്കാൻ വയ്യ. ചില വാപ്പാര് പറയുന്ന വാക്കാണ്, ഉസ്താദ് സഹിക്കാൻ വയ്യ ഓന്റെ ചില വാക്കുകൾ. ഓന്റെ കെട്ടിയോളെ കടുന്നൽ കൂർത്തിയ പോലത്തെ ആ കൂർത്ത മുഖം എനിക്ക് കാണാൻ വയ്യ. ആ ചെറിയ പൈതം മക്കളെ പോലും ഓള് പറഞ്ഞ് ഞങ്ങൾക്കെതിരെ തിരിപ്പിച്ചിട്ട് ആ മക്കൾക്കോടൊപ്പം ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല. മടുത്തു ഉസ്താദേ, ജീവിതം മടുത്തു, ഇനി മതി എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ഒരുപാട് വാപ്പന്മാർ നമ്മുടെ വീടുകളിൽ കണ്ണീര് കുടിച്ച് കഴിയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇതിലും പല ആളുകൾക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. നമ്മൾ പുറത്തറിയിക്കില്ല, നമ്മൾ പുറത്തത് പറയില്ല. ഈ സങ്കടം മുഴുവനും പള്ളിയിലെയും മദ്രസയിലെയും ഉസ്താദിന്റെ കൈ പിടിച്ച് നമ്മൾ സങ്കടത്തോടു കൂടെ പറയും. ശരിക്കും ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ടായിരുന്ന ലക്ഷ്യം, എന്റെ കുട്ടി മദ്രസ നിർത്തിയിട്ടിഞ്ഞ് നല്ലോണം പഠിച്ചു ഉഷാറാവട്ടെ, ഓനക്ക് നല്ല ജോലിയും നല്ല സമ്പാദ്യവും നല്ല ശമ്പളമൊക്കെ കിട്ടുമ്പോ എനിക്കും എന്റെ ഭാര്യക്കും സന്തോഷത്തോടെ കഴിയാലോ എന്ന് ആഗ്രഹിച്ച അതേ ഉമ്മക്കും ഉപ്പക്കും കിട്ടുന്ന തിരിച്ചടി അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ബോധം നൽകട്ടെ.
ഈ 17,249 ഉപ്പമാരിൽ അല്ലെങ്കിൽ ഉമ്മമാരിൽ അച്ഛനമ്മമാരിൽ ഒരാളും ആഗ്രഹിച്ചിട്ടില്ല ഉമ്മ, ഒരാളും ആഗ്രഹിച്ചിട്ടില്ല വാപ്പ, ഓൻ വലുതാകുമ്പോ ഇന്നെ കൊണ്ടാക്കണമെന്ന്. നമ്മളൊക്കെ ആഗ്രഹിച്ച പോലെ തന്നെയാണ് അവരും ആഗ്രഹിച്ചത്. റിസൾട്ട് നേരെ മാറി വന്നു. എന്തേ കാരണം? നമ്മുടെ കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കാത്തതുകൊണ്ടാണോ? അല്ലെ ഭൗതിക വിദ്യാഭ്യാസം കൂടിയതുകൊണ്ടാണോ? ഇവിടെയാണ് ഞാൻ പ്രസക്തമായ ചില ഭാഗം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത്, നിങ്ങളെ ചിന്തയിലേക്ക് ഞാൻ തരുന്നത്. എന്തുകൊണ്ട് മദ്രസ നിർത്തിയിട്ട് ഒരു കുട്ടിയുടെ റൂഹിനക്ക്, ആത്മാവിനക്ക്, അവന്റെ ചിന്തകൾക്ക് വേണ്ട അള്ളാഹുവിനെ കുറിച്ചും മുത്തുനബിയെ കുറിച്ചും ദീനിനെ കുറിച്ചും ഉമ്മയെ കുറിച്ചും ബാപ്പയെ കുറിച്ചും ബോധം കിട്ടേണ്ട മോറൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ധാർമ്മിക വിദ്യാഭ്യാസം, മദ്രസ വിദ്യാഭ്യാസം, ദീനിന്റെ മതപരമായ വിദ്യാഭ്യാസം, ഈ വിദ്യാഭ്യാസം നമ്മൾ ഇന്ന് കൊടുക്കുന്നത് ചുരുക്കിയിട്ട് പകരം നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസം മോഡേൺ എഡ്യൂക്കേഷനാണ്, ആധുനിക വിദ്യാഭ്യാസമാണ്. ഈ ആധുനിക വിദ്യാഭ്യാസം ഇന്ത്യയിൽ കൊണ്ടുവന്നതിനെ കുറിച്ച് കൊളോണിയലിസ്റ്റുകൾ കൃത്യമായി എഴുതി വെച്ച ചില വരികൾ ഞാൻ നിങ്ങളോട് വായിക്കുകയാണ്, നിങ്ങളെ ചിന്തയിലേക്ക് ഞാൻ തരികയാണ്. സമയക്കുറവ് കൊണ്ട് ഞാൻ അതിലേക്ക് ഡീപ്പായിട്ട് പോകുന്നില്ല, ചില വരികൾ മാത്രം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. We may educate our substance. നമ്മുടെ കുട്ടി സ്കൂളിൽ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന മോഡേൺ എഡ്യൂക്കേഷൻ, ആധുനിക വിദ്യാഭ്യാസം, ഈ ആധുനിക വിദ്യാഭ്യാസം നമ്മൾ നമ്മുടെ പ്രജകൾക്ക് നൽകും. നമ്മുടെ പ്രജകൾക്ക് ഇത്തരം വിദ്യാഭ്യാസം നൽകുമ്പോൾ അവർ സ്ഥാപനങ്ങളെ തുടങ്ങും, ഇംഗ്ലീഷ് മീഡിയങ്ങളെ തുടങ്ങും. ഇംഗ്ലീഷ് മീഡിയങ്ങളെ തുടങ്ങുമ്പോൾ they demand our institution, നമ്മുടെ സ്ഥാപനത്തെ അവർ ആവശ്യപ്പെട്ടു വരും. ശരിക്കും ആലോചിച്ച് നോക്കൂ, പഴയ ഓടിട്ട് മേഞ്ഞ അരച്ചുമരുള്ള പൊട്ടിപ്പൊളിഞ്ഞ ബെഞ്ചും ഡെസ്കും ബ്ലാക്ക് ബോർഡുമുള്ള LP സ്കൂളും UP സ്കൂളും ഇന്ന് നമുക്ക് വേണ്ട. മറിച്ച് 15,000 20,000 ഡൊണേഷൻ കൊടുത്ത് മാസം 5,000 അല്ലെങ്കിൽ 6,000 മാസ ഫീസ് കൊടുത്ത് സ്കൂൾ ബസ്സിന് വേറെയും കൊടുത്ത് ഷൂവും ഷോക്സും കോട്ടും ടൈയും ധരിക്കുന്ന പ്രായപൂർത്തിയായ പെൺകുട്ടി പോലും, അവൾക്ക് പ്രായപൂർത്തി ആയിട്ട് പോലും സ്കൂളിന്റെ നിയമത്തോട് യോജിച്ചു നിന്നുകൊണ്ട് പാവാട ധരിച്ചുകൊണ്ട് പോകുന്ന ആ സംസ്കാരം, എന്റെ കുട്ടിക്ക് സ്കൂളിൽ ളുഹർ നിസ്കരിക്കാൻ അവസരമുണ്ടോ ഇല്ല എന്ന് അന്വേഷിക്കാതെ പറഞ്ഞേക്കുന്ന സംവിധാനം ഉണ്ടാക്കാൻ അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും PTA പ്രസിഡന്റായി നമ്മൾ അവിടെ ജോലി ചെയ്യുമ്പോൾ പോലും, നമ്മൾ അവിടെ നിലകൊള്ളുമ്പോൾ പോലും അത്തരം നിസ്കാര പ്രയർ ഹാളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനം ഒരുക്കാൻ തയ്യാറാവാത്ത നമ്മൾ, they demand our institution, നമ്മൾ തുടങ്ങുന്ന ഇത്തരം ഇംഗ്ലീഷ് മീഡിയങ്ങളെ അവർ ആവശ്യപ്പെട്ടു വരും. നിങ്ങൾ പറ, ആവശ്യപ്പെട്ടില്ലേ? നമുക്കിന്ന് വേണോ പഴയ LP സ്കൂളും UP സ്കൂളും? നമുക്കിന്ന് വേണ്ടത് ഇത്തരം ഇംഗ്ലീഷ് മീഡിയങ്ങളാണ്. ശരി, ഈ ഇംഗ്ലീഷ് മീഡിയങ്ങളെ നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ ശേഷം എഴുതി വെക്കുന്നു whenever the day comes, അങ്ങനെ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ that will be the proudest day of our history, നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും അഭിമാനകരമായ ഒരു ദിവസമായി ആ ദിവസം മാറും. എന്നിട്ട് അവർ പറഞ്ഞു വെക്കുന്നുണ്ട്, ഈ തലത്തിലേക്ക് ഇന്ത്യയിലെ ആളുകൾ വന്നാൽ we may govern the people, ഇന്ത്യയിലെ ജനങ്ങളെ നമുക്ക് ഭരിക്കാൻ പറ്റും. ഇന്ത്യൻസ് ഇൻ കളർ ആൻഡ് ബ്ലഡ്, നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മുടെ കുട്ടികൾ ഇന്ത്യക്കാരാണ്, പക്ഷേ അവർ ഇന്ത്യക്കാരാണ് ഇൻ കളർ ആൻഡ് ബ്ലഡ്, രക്തത്തിലും വർണ്ണത്തിലും. ചോര കൊണ്ട് നമ്മൾ ഇന്ത്യക്കാരാണ്, നിറം കൊണ്ട് ഇന്ത്യക്കാരാണ്. ഉംറക്ക് പോയി കഴിഞ്ഞ് ഒരുപാട് ആളുകളെ കണ്ടാൽ ഓൻ ഇന്ത്യക്കാരനാണെന്ന് വേഗം മനസ്സിലാകും. രക്തം കൊണ്ടും നിറം കൊണ്ടും നമ്മൾ ഇന്ത്യക്കാരൻ തന്നെയാണ്. ബട്ട് യൂറോപ്യൻസ് ഇൻ തോട്ട്സ് ആൻഡ് മോറൽ ലൈഫ്, ധാർമ്മിക ജീവിതത്തിലും ചിന്തയിലും യൂറോപ്യരായിട്ട് കുട്ടികളെ മാറ്റുക എന്ന് പറയുന്ന കൃത്യമായ അജണ്ടയാണ് നമ്മുടെ മക്കൾ ഇന്ന് സ്കൂളിൽ അഭ്യസിച്ചു കൊണ്ടിരിക്കുന്ന മോഡേൺ എഡ്യൂക്കേഷന്റെ പിന്നിലെ അജണ്ട എന്ന് സാമാന്യം മനസ്സിലാക്കാൻ ഒരു ബോധം വാപ്പാക്കും ഉമ്മാക്കുണ്ടായിരുന്നെങ്കിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. ഇല്ലേ, നമ്മൾ അനുഭവിച്ചേ പറ്റൂ. ഈ 560 ഉള്ളത് ഭാവിയിൽ 1000ന്റെ മേലെ വരും. അതിൽ 17,000 ഉള്ളത് 50,000 കടക്കും. ലാ ശക്ക വലാ റൈബ, ഒരു മാറ്റം ഉണ്ടാവില്ല. അത്രമേൽ കേസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? സ്കൂൾ വിദ്യാഭ്യാസം, മോഡേൺ എഡ്യൂക്കേഷൻ നന്നായി പഠിച്ച കുട്ടി ഭാവിയിൽ അവൻ നന്നായി അഭ്യസിക്കുമ്പോ അള്ളാഹുവിനെ മറക്കുന്നു, മുത്തുനബിയെ മറക്കുന്നു. പഠിച്ചവനത് എന്റെ അമ്മയാണ്, എന്റെ വാപ്പ എന്നുള്ള ബോധം കുട്ടിക്കില്ല. എന്തേ കാരണം? കുട്ടിക്കുണ്ടാവില്ല.
കുട്ടിയെ ഈ വിദ്യാഭ്യാസം കൊടുക്കുന്നതിലൂടെ അവർ ലക്ഷീകരിക്കുന്നത് ഇന്ത്യൻസ് ഇൻ കളർ ആൻഡ് ബ്ലഡ്, രക്തം കൊണ്ടും വർണ്ണം കൊണ്ടും ഇന്ത്യക്കാരനായിക്കോട്ടെ, പക്ഷേ യൂറോപ്യൻസ് ഇൻ തോട്ട്സ് ആൻഡ് മോർ ലൈഫ്, ചിന്ത കൊണ്ടും ധാർമ്മിക ജീവിതത്തിലും ഇന്ത്യ കുട്ടി യൂറോപ്യൻ ആവണം. ശരിയല്ലേ? നമ്മുടെ മക്കളുടെ ചിന്ത, നമ്മുടെ മക്കളുടെ പോക്ക്, നമ്മുടെ മക്കളുടെ സംസ്കാരം, പാശ്ചാത്യൻ സംസ്കാരത്തിന് പിന്നാലെ നമ്മൾ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓടിക്കൊണ്ടിരിക്കുമ്പോ എന്റെ വാപ്പേണും വേണമെന്നുള്ള ബോധമൊന്നും ഓൽക്കുണ്ടാവില്ല. ഓനും ഓന്റെ ഭാര്യ കൂടിയും ഗൾഫിൽ സെറ്റിലാവും. പ്രായമായ ഉമ്മയും ബാപ്പയും ഇവിടെ ഇറങ്ങാറാവേണ്ടി വരും. നിങ്ങളെ നോക്കാൻ മരോളുണ്ടാവില്ല, നിങ്ങളെ നോക്കാൻ നിങ്ങളെ മോനും ഉണ്ടാവില്ല. അല്ലെ ബാംഗ്ലൂർ സെറ്റിലായിരിക്കും, തിരുവനന്തപുരത്ത് സെറ്റിലായിരിക്കും, മദ്രാസിൽ സെറ്റിലായിരിക്കും. അവരവിടെ കൂടും. ദിനേനെ 1288 കിലോമീറ്റർ യാത്ര ചെയ്ത് ഉമ്മയെ പരിചരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ നമ്മൾ പത്രത്തിലൂടെ വായിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം മക്കളായിട്ടൊന്നും നമ്മളെ മക്കൾ ഉണ്ടാവില്ല എന്ന്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, നന്നായി വിദ്യാഭ്യാസം നിങ്ങൾ കൊടുക്കണം, കൊടുത്തേ പറ്റൂ. ഇപ്പോഴത്തെ കാലത്ത് കൊടുക്കണം തന്നെ ഞാൻ പറഞ്ഞത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട സംഗതി മോഡേൺ എഡ്യൂക്കേഷൻ കം മോറൽ എഡ്യൂക്കേഷൻ. ധാർമ്മിക വിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആധുനിക വിദ്യാഭ്യാസം നല്ലോണം കൊടുത്തോളൂ. അതുകൊണ്ട് അഭിമാനമേ ഉള്ളൂ. അങ്ങനെയാകുമ്പോ പടച്ചോനെ പേടിയുള്ള എഞ്ചിനീയർമാരുണ്ടാകും, പടച്ചോനെ പേടിയുള്ള ഡോക്ടർമാരുണ്ടാകും. തഖ്വയിൽ അധിഷ്ഠിതമായ IAS-ഉം IPS-ഉം IFS-ഉം നേടിയ സിവിൽ സർവീസ് മേഖലകളിൽ ജോലി ചെയ്യുന്ന മക്കൾ അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും. ഇല്ലേ? ബാക്കിലൂടെ കാശ് വാങ്ങുന്ന പിൻവാതിൽ നിയമനത്തിന്റെ വളരെ മോശപ്പെട്ട രീതിയിൽ അനാശാസ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന, അതിന് കൂട്ടുനിൽക്കുന്ന, നീതിക്കെതിരെ നിൽക്കുന്ന മക്കളായിട്ട് നമ്മളെ മക്കൾ മാറും. പണത്തിന് പിന്നാലെ മാത്രം പോകുന്ന മക്കളായിട്ട് മാറും. അതുകൊണ്ട് ധാർമ്മിക വിദ്യാഭ്യാസം, മദ്രസ വിദ്യാഭ്യാസം, റൂഹിനക്ക് വേണ്ട, കുട്ടിയുടെ ആത്മാവിന് വേണ്ട ബോധം നൽകുന്ന വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടായിരിക്കണം കുട്ടികളെ വളർത്തേണ്ടത്. ഇനി എന്റെ ചോദ്യം ഇതാണ്, ഒരു ചിന്ത ഞാൻ നിങ്ങളിലേക്ക് കൈമാറുന്നതാണ്. ഇതാണ് കുട്ടിയുടെ സാഹചര്യമെങ്കിൽ ശരാശരി ഒരു 9ാം ക്ലാസ്സിലെത്തുമ്പോൾ നമ്മളൊക്കെ ഉണ്ടാകുന്ന ഒരു ധാരണയാണ്, എന്റെ കുട്ടി ഇനി മദ്രസ പഠിച്ചത് മതിയെന്ന്. ഇനി ട്യൂഷന് പോയിക്കോ, കുഴപ്പമില്ല, ട്യൂഷന് പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഇനി നിങ്ങളെ കുട്ടിയെ കുറിച്ച് ആലോചിച്ചോളൂ, നിങ്ങളുടെ പെൺമക്കളെ കുറിച്ച്, പെൺകുട്ടിയെ കുറിച്ച് ചിന്തിച്ചോളൂ. നമ്മുടെ പെൺകുട്ടി അവളുടെ 15ാമത്തെ വയസ്സിൽ മദ്രസ നിർത്തി, 9ലാണെങ്കിൽ 14ാമത്തെ വയസ്സിൽ, ശരാശരി 14ാമത്തെ വയസ്സിൽ അവൾ പഠനം നിർത്തി. പിന്നെ 10th 15ാമത്തെ വയസ്സ്, +1 +2 ഡിഗ്രി ഫസ്റ്റ് ഇയർ, ഡിഗ്രി സെക്കൻഡ് ഇയർ ഒക്കെ കഷ്ടിച്ച് തട്ടിപ്പിച്ച് പോകും. പിന്നെ നമ്മളൊരു കഞ്ഞിക്കലത്തിൽ ഏൽപ്പിക്കും. നമ്മൾ പഴയ ഭാഷയെ പറഞ്ഞാല് ശരിയല്ലേ ഉപ്പാപ്പ? അങ്ങനെ തന്നെയല്ലേ? വേഗം പിന്നെ കുട്ടികളെ പിടിച്ചിട്ട് എന്ത് ചെയ്യും, എവിടെയൊക്കെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കും. ഇപ്പൊ കുറച്ചൊക്കെ മക്കൾ പഠിക്കുന്നതിന് പഠിച്ചോട്ടെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു നല്ല വിദ്യാഭ്യാസം നൽകട്ടെ. ഈ പഠിക്കുന്ന കുട്ടി കല്യാണം കഴിച്ച് അവരുടെ ഭർത്തൃ വീട്ടിലേക്ക് അവർ പോകുന്നു. ആ ഭർത്തൃ വീട്ടിൽ എന്റെ ചോദ്യം ഇതാണ്, അവിടെ മദ്രസയിൽ ഒരു ഖുർആൻ ക്ലാസ് ഉണ്ടാകുമ്പോ ആ നാട്ടിലെ ഖുർആൻ ക്ലാസ്സിലേക്ക് നമ്മളെ കുട്ടി പോകുന്ന പ്രായപ്ല 2-3 കുട്ടികളായി, ചോരനീരൊക്കെ വറ്റി, കാര്യമായിട്ട് ആഗ്രഹങ്ങളൊക്കെ തീരുന്ന സമയത്ത് ഈ നാട്ടില് ഇവിടുത്തെ മരോള് വരുന്ന പോലെ നമ്മുടെ മോളും ചെയ്യും, അവിടെ മദ്രസയിൽ പോകും. ശരിയല്ലേ? നിങ്ങൾക്കെന്താ മനസ്സിലാണില്ലേ? ശരിയല്ലേ? ശരിക്കും ആലോചിച്ച് നോക്കി. കുട്ടിയുടെ 14ാമത്തെ വയസ്സ് മുതൽ ശരാശരി ഒരു 35 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഒരു ഉമ്മ പരിപാടിക്ക് പോണത്. ചോരനീരക്കാണ് പറ്റുമ്പോ, ആഗ്രഹങ്ങളൊക്കെ കാര്യമായിട്ട് തീരുമ്പോ അല്ലെ, ഒരു 2-3 കുട്ടികളൊക്കെ ആകുമ്പോഴേക്ക് പിന്നെ ഏശൊക്കെ തീരുമാനമായി. പിന്നെ നന്നാവണമെന്ന ചിന്തയാണ്. ആ നന്നാവണമെന്ന ചിന്ത വരുമ്പോ ഒരു ഉമ്മ വരും മദ്രസയിലെ പരിപാടിക്ക്. ഉമ്മയുടെ 14ാമത്തെ വയസ്സ് മുതൽ 35ാമത്തെ വയസ്സിലേക്കുള്ള ദൂരത്ര ഒന്ന് നിങ്ങൾ എണ്ണി നോക്കി. എത്ര വയസ്സുണ്ട്? ഒരു ശരാശരി ഒരു 20 വർഷം. എന്റെ ചോദ്യം ഇതാണ്, 20 വർഷം ഈമാൻ റീചാർജ് ചെയ്യാൻ, നന്നാവാൻ, അല്ലെങ്കിൽ അവരുടെ റൂഹിന് വേണ്ട വിദ്യാഭ്യാസം, നന്നായി ചിന്തിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസം ഈ കുട്ടിക്ക് കിട്ടുന്നുണ്ടോ? ഓളെ SLCക്ക് പോയാൽ അത് കിട്ടുമോ? കിട്ടുമോ? +1-ലും +2-ലും കിട്ടുമോ? ഡിഗ്രിക്ക് പോയാൽ കിട്ടുമോ? ഇനി കെട്ടിച്ച് പറഞ്ഞേച്ചിട്ട് ഒരു കുട്ടി ഉണ്ടാവണമെങ്കിൽ, ഒരു കുട്ടി നന്നാവണമെങ്കിൽ ഇടുന്ന വിത്ത് നന്നാവണം, ഇടപെടുന്ന ഭൂമിയും നന്നാവണം. ശരിയല്ലേ? വിത്ത് നന്നാവണം, വിതക്കപ്പെടുന്ന ഭൂമിയും നന്നാവണം. നല്ല വിത്തും നല്ല ഭൂമിയിലാണെങ്കിൽ ആ വിളവ് നന്നാവും.
മക്കൾക്ക് ജന്മം കൊടുക്കുന്ന സമയത്ത് വാപ്പയും ഉമ്മയും വിത്ത് നന്നാക്കുന്നുണ്ടോ, ഇടപെടുന്ന ഭൂമിയെ ഒരുക്കുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ നടക്കുന്ന ഒരു സംഗതി ഞാൻ പറയാം, നിങ്ങൾക്ക് വിഷമാവരുത് എന്ന് ഞാൻ ഒരു പ്രീക്കോഷൻ എടുത്തിട്ടാ പറഞ്ഞത്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുത, നിങ്ങൾക്ക് സങ്കടമാവരുത് കേട്ടോ. സത്യം പറഞ്ഞാൽ തോന്നിയ പോലെ ജീവിച്ച്, തോന്നിയ പോലെ കല്യാണം കഴിച്ച്, തോന്നിയ പോലെ മക്കളുണ്ടാക്കി, തോന്നിയ പോലെ മക്കളെ പോറ്റി, അവസാനം മക്കള് തോന്നിയ പോലെ ആകുമ്പോ, മനസ്സിലാണ്ടോ? തോന്നിയ പോലെ ജീവിച്ച്, തോന്നിയ പോലെ കല്യാണം കഴിച്ച്, തോന്നിയ പോലെ മക്കളുണ്ടാക്കി, തോന്നിയ പോലെ മക്കളെ പോറ്റി, അവസാനം മക്കള് തോന്നിയ പോലെ ആകുമ്പോ നമുക്കിങ്ങനെ ഒരു മനസ്സാക്ഷി കുത്തു വരും. ഇങ്ങനെ പോയ ശരിയാവില്ലല്ലോ, ഓൻ വല്ലാണ്ട് തലി കയറുന്നുണ്ട്. അപ്പൊ ഒരു ഉമ്മ മദ്രസയിലെ ഉസ്താദിനെ ഓന് ഡയറിയിൽ എഴുതി കൊടുക്കുകയാണ്, ഉസ്താദെ ഞാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല, ഞങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയെന്ന്. പാവം പള്ളിയിലെ ഉസ്താദിന് വെള്ളിയാഴ്ച ഒരു ലിസ്റ്റ്, പള്ളിയിലേക്ക് ഒരു സഹോദരി 501 രൂപ സംഭാവന, ഒരു വാപ്പ 1001 രൂപ സംഭാവന, കുട്ടികൾ നന്നാവാൻ, മക്കൾ നന്നാവാൻ. പാവം ഉസ്താദ് വിധിക്കപ്പെട്ടവനാണ് നന്നായി ദുആ ചെയ്യാൻ. തരുന്ന ക്യാഷിനനുസരിച്ച് ദുആന്റെ നിങ്ങളൊക്കെ കൂട്ടണം, അല്ലെ പിന്നെ പിറ്റത്തെ വെള്ളിയാഴ്ച ആ മിഹ്റാബിൽ നമുക്ക് നിൽക്കാൻ പറ്റൂല. അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പൊ നമ്മുടെ ഒരു നാട്ടു നടപ്പ്. ആ പാവം ഉസ്താദ് നല്ലോണം ദുആ ചെയ്യും. നല്ലോണം ദുആ ചെയ്ത് നിങ്ങൾ ഒരു മാസം വെയിറ്റ് ചെയ്ത് നോക്കി, മകൻക്ക് മാറ്റം കാണുന്നുണ്ടോ, മകൾക്ക് മാറ്റമുണ്ടോ? ഒരു മാറ്റമില്ല. 2 മാസം വെയിറ്റ് ചെയ്തു, ഒരു മാറ്റമില്ല. 3 മാസം വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കാര്യമായിട്ട് കുട്ടി നന്നാണെന്ന് നമ്മൾ കാണാനില്ല. അപ്പൊ രക്ഷിതാക്കളായ നമ്മൾ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പത്തെ മൂലക്കന്മാരൊക്കെ കണക്കന്നെയാണ്, ഓലൊന്നും തുറന്നിട്ട് കാര്യമില്ല. നമ്മളൊന്ന് ആലോചിച്ചൊക്കെയാണ് എന്തൊരു വിരോധാഭാസ പറഞ്ഞത്. നിങ്ങളെ കുട്ടി കേടരാൻ കാരണം ആരാണെന്നാ പറഞ്ഞേ? പള്ളിയിലെ ഉസ്താദും മദ്രസിലെ ഉസ്താദും. അല്ലെങ്കിൽ ഇപ്പത്തെ ഉസ്താദ്മാരും തുറന്നിട്ട് കാര്യമില്ല, ഓലൊന്നും ഞങ്ങൾക്ക് പറഞ്ഞു. സംഗതി മനസ്സിലായില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ തോന്നിയ പോലൊക്കെ എങ്ങനെ പോയിട്ട് പിന്നെ അവസാനം കുറ്റം ഉസ്താദിന്റെ തലയിൽ. ഒരു നീണ്ട 20-25 വർഷം ശരാശരി നമ്മുടെ പെൺകുട്ടിക്ക് ഈമാൻ റീചാർജ് ചെയ്യാൻ, നന്നാവാൻ അവസരമില്ലെങ്കിൽ അവര് പിന്നെ കേടന്നാൽ ഓലെ കുറ്റം പറയാണ്ടോ? അവര് നന്നായാലല്ലേ അത്ഭുതമുള്ളൂ. ശരിക്കും ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് മക്കൾ നന്നാവണമെങ്കിൽ അവർക്ക് ഈ സമയത്ത് അതിൻ്റെതായ ക്ലാസ്സുകളും പരിപാടികളും നടത്തണം. ഈ വെക്കേഷൻ നിങ്ങൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വാളും മറ്റു പരിപാടികളൊക്കെ കുറച്ചാലും കുഴപ്പമില്ല. ഇപ്പോഴത്തെ കാലത്ത് ദഅവത്ത് കൗമാരക്കാരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ആയി, വിവാഹത്തിലേക്ക് കടക്കാൻ പോകുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേറ്റ് ആയി SMF-ന്റെയും അതുപോലെ നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരുപാട് പ്രൊജക്ടുകളുണ്ട്. അത്തരം പ്രൊജക്ട് നടപ്പാക്കി അവർക്കുള്ള ക്ലാസ് കൊടുക്കലാണ് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വലിയ ദഅവത്ത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇനി നമ്മുടെ നാട്ടിലെ ആൺകുട്ടിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. നാട്ടിലെ ആൺകുട്ടി 9ാം ക്ലാസ്സിൽ നിന്ന് മദ്രസ നിർത്തിയാൽ അവന്റെ 14ാമത്തെ വയസ്സ്, പിന്നെ അവന്റെ SLC 15, അങ്ങനെ അവനങ്ങനെ പഠിച്ച് കയറി പോകുന്നു, ജോലി കിട്ടുന്നു, അവസാനം നന്നായി സമ്പാദിക്കുന്നു. സമ്പാദിച്ചവനെ നമ്മൾ കെട്ടിച്ച് കൊടുക്കുന്നു, ഒരു ഭാര്യ അവനക്കുണ്ടാകുന്നു, അവരങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നു. എന്റെ ചോദ്യം ഇതാണ്, നന്നായി ദീന് കേൾക്കേണ്ട സമയം, മക്കൾക്ക് ബീജാവാപ്പമിടുന്ന സമയം, ഈ സമയത്ത് പള്ളിയിൽ ജുമുഅക്ക് മുമ്പ് ഉസ്താദ് എണീറ്റെന്നാൽ ഈ ടീമിനെ കിട്ടുമോ? ഈ ടീമിനെ കിട്ടുമോ? ജുമുഅക്ക് ശേഷം ഉസ്താദ് എണീറ്റെന്നാൽ ഈ ടീമിനെ കിട്ടുമോ? ഈ ഉസ്താദ് പിന്നെ ആരെയെ കരയിപ്പിക്കാറുള്ളത്? നേരത്തെ വന്ന് 2 അൽക്കൗഫും സ്വലാത്തും ചൊല്ലി ബാക്കിയുള്ള സമയം ജപമാല മറിച്ചിരുന്ന് കണ്ണീരൊഴിച്ച് ദുആ ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന പാവം വല്ലിപ്പാനോടാണ് ഈ ഉസ്താദ് അങ്ങനെ കരഞ്ഞു പറഞ്ഞത്, ദ്വാരിപ്പിക്കുന്നത്. പിന്നെ എന്താ പറയാ, ദേഷ്യപ്പെടുന്നതൊക്കെ കേൾക്കേണ്ട ഒരു ടീം മുമ്പാണെങ്കിലും ശേഷമാണെങ്കിലും ഉണ്ടാവില്ല. ഇനി നാട്ടിൽ നമ്മൾ വലിയ വാഴ സംഘടിപ്പിച്ചു, വലിയ വാഴ സംഘടിപ്പിച്ചാൽ അവരുണ്ടാകും കോട്ടിട്ട് ഒരു ടാഗ് കെട്ടി ഒരു പീപ്പിളിങ് കൈ പിടിച്ചിട്ട് റോട്ടിലൊക്കെ സജീവമായിട്ട് സാന്നിധ്യം വരിട്ടുണ്ടാവും. ആ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ മക്കളോട് ചോദിച്ചു നോക്കിയേ, മോനെ ഉസ്താദ് ഇപ്പൊ എന്താ പറഞ്ഞേ? ഉസ്താദ് ഇപ്പൊ എന്താ പരിപാടിക്ക് പറഞ്ഞു വെച്ചാൽ എനിക്കറിയില്ല, വിളിക്കാറേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കൂ. പിന്നെ ഈ ആൺകുട്ടി വേണമെങ്കിൽ ഗൾഫിലേക്ക് പോകും, അല്ലെ നാട്ടിലുണ്ടാകും, അവന്റേതായ ലോകത്ത് എങ്ങനെ ജീവിച്ചു പോയിട്ട്. ഗൾഫിലുള്ള മോനാണെങ്കിൽ, ഗൾഫിലുള്ള ആൺകുട്ടിയാണെങ്കിൽ നാട്ടിൽ ലീവിന് വന്ന പിന്നെ കാര്യമായിട്ട് പണിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ മദ്രസയിൽ പരിപാടി ഉണ്ടെങ്കിൽ അവിടെ വന്നിരിക്കും, ഓരെ കുറിച്ച് ചർച്ച ചെയ്യാം.
അല്ലാതെ ശരാശരി ഈ മദ്രസയിൽ ഖുർആൻ ക്ലാസ്സോ പരിപാടികളോ ഇവിടെ സജീവമായിട്ടുണ്ട് എന്നാണ് ഞാൻ കേൾക്കാൻ പറ്റിയത്. അള്ളാഹു നിലർത്തി തരട്ടെ. അത്തരം പരിപാടിയിലേക്ക് ഈ നാട്ടിലെ എത്ര ചെറുപ്പക്കാർ വരുന്നുണ്ട്? അല്ലെങ്കിൽ ഇവിടെ വരുന്ന ആണുങ്ങളുടെ പ്രായം എത്രയാണ്? ഒരു 40 വയസ്സ് കഴിയൂലേ ആണുങ്ങൾ വരണമെങ്കിൽ? കഴിയുമല്ലേ? കഴിയും. 14 നിന്ന് 40 ദൂരത്രേ. ഒരു നീണ്ട 10-30 വർഷം നന്നാവാൻ വേണ്ടതൊന്നും കിട്ടിയില്ലെങ്കിൽ ഓൻ പിന്നെ കേടന്നാൽ, ഓൻ നശിച്ചാൽ ഓനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമുക്ക് വേറുള്ളവരെ തലയിൽ കുറ്റമിടാം. അല്ലെങ്കിൽ ഇപ്പൊ മദ്രസ കമ്മിറ്റിയൊക്കെ കണക്കന്നെയാണ്, മദ്രസയിലെ ഉസ്താദന്മാരെ ശ്രദ്ധിക്കണില്ല, ഉസ്താദന്മാരൊക്കെ കണക്കന്നെയാണ്, മര്യാദ പഠിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ പള്ളിയിൽ ഉസ്താദൊക്കെ പേര് കഥയാണ്, പഴയ കാലത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കുറ്റം പറഞ്ഞു ഒഴിവാക്കും. ഒരു കാര്യം ശരിക്കും ആലോചിച്ചോളൂ, ഇത്രേ ചിന്തിക്കണ്ടു. നമ്മുടെ കുട്ടി, നമ്മുടെ മകൾ, നമ്മുടെ മകൻ, ആ കുഞ്ഞു മകനെ മകളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കിയേ. അതിനേക്കാളും കുറച്ചുകൂടെ മുമ്പിലേക്ക് പോയാൽ നമ്മൾ ലേബർ റൂമിന്റെ പുറത്തും ഈ കർട്ടൻ അപ്പുറത്തും മുകളിലും താഴെയുള്ള ഉമ്മമാര് ലേബർ റൂമിന്റെ ഉള്ളിലും. ഒരു പുരുഷനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്ന സമയം, ബേജാറുള്ള സമയം, ഓൾ അതിന്റെ ഉള്ളിൽ നമ്മൾ പുറത്താണെങ്കിൽ. അപ്പോഴും ഉണ്ടായിട്ടില്ലേ ബേജാറ്? ഇല്ല മനുഷ്യന്മാരെ? ഉണ്ട്. അപ്പൊ ഉണ്ടായിട്ടുണ്ടല്ലേ? ശരിക്കും ആലോചിക്കുകയാണ്, നമുക്ക് ഇരുന്നാൽ ഇരിപ്പുറക്കൂല, നിന്നാൽ നിപ്പുറക്കൂല, നമ്മളിങ്ങനെ വല്ലാത്തൊരു ഉലാത്തലാണ്. അപ്പോഴാണ് ഉള്ളിൽ നിന്നൊരു കുഞ്ഞു കരച്ചിൽ കേൾക്കുന്നത്. ആ കുഞ്ഞു കരച്ചിൽ കേൾക്കുമ്പോ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കും. അല്പസമയത്തിന് ശേഷം ഒരു കുഞ്ഞു ടർക്കിയിൽ പുതച്ചുകൊണ്ട് നെയ്സ് ഇങ്ങനെ കൊണ്ടുവരുന്നു. ദാ ആയിഷ പ്രസവിച്ചേ, ആമിന പ്രസവിച്ചിട്ടുണ്ടേ, ഖദീജ പ്രസവിച്ചേ, ആൺകുട്ടിയാണേ പെൺകുട്ടിയാണേ? ആളുകളാരാ? നമ്മുടെ ഉമ്മ ഓടിപ്പോകും, ആ കുഞ്ഞുമോളെ നമ്മളെ കയ്യിലേക്ക് ഇങ്ങനെ തരും. നമ്മളിങ്ങനെ നോക്കും, മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. ആ കുഞ്ഞു മുഖം കണ്ടിട്ട് എല്ലാവരുടെ കണ്ണുകളും നിറയും, വലിയ സന്തോഷത്തിലാണ്. ഉമ്മമാര് പറയാൻ തുടങ്ങും, ദാ നെറ്റി വല്ലിപ്പാൻ്റെതാണേ, മൂക്ക് അത് ഓളെ കുടുംബത്തെ താലേ, ചെവി അത് എളാപ്പാക്കുള്ളതാണ്, വല്ലിപ്പാക്കുള്ളതാണ്, മറ്റേത് മൂത്താപ്പാക്കുള്ളതാണ്. ഇതൊക്കെ നമ്മളിങ്ങനെ ഓരിച്ചു കൊടുക്കും കുട്ടീന്റെ ഓരോ കോലൊക്കെ. അന്ന് ആരെങ്കിലും ആ കുട്ടിയെ നോക്കിയിട്ട് പറഞ്ഞോ, ഈ കുട്ടി ഭാവിയിലെ കഞ്ചാവിന്റെ ആളായിരിക്കും, ഇവൻ കള്ളിന്റെ ആളായിരിക്കും, ഇവൻ പെണ്ണുകുടിയനായിരിക്കും, ഇവൻ വാപ്പയും ഉമ്മയും പറഞ്ഞത് അനുസരിക്കാത്ത കുട്ടിയായിരിക്കും, ഇത് ഒളിച്ചോടുന്ന പെൺകുട്ടിയായിരിക്കും എന്നിത്യാദി. ഇന്ന് നമ്മൾ നമ്മുടെ മക്കളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നം അന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല, ആരും പറയൂല. എല്ലാവരും പറയുന്നത് ദൈവത്തിന്റെ വരദാനം, നല്ല കുട്ടി അല്ലേ? എന്നിട്ട് 10-12 വർഷം നമ്മൾ ആ കുട്ടിയെ എങ്ങനെ പോറ്റുമ്പോഴേക്ക് ഏറ്റവും നല്ല ജന്മമായ കുഞ്ഞിനെ അള്ളാഹു നമ്മളെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് നമ്മളായിട്ടൊരു 10-12-15 കൊല്ലങ്ങൾ വളർത്തുമ്പോഴേക്ക് കുട്ടി ഇങ്ങനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആരെന്നെയാണ് ഉത്തരവാദി? നിങ്ങൾ പറയപ്പമാരെ, ആരെന്നെയാണ് ഉത്തരവാദി? നമ്മൾ തന്നെയാണ്. വേറെ ആരും തലയിലിടണ്ട. ഒരു കാര്യം തീരുമാനിച്ചോളൂ, എന്റെ കുട്ടി കേടരാൻ കാരണം ഞാൻ തന്നെയാണ്, വേറെ ഒരു മഖ്ലൂക്കുമല്ല. എന്റെ കുട്ടി കേടരാൻ കാരണം ഞാൻ തന്നെയാണ്, വേറെ ഒരാളുമല്ല. മക്കൾ നന്നാവണമെങ്കിൽ അതിൻ്റെതായ ചില ചിട്ടകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തോന്നിയ പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ ബേജാറാണ്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല ബോധം കൊടുക്കട്ടെ. ശരിക്കും നമ്മുടെ കുട്ടി നന്നാവണമെങ്കിൽ ഓരോ ഉമ്മയും ഉപ്പയും ശ്രദ്ധിച്ചോളൂ, 14 സ്റ്റേജുകളിലൂടെ നമ്മൾ കുട്ടിയെ ശ്രദ്ധിക്കണം. ഒരു കുട്ടിക്ക് ശ്രദ്ധ കിട്ടേണ്ടത് 14 ഘട്ടങ്ങളിൽ ഒരു കുട്ടിക്ക് ശ്രദ്ധ കിട്ടണം. മാക്സിമം അവന്റെ 21ാമത്തെ വയസ്സ് വരേക്കും ശ്രദ്ധ കിട്ടണം. ഒരു കുട്ടി നന്നാവണമെങ്കിൽ വാപ്പ വേണോ? ഉപ്പമാരെ വേണോ? ശബ്ദം കൊണ്ട് ഞാൻ കേട്ടില്ല, വണ്ടിയുടെ ശബ്ദം കൊണ്ട്. ഒരു കുട്ടി നന്നാവണമെങ്കിൽ വാപ്പ ജീവിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഉമ്മമാരെന്ന് പറഞ്ഞു കഴിച്ചിലാണ് സംഗതിയാണ്. കുട്ടിയുടെ വാപ്പ നാട്ടിലില്ലാത്തോണ്ടാണ് ഇത്. ഇപ്പൊ ഓൽക്കൊരു അടിയാണെങ്കിലും അടുത്ത അടി ഇങ്ങക്കാട്ടോ, ബേജാറാവണ്ട. ഒരു കുട്ടി നന്നാവണമെങ്കിൽ വാപ്പ വേണ്ട, ജന്മം നൽകാൻ വാപ്പ ഉണ്ടായാൽ മതി. ഉമ്മ കുട്ടിയുടെ 7 വർഷമേ വേണ്ടൂ, അല്ലെ 6 വർഷമേ വേണ്ടൂ. കുട്ടി നന്നാവണമെങ്കിൽ 6 വർഷമേ വേണ്ടൂന്ന്. പിന്നെ ആരേലൊക്കെ കഫാലത്ത് ഏറ്റെടുക്കാണ്ടായാൽ മതി. വല്ലിപ്പേ, വല്യമ്മ, എളാപ്പേ, മൂത്താപ്പ. 21 വയസ്സ് വരെ ശ്രദ്ധ കിട്ടണം, 14 സ്റ്റേജുകളിലായിട്ട്.
ഞാൻ പ്രധാനമായിട്ട് ഇങ്ങനെ പറയാം. ഒന്നാമത്തെ സ്റ്റേജ്, ഞാൻ എല്ലാം വിശദീകരിക്കുന്നില്ല, പ്രധാനപ്പെട്ടത് മാത്രം പറഞ്ഞു പോകാം. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളോട് അതൊരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മുടെ കുട്ടി നന്നാവണമെങ്കിൽ വാപ്പയും ഉമ്മയും ഒരുങ്ങേണ്ട സമയപ്പാ? എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുങ്ങള്. നമ്മുടെ കുട്ടി നന്നാവണമെങ്കിൽ ഒരു ഉമ്മയും ഉപ്പയും ഒരുങ്ങേണ്ട സമയം എപ്പോഴാണ് എന്ന്? മദ്രസയിലും സ്കൂളിലും ചേർത്തുന്ന സമയം എന്നാണ് ഒരു ഉപ്പാന്റെ അഭിപ്രായം. പിന്നെ എന്തേലും ഒന്ന് പറഞ്ഞ് സഹകരിക്കും. കല്യാണം കഴിക്കുന്ന സമയത്ത് നിന്നാണ് അവരുടെ അഭിപ്രായം. പിന്നെ അതൊന്നല്ല, വേറൊരു അഭിപ്രായമില്ലേ? ഞാൻ സമയം കളഞ്ഞില്ല, ഞാൻ തന്നെ അങ്ങ് പറയാം. ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അവൾ പ്രായമറിയിക്കുന്ന സമയത്താണ് അവൾ നന്നാവേണ്ടത്. ഒരു ആണ് അവൻക്ക് പ്രായപൂർത്തിയെത്തുന്ന സമയത്താണ് അവൻ നന്നാവേണ്ടത്, തനിക്കുണ്ടാകുന്ന മക്കൾ നന്നാവണമെങ്കിൽ. ശരിക്കും ശ്രദ്ധിച്ചോളെ. ഒരു വാപ്പയുടെ 23 ക്രോമസോമും ഉമ്മയുടെ 23 ക്രോമസോമും കൂടി 46 ക്രോമസോമും കൂടിയതാണ് ഒരു കുട്ടി. നമ്മുടെ മക്കളൊക്കെ അങ്ങനെയാണ്. വാപ്പാന്റെ 23 ഉമ്മാന്റെ 23. ഈ വരുന്ന 23 അവന്റെ ഡോമിനന്റ് ജീനാണ്. നമുക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഈ കൗമാരപ്രായത്തിൽ വിവാഹത്തിന് തൊട്ട് മുമ്പുള്ള സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത്, നമ്മുടെ പ്രീ മാരിറ്റൽ സ്റ്റേജിൽ, വിവാഹപൂർവ സമയത്ത് നമ്മൾ കൂടുതൽ കാണുന്നത്, കൂടുതൽ കേൾക്കുന്നത്, കൂടുതൽ അനുഭവിക്കുന്നത്, കൂടുതൽ പറയുന്നത്, കൂടുതൽ ചിന്തിക്കുന്നത്, കൂടുതൽ പിടിക്കുന്നത്, കൂടുതൽ നടന്നു പോകുന്നത് നന്മയിലേക്കാണോ തിന്മയിലേക്കാണോ? ഹറാമാണോ ഹലാലാണോ? ഹലാലാണ് എങ്കിൽ നമ്മളിൽ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന ജീൻ ഹലാലിന്റെ ജീനാണ്, നല്ല ജീനാണ്, ഗുഡ് ജീനാണ്. അതാണ് നമ്മുടെ ഡോമിനന്റ്. ഈ കൗമാരപ്രായത്തിൽ തെറ്റാണ്, തിന്മയാണ് കൂടുതൽ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ചിന്തിക്കുന്നതും പറയുന്നതും നോക്കുന്നതും കാണുന്നതും രുചിക്കുന്നതും നടക്കുന്നതും പിടിക്കുന്നതും ഒക്കെ ഹറാമാണെങ്കിൽ നമ്മളുടെ ഡോമിനന്റ് ജീൻ മോശപ്പെട്ടതാണെന്നർത്ഥം. ഈ മോശപ്പെട്ട 23 അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ വന്ന് 2 മോശപ്പെട്ടത് കൂട്ടിയിട്ട് 46 ആയാൽ പിന്നെ ആ കുട്ടി കേടുന്നതിന് ആരെ നമ്മൾ ഉത്തരവാദിയാവുക? ചില ചിന്ത തീരാന്ന് മാത്രമല്ല. ഞാൻ കൂടുതൽ അതിലേക്ക് പോണില്ല, അതിലൊക്കെ അധികം പ്രായമുള്ളവരുള്ളത്. കൗമാരത്തെ ഡീൽ ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ അതിലേക്ക് വരാം. ചില സൂചന തന്നു മാത്രം. എവിടെ പയച്ചു എന്ന് ഓരോ ഉമ്മയും ഉപ്പയും ചിന്തിക്കണം നല്ലതാണ്. എനിക്ക് എന്റെ കുട്ടി ഇങ്ങനെ ആവാൻ കാരണം എനിക്കോ എന്റെ ഭാര്യക്കോ എന്റെ കുടുംബത്തിനോ എവിടെയെങ്കിലും പയച്ചിട്ടുണ്ടെന്ന് ചിന്തിക്കാൻ വേണ്ടി പറയണം. പിന്നെ പ്രധാനമായിട്ട് പറയുന്നത്, നമ്മളൊരു സ്റ്റേജ് മക്കളുടെ ജനനവുമായി, മക്കളുടെ ജനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഇന്ന് കേരളത്തിൽ 3 രൂപത്തിൽ മക്കൾ ജനിച്ചു വരുന്നു. 3 രൂപത്തിൽ. ഒന്ന്, വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ഉണ്ടായ കുട്ടി. രണ്ടാമത്തത്, ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ കുട്ടി. മൂന്നാമത്തത്, ഉണ്ടായിട്ട് കുടുങ്ങിയ കുട്ടി. ഞാൻ ഇങ്ങനെ പറയാം. ഒന്നാമത്തത്, എന്തായാലും കല്യാണം കഴിഞ്ഞ് ഒരു 6 മാസമായി കഴിഞ്ഞാൽ ദാ ആ കർട്ടന്റെ ബാക്കിലുള്ള ഉമ്മമാര് ആ മകളോട് ചോദിക്കുന്നവർക്കും, എടി ഓം ഇവിടെ ഇല്ലേ, ഓം ബെരലൊന്നുമില്ലേ, എന്തപ്പത് വിശേഷമൊന്നും ഇല്ലാത്തത്, നിങ്ങൾക്ക് തരണില്ല ആണുങ്ങളെ ചോദിച്ചിട്ട് അടങ്ങാറാക്കും ആ ബാക്കിലിരിക്കുന്ന ടീം. നമുക്കൊക്കെ ഒരു ആഗ്രഹമാണ് തുടക്കത്തിൽ ഒരു കുഞ്ഞിക്കാലുണ്ടാവണം. നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കും, അള്ളാഹുവോട് ദുആ ചെയ്യും. അങ്ങനെ അള്ളാഹു നല്ലൊരു കുഞ്ഞിനെ തരും. അൽഹംദുലില്ലാ. ഉണ്ട് എന്നറിഞ്ഞപ്പോ അൽഹംദുലില്ലാ, സന്തോഷം. ഇതാണ് ഒന്നാമത്തെ കുട്ടി. രണ്ടാമത്തെ കുട്ടി ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, നടക്കേണ്ടതൊക്കെ നടക്കും. ഒരു ദിവസം ഓള് നമ്മളോട് പറഞ്ഞു, പിന്നെ എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ട്, വയറ്റിന്റെ ഇവിടുന്ന് കടിവയറ്റുന്നൊക്കെ എന്തെല്ലോ ആകുന്നുണ്ട്, എന്താന്ന് പോലിക്ക് തന്നെ പറയാൻ അറിയില്ലല്ലോ, ഒരു ഛർദിക്കാനൊക്കെ ഉള്ള പോലെ. പിന്നെ നിങ്ങൾ ഞങ്ങാടിയിൽ നിന്ന് വരുമ്പോ ആ സാധനം കൊണ്ടുവരണേ. ആ സാധനം എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ മൂപ്പര് കൊണ്ടുവരും. രാവിലെ നോക്കും, 2 വര പോസിറ്റീവാണ്. ഉണ്ട്, ഇതിലൂടെ ഒരു സാധനം പോകും, ഒരു കൊള്ളിയാൻ മിന്നണ പോലെ പോകും. പിന്നെ നിങ്ങൾ അറിഞ്ഞോ? ഉണ്ടല്ലോ. ഉണ്ടോ? ആയിക്കോട്ടെ, ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്കത് പറഞ്ഞാൽ മതി, ഞാൻ പിന്നെ അങ്ങനെയൊക്കെ നടക്കും. അങ്ങ് എന്ത് കുഴപ്പമില്ലാതൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു? അങ്ങനെ ആണ് തീരുമാനമായി. അങ്ങനെ എന്ത് ചെയ്തു? ഓക്കെ. ഇതാണ് രണ്ടാമത്തത്. വേണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല, ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായതാണ്. എന്നാ മൂന്നാമത്തെ ഒന്നുണ്ട്.
ഒരു പെണ്ണ് ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന 2 സമയം. ഒന്നാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്യാണം കഴിച്ച് 1 വർഷമാകുമ്പോഴേക്ക് ചോദിച്ചിട്ടുണ്ട്, എടങ്ങാറാക്കും അഥവാ ഒന്നുമില്ലെങ്കിൽ. രണ്ടാമത് ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന, ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന സമയം എന്ന് പറഞ്ഞത് ഒരു കുട്ടിയേക്ക് ജന്മം നൽകി ആ കുട്ടിയുടെ മുലകുടി മാറുന്നതിന്റെ മുമ്പ് അടുത്തത് പോസിറ്റീവായാൽ പിന്നുണ്ട് ഉള്ളിക്കൂടെ ഒരു കാളൽ. ചെക്ക് ചെയ്ത് നോക്കി, 2 വര വന്ന് പോസിറ്റീവാണ്. പൊടച്ചോനേന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഒരു സാധനം കയറാനുണ്ട്. പിന്നെ ഓൾക്ക് പേടിയായി, ബേജാറായി, തിന്നാൻ വേണ്ട, ഉറക്കില്ല, ടെൻഷനായി, ആകെ പരാതിയായി. നമ്മളോട് വിളിച്ചു പറയുമ്പോ നമ്മൾ കുറെയൊക്കെ സമാധാനിപ്പിച്ചു നോക്കും. എവിടെ സമാധാനം ഒതുങ്ങുമോ? എല്ലായിടത്തുനിന്നും കിട്ടുന്നത് ഞാൻ ഇപ്പൊ പറയുന്ന കാര്യം ജിങ്ങനെ നോക്കിട്ടല്ലേ ഓല് പറഞ്ഞ വർത്താനാട്ടോ അപ്പുറത്തുള്ളോല്. പ്രസവം കഴിഞ്ഞ് 90 ആവുമ്പോഴേക്ക് നിങ്ങളെ ഭാര്യന്റെ വീട്ടിലേക്ക് പോയി നോക്കിയാണി അമ്മായിമാനെ 3 കോലം വേറെ ആയിരിക്കും. ആണുങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാണില്ലേ എന്തേ കാരണം? ഞാൻ അത്രേ പറഞ്ഞോളൂ, അത്രയ്ക്ക് ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി. പൊതു സഹസായി പോയി. ഒരു ഹാളിലാണെങ്കിൽ കുറച്ചുകൂടി പറയാണ്ടായിരുന്നു. ശ്രദ്ധിക്കേണ്ടത് വേണം. പക്ഷെ ഇങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓളെ മനസ്സിൽ പഠിച്ചവനെ കുടുങ്ങിയല്ലോ. ഞാൻ എന്താ കാട്ടുക? ഓളെ അയലത്ത് പോയിട്ട് പറഞ്ഞത്, എടി ഞാൻ കുടുങ്ങിയെന്ന തോണി, എന്താ ചെയ്യാ എനിക്ക് അറിയണില്ല, ആകെ എന്റെ കയ്യും കാലൊക്കെ കുഴഞ്ഞു പോണ്. നമ്മളോ അങ്ങാടി പോയിട്ട്, എടാ പെട്ടൂന്ന തോണ്, കുടുങ്ങിന്ന തോന്നടാ, എടാ എന്താ ചെയ്യാ, എന്തെങ്കിലും വലിയ ഓപ്ഷൻ ഉണ്ടടാ, ഏതെങ്കിലും ഡോക്ടർമാരുണ്ടോ, നമ്പർ ഉണ്ടടാ എൻ്റെ അടുത്ത്, അടാ നീ അവിടെ പോയി നോക്ക്, ഇവിടെ പോയി നോക്ക്. കുറെ ഡോക്ടർമാരുടെ അടുത്ത് പോയി നോക്കും. ഓല് പറയും ഞങ്ങൾക്ക് കുട്ടികളെ കൊല്ലുന്ന പണിയല്ല, ജീവൻ ഒപ്പിക്കണ പണിയാണ്. അവസാനം അടച്ച് ഡോക്ടറെ അടുത്തേക്ക് ക്ലിനിക്ക് പോകണ്ടടാ, വീട്ടിലേക്ക് പോട്, എന്തെങ്കിലുമൊക്കെ കിട്ടുമോ, സംഗതി റെഡിയാവും. എവിടത്തൊക്കെ നടന്നു നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. അവസാനം നമുക്ക് ഈമാൻകാര്യത്തിൽ 6-ാമത്തതാണ് വിശ്വാസം വരും. അതുവരെ നമുക്ക് ഈമാൻകാര്യത്തിൽ 5 വിശ്വാസമുള്ളൂ. ഈമാൻകാര്യത്തിൽ 6-ാമത്തത് എല്ലാം പടച്ചോനിൽ നിന്നാണല്ലോ, എന്നാലും പടച്ചോന്റെ കഥായല്ലേ, മനസ്സിലായോ? നമ്മളൊക്കെ നടന്നിട്ട് എല്ലാ നിലക്കും പരാജയപ്പെട്ടാൽ പിന്നെ ഈമാൻകാര്യത്തിൽ 6-ാമത്തത് ശരിയായിട്ടില്ലേ, പടച്ചോന്റെ തീരുമാനമല്ലേ, എന്നാ പിന്നെ സഹിക്കുക, 2 പേരോട് സഹിക്കും. ഒരു കാര്യം ആലോചിച്ചോളൂ, ഇന്ന് കേരളത്തിൽ ജനിച്ചു വരുന്ന മക്കളിൽ 90% ജനിപ്പിച്ച കുട്ടികളല്ല, ജനിച്ചു വന്ന കുട്ടികളാണ്. അത് 2-ാമത്തതോ 3-ാമത്തതോ ആയിരിക്കും. ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അള്ളാഹു ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ട് 4 വർഷം കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷം കുട്ടികൾ ഇല്ലാതായി നോക്കണം, കുട്ടിന്റെ വില അറിയാൻ. നമുക്കിങ്ങനെ ഓഫറിൽ കിട്ടിയതുകൊണ്ട് അതിന്റെ വില അറിയില്ല. കുട്ടിന്റെ വില അറിയണമെങ്കിൽ ഇല്ലാതായി നോക്കണം. എത്ര ലക്ഷങ്ങളും നമ്മൾ ചെലവഴിക്കും. ഇനി ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയിട്ട് വഴിപാട് നടത്തിയാൽ മക്കൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നിട്ടെങ്കിലും, നമ്മുടെ വിശ്വാസം തകർത്തിട്ട് അവിടെ ചെന്നിട്ടെങ്കിലും അങ്ങനെയും ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ പോയി നോക്കും, പറഞ്ഞിട്ടിട്ട് നമ്മൾ പോകും. ഇങ്ങനൊക്കെ പോയിട്ട് ഉണ്ടാക്കുന്ന നമ്മൾ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോഴേക്ക് ആ കുട്ടിനെ കൊണ്ട് കുടുങ്ങിയല്ലോ എന്നാണ് ഉമ്മയും ബാപ്പയും ചിന്തിക്കണമെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ആ കുട്ടിനെ കൊണ്ട് എന്തായാലും കുടുങ്ങും, ഭാവിയിൽ കുടുങ്ങും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. ഇനി സ്റ്റേജ് ഇങ്ങനെ കയറി പോവാണ്. ഇനി ഉമ്മ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കുട്ടി, ഒരു ഉമ്മ ഗർഭിണിയാകുന്ന സമയത്ത്, ഒരു മരുമകൾ ഗർഭിണിയാകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആ ഭാര്യക്ക്, ആ മരുമകൾക്ക് അവൾ താമസിക്കുന്ന വീട്ടിൽ സന്തോഷം കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഭർത്താവിനിക്കാണ്. മാനസികമായ ശാരീരികമായ സന്തോഷം ആ വീട്ടിൽ നമ്മൾ ഒരുക്കി കൊടുക്കണം. നല്ലോണം ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. അതിന് പറ്റുന്ന രൂപത്തിലേക്ക് നമ്മൾ നമ്മുടെ ഉമ്മയെ മാറ്റണം, നമ്മുടെ പെങ്ങളെ മാറ്റണം. അവളുടെ അമ്മായിമ്മയെയും അവളുടെ നാത്തൂനെയും നമ്മളായിട്ട് അത് പറഞ്ഞ് റെഡിയാക്കി എടുക്കണം എന്ന്. ഒരു ആണിന്റെ ഉത്തരവാദിത്തമാണ് സ്വന്തം വീട്ടിൽ കഴിയുന്ന ഭാര്യയ്ക്ക് സന്തോഷമുള്ള ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടാക്കുക എന്ന്. പണ്ടത്തെ രാജാക്കന്മാരൊക്കെ പ്രിയതമക്ക് ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ അവളെ പ്രത്യേകിച്ച് നല്ല ഒരു വീട്ടിലേക്ക് മാറ്റും. വാദ്യോപകരണങ്ങളും നല്ല ഭക്ഷണങ്ങളും നല്ല തമാശകളും സന്തോഷം മാത്രം കിട്ടുന്ന ഇടത്തേക്ക് ആ സഹോദരിയെ മാറ്റും. എന്തിനു വേണ്ടിയിട്ടാ? ഈ രാജാവിനെ പ്രതിനിധീകരിക്കുന്ന ഒരു രാജകുമാരന് ജന്മം നൽകണമെങ്കിൽ അതിനെ, ആ വിത്ത് വളർന്നു വരുന്ന ഭൂമിയിൽ സന്തോഷമുണ്ടായിരിക്കണം, നല്ല വിളവുകൾ ലഭിക്കണം, നല്ല വളങ്ങൾ ലഭിക്കണം, നല്ല പരിപാലനവും സ്നേഹം ലഭിക്കണം. ആ തലത്തിൽ നമ്മളെ വീട്ടിലുമാവണം.
ഇന്നോ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും മരിക്ക് സുഖം ഉണ്ടാവോ? മരുൾക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ വീട്ടിലെ മരുമകൾക്ക് ഈ ഒരു സന്തോഷം അവസ്ഥ നമ്മൾ വീട്ടിൽ കൊടുക്കാറുണ്ടോ? ഇല്ലേ? പലപ്പോഴും നമ്മുടെ ഭാര്യമാരും അവരും ഫൈറ്റിലാണോ? അല്ലേ? നമ്മുടെ വീട്ടിൽ നമ്മുടെ പെങ്ങന്മാരും അവരും ഫൈറ്റിലാണോ? അല്ലേ? അമ്മായിമ്മ മരുമകൾ പ്രശ്നം എന്ന് പറയുന്നത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി. എത്ര കേസുകളാണ് നമ്മുടെ അടുത്തേക്ക് കൗൺസിലിങ്ങിന് വേണ്ടി വരുന്നത്? വ്യാപകമായിട്ട് ഫാമിലി കൗൺസിലിംഗിൽ വരുന്ന കേസുകൾ. പലപ്പോഴും സ്ത്രീകൾക്ക് വരുന്ന മാറാത്ത തലവേദന, മാറാത്ത ഊരവേദന, മാറാത്ത പിരടി വേദന, മാറാത്ത കാലിന്റെ പൂറ്റി വേദന, ഇങ്ങനെ കുറെ വേദനയിട്ട് വരും. ഇതൊക്കെ എങ്ങനെ ഉണ്ടാകുന്നതാ? സ്കാൻ ചെയ്താൽ ഉമ്മ അങ്ങക്കൊരു കുഴപ്പമില്ല, ബ്ലഡ് ചെക്ക് ചെയ്തു ഒരു പ്രശ്നമില്ലേ, തൊലി ചെക്ക് ചെയ്തു അതിനും കുഴപ്പമില്ല, എല്ല് ചെക്ക് ചെയ്തു അതിനും കുഴപ്പമില്ല, ഡോക്ടർമാർ നോക്കിയിട്ട് ഒരു കുഴപ്പം കാണില്ല, എന്ന ആൾക്ക് നല്ല വേദന ഉണ്ട് താനും. മനസ്സിന്റെ സങ്കടം സപ്രസ് ചെയ്ത് ദാറ്റ് വിൽ സപ്രസ്, ഇറ്റ് വിൽ കം, ഇറ്റ് വിൽ ഔട്ട്കം. അത്രേ ഉള്ളൂ. സപ്രസ് ചെയ്ത് ഔട്ട്കം ആയിട്ട് പൊട്ടിത്തെറിക്കും, ഔട്ട് വേസ്റ്റ് ആകും. അതിങ്ങനെ പെയിൻ ആയിട്ട് സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറയുന്ന ഇത്തരം അസുഖങ്ങളായിട്ട് ആ അസുഖം മാറി വരും. ഗുളിക കുടിച്ചാൽ മാറാത്ത അസുഖങ്ങൾ അതൊക്കെ. അതിന് ഗുളികല്ല കുടിക്കേണ്ടത്, മനസ്സിന് തെറാപ്പി ചെയ്തിട്ട് ഒഴിവാക്കേണ്ടതൊക്കെ ഒഴിവാക്കണം എന്ന തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പലരും ഇന്ന് കണ്ണീര് കുടിച്ച് സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൃഹാന്തരങ്ങളിൽ. ആ തലത്തിലാണോ? ഒരു കാര്യം ഉറപ്പിച്ചോളൂ, തന്റെ കുട്ടി അല്ലെങ്കിൽ തന്റെ ആൺമകന്റെ, തന്റെ മകനിക്കുണ്ടായ കുട്ടി, തന്റെ പേരക്കുട്ടി സന്തോഷമുള്ള അവസ്ഥയിലേക്കല്ല പോവുക, വളരെ മോശപ്പെട്ട രീതിയിലായിരിക്കും അവന്റെ അവസ്ഥ ഉണ്ടാവുക. ഉമ്മയുടെ പൊക്കിൾ കൊടിയും ഈ കുട്ടിയുടെ മനസ്സും തമ്മിൽ കണക്റ്റഡ് ആണ്. ഉമ്മയുടെ മനസ്സും കുട്ടിയുടെ മനസ്സും തമ്മിൽ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഉമ്മയുടെ മനസ്സിൽ കിട്ടുന്ന കൃത്യമായ സന്തോഷവും വികാരങ്ങളും വിചാരങ്ങളും ഈ കുട്ടിയിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. ബക്കിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലെ പഠനത്തിൽ പ്രകാരം ഉമ്മ കഴിക്കുന്ന ഭക്ഷണം കുട്ടിയെ സ്വാധീനിക്കുന്ന പോലെ ഒരു ഉമ്മയുടെ ചിന്തയും കുട്ടിയെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് നല്ലൊരു അന്തരീക്ഷം നമ്മൾ അവിടെ ഉണ്ടാക്കണം. ഞാൻ അമ്മായിമ്മ പ്രശ്നത്തിലേക്കും അമ്മശങ്ക പ്രശ്നത്തിലേക്കും ഇപ്പൊ കടക്കുന്നില്ല. അത് പറയണ്ടല്ലോ, പറയണോ? വേണ്ട, വളർത്തിലേക്ക് ഇങ്ങനെ പോവാം. നമുക്ക് അത് തുടങ്ങിക്കഴിഞ്ഞാൽ ചില നിൽക്കൂല, അരമണിക്കൂറിന് അതിനെ തന്നെ വേണ്ടിരും. അത്രമേൽ ഗൗരവമുള്ള വിഷയമാണ്. ഒരു കാര്യം ബേസിക് ആലോചിച്ചോളൂ. നമ്മളെ കുട്ടിക്ക്, നമ്മളെ ഭാര്യ പ്രസവിച്ച നമ്മളെ കുട്ടിക്ക് മുല കൊടുക്കൽ ഓൾക്ക് നിർബന്ധമില്ല, അതിന്റെ കടമ ഭർത്താവായ നമുക്കാണ് എന്ന്. ഓള് പറയാണ്, നിങ്ങളെ കുട്ടിക്ക് ഞാൻ മുല കൊടുക്കണമെങ്കിൽ മാസം 10,000 റുപ്യ തരണം എന്ന് പറഞ്ഞ കൊടുത്തോളണമെന്ന്. ആണുങ്ങളെ മനസ്സിലാകണ്ടോ നിങ്ങൾക്ക്? വല്ലാണ്ട് പറഞ്ഞാൽ കൊടുങ്ങൂല, ഇങ്ങനത്തെ പറയണ്ടല്ലേ. ഇങ്ങനെയാണെങ്കിൽ നമ്മളെ ഉമ്മാനും ഉപ്പാനും നോക്കണ ഡ്യൂട്ടി ഓക്കല്ല, നമുക്കാണ് എന്ന്. ഓളെ ഡ്യൂട്ടി നമ്മളെ നോക്കലാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ ഇശ നിസ്കാരം കഴിഞ്ഞ് പരിക്കല്ലുമ്പോ, ലോഹർ നിസ്കാരം കഴിഞ്ഞ് പരിക്കല്ലുമ്പോ എന്താ ഉമ്മ പറയല്? നമ്മളെ ഭാര്യ എന്താ പറയല്? മോളെ വാപ്പ വന്നിങ്ങനെ ചോറ് വിളമ്പി കൊടുത്താളെ. ശരിയാണോ? ശരിയല്ലേ? ശരിയാണ്. വാപ്പ വന്നിട്ട് ചോറ് വിളമ്പി കൊടുത്താളെ. ചോറ് വിളമ്പി കൊടുക്കുന്ന ഡ്യൂട്ടി ഓക്കല്ലേ? ഓക്കല്ല, ഭാര്യക്കാണ്. നമ്മൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഭാര്യക്കാണ് നമുക്ക് ഭക്ഷണം തരേണ്ട കടമ, മരോൾക്കല്ല. മരോൾക്ക് ഉമ്മനെ നോക്കേണ്ട ഒരു ആവശ്യമില്ല. ഓലെ മഹല് ഫലം കിട്ടിയാൽ അത് കിട്ടിയത് ലാഭം കൂട്ടിക്കോളൂ. ഇത് കട്ടൻ ചായ രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞ് നമ്മൾക്ക് വീട്ടിൽ എത്തുമ്പോൾ കിട്ടിയില്ലെങ്കിൽ നമ്മളെ മുഖം കറക്കാണ്. ഓള് നീച്ചിട്ടില്ലല്ലേ? നമ്മളെ ഭാര്യ അവിടെ ഉണ്ടാവും, ഓൾക്കാണ് കടമ, മരോൾക്കല്ല നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കി തരേണ്ടത്. ആ മരോള് രാത്രി ഉറങ്ങിയിട്ടുണ്ടോ? കുട്ടി ഓളെ ഉറങ്ങാൻ അയച്ചിട്ടുണ്ടോ? ഓക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് രാവിലെ പള്ളിയിൽ നിന്ന് വരുമ്പോൾ ചായ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഓളോട് പിന്നെ മുഖം കറുപ്പിച്ച് ചൂടാവുകയാണ്. എന്തൊരു വിരോധാഭാസം അത് ആലോചിക്കേ. പറയുകയാണെങ്കിൽ കുറെ അതുമായി ബന്ധപ്പെട്ട് പറയണം. ഞാൻ അതിലേക്ക് നിങ്ങൾ വേഗം വിഷയം മാറ്റണം, അതാ നല്ലത്. നല്ലോണം ശ്രദ്ധിച്ചോളൂ. വീട്ടിൽ സന്തോഷം അവർക്ക് കൊടുക്കണം. സന്തോഷം കൊടുത്ത് അങ്ങനെ വരുന്ന സമയത്ത് ഒരു ഉമ്മയുടെ ചിന്തകളൊക്കെ നന്നാക്കിയിട്ട് പ്രസവവും ശ്രദ്ധിക്കണം. ജനിച്ച ഉടനെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇക്കാമത്തും എന്ന് പറയുന്ന സിസ്റ്റം അത് വളരെ പ്രധാനമാണ്. നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പ്, നമ്മുടെ ഹൃദയം ആദ്യമായി പ്രവർത്തനം ആരംഭിക്കുന്നത് ആദ്യം കേൾക്കുന്ന ശബ്ദത്തിലെ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ കൊണ്ടാണ്. അതുകൊണ്ട് കുട്ടി ആദ്യം കേൾക്കുന്ന ശബ്ദം വളരെ പ്രധാനമാണ്. അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ബാങ്കിലെ അല്ലാ എന്ന ശബ്ദത്തിലുള്ള EMP ഇലക്ട്രോ മാഗ്നറ്റിക് പവറിന്റെ ആ വൈദ്യുത തരംഗ, കാന്തിക തരംഗം കൊണ്ട് നമ്മുടെ കുട്ടിയുടെ ഹൃദയം പ്രവർത്തനം ആരംഭിച്ചാൽ ആ ഹൃദയത്തിൽ എന്നും അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാകും. മരിക്കുമ്പോ ആ അള്ളാന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് മരിക്കാനും പറ്റും.
ഇന്ന് സർക്കാർ ആശുപത്രിക്ക് കൊണ്ടുപോയി നമുക്ക് വലിയ മോശമാണ്. പേരുകെട്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമുക്ക് വലിയ ക്രെഡിറ്റാണ്, അഭിമാനമാണ്. വളരെ താഴ്ന്നൊരു ഹോസ്പിറ്റലിൽ ഏതെങ്കിലും നല്ല ഡോക്ടർമാർ ബാങ്ക് കൊടുക്കുന്നുണ്ട് പ്രസവശേഷം എന്ന് കേട്ടാൽ നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും? ഇല്ല, പേരുകെട്ട ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊണ്ടുപോകും. അതൊക്കെ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന സംഗതിയാണ്. അതും കഴിഞ്ഞ് ഒരു ഉമ്മ കുഞ്ഞിനിക്ക് മുല കൊടുക്കുന്ന സമയം ശ്രദ്ധിക്കണം. കുഞ്ഞിനിക്ക് മുല കൊടുക്കുന്ന സമയം നല്ലോണം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഒരു കുട്ടി നന്നാവണമെങ്കിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 3 വർഷത്തിൽ ഒന്നാമത് പ്രഗ്നൻസി പീരീഡ് ആണ്. പ്രഗ്നൻസി പീരീഡ് എന്ന് പറഞ്ഞാൽ വാപ്പയുടെ എഗ്ഗും വാപ്പയുടെ സ്പേമും ഉമ്മയുടെ എഗ്ഗും കൂടെ ഇത് രണ്ടും കൂടി സൈക്കോട്ടായി, സിക്താണ്ഡമായി, ഭ്രൂണമായി അതങ്ങനെ ഫെലോപ്പിയൻ ട്യൂബിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചിട്ട് ഓവറിൽ നിന്ന് വിരിഞ്ഞു വരുന്ന ആ എഗ്ഗിന്റെ അടുത്തേക്ക് പോയിട്ട് ഇങ്ങനെ കണ്ടുമുട്ടി അതിലെ ആ ബ്രെയിൻ കോശം, നമ്മുടെ ബ്രെയിൻ കോശം മാത്രം ഉള്ളിലേക്ക് കയറി ആ വാല് മുറിഞ്ഞു പോയിട്ട് അത് പിന്നെ കോസ്മിക് എനർജി ഫ്യൂഷൻ നടന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഭ്രൂണമായി വലുതായി വരുന്ന സമയം ഏകദേശം 271 ദിവസം, അല്ലെങ്കിൽ 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും 9 മിനിറ്റും 9 സെക്കൻഡും. ഈ ഒരു സമയം അത് ഫെലോപ്പിയൻ ട്യൂബിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് അണ്ടവാഹിനിക്കുഴലിലൂടെ വന്ന് ഗർഭാശയത്തിലേക്ക് എത്തി അതിങ്ങനെ വലുതായി വരുന്ന അന്ന് മുതൽ ഉമ്മ നല്ലോണം ശ്രദ്ധിക്കേണ്ട 1 വർഷം, പ്രസവിക്കുന്നത് വരെയുള്ള ആ 1 വർഷം ശരാശരി. പിന്നെ ഇൻഫാൻസി സ്റ്റേജ് എന്ന് പറയുന്ന കുട്ടിയുടെ മുല കൊടുക്കുന്ന സമയം, ഈ 3 വർഷം നന്നായി ഒരു ഉമ്മ ശ്രദ്ധിച്ചാൽ മക്കൾ നന്നാവും. എങ്ങനെ മുല കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ഏറ്റവും പുണ്യമുള്ള സമയം ഒരു ദിവസത്തിന്റെ പ്രഭാതമാണ്. അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന സമയം സുബഹിക്ക് മുമ്പുള്ള സമയമാണ്, വഖ്തു സഹർ. ഇന്ന് ഫുട്ബോൾ ടർഫുകളൊക്കെ ഉള്ള സമയത്ത് ഈ കാലഘട്ടത്തിൽ 2 മണി 3 മണി വരെ നായ്ക്കളെ പോലെ നമ്മൾ ഉറക്കവെച്ച് നമ്മുടെ കുട്ടികളെ ഉറക്കവെച്ചിട്ട് ഓന്റെ സുബിഹി വഖ്തു സഹർ 8 മണിക്കും 9 മണിക്കുമാണ്. സുബിഹി കലാക്കണ കുട്ടികള്. ഫുട്ബോൾ ടർഫൊക്കെ നല്ല തന്നെയാണ്. സൈബർ കളിക്കളത്തിൽ നിന്ന് ഗ്രൗണ്ട് കളിക്കളത്തിലേക്ക് നമ്മൾ മക്കളെ കൊണ്ടുപോകണം, ശരി തന്നെയാണ്. ഫുട്ബോൾ ടർഫിലേക്ക് പോണിനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിസ്കാരം ഖള ആക്കിയിട്ടും നല്ല സമയം തിന്മക്ക് വേണ്ടി അത്തരം ഔറത്ത് കാട്ടിയിട്ടുള്ള കളികളെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. ശരിക്കു വേണ്ടത് ആ ബൂട്ടും ആ ടർഫ് പച്ചപ്പുല്ലും നല്ല വേണ്ടത് മണ്ണിലിറങ്ങി കളിക്കുക വേണ്ടത്. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ സ്കൂളുകളിൽ ക്ലേ പ്ലേ സ്കൂൾ അല്ലെങ്കിൽ ക്ലേ പ്ലേ റൂം, കളിമണ്ണിന്റെ പ്ലേ റൂം. നിങ്ങൾക്ക് മനസ്സിലാകണ്ടോ? പണ്ട് കളിമണ്ണിൽ നിന്ന് നമ്മൾ ടൈലിലേക്കും മാർബോണൈറ്റിലേക്കും മാർബിളിലേക്കും ഗ്രാനൈറ്റിലേക്കും മാറിയ അവർ പണ്ടേ അതിലേക്ക് എത്തിയപ്പോൾ അവരിപ്പോ തിരിച്ച് മണ്ണിലേക്ക് തിരിച്ചു പോവാണ്. അക്യുപഞ്ചറിന്റെ ഭാഗമായിട്ട് പലരും ഒരു ആണി പോലത്തെ സൂചിയുള്ള ഒരു പലകമലൊക്കെ ഇങ്ങനെ ചവിട്ടി നിൽക്കാറില്ലേ? ഡോക്ടർമാർ പറയാറില്ലേ? മണ്ണിലൂടെ ചെരുപ്പില്ലാണ്ട് നടക്കാൻ വേണ്ടി പറയാറില്ലേ? ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്തരം ഒരുപാട് സംവിധാനങ്ങൾ ചെയ്തേ പറ്റൂ, ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഈ കുട്ടി രാവിലെ സുബഹി സമയത്ത് ഏത് കുട്ടിയും ഉണർന്നിരിക്കും. മുല കുടിക്കുന്ന 2 വർഷം പ്രായമാകാത്ത കുട്ടിയാണോ, ഒരു കാര്യം ഉറപ്പിച്ചോളൂ, സുബഹിക്ക് മുമ്പ് അവർ ഉണർന്നിരിക്കും. പിന്നെന്താ ചെയ്യാ? ഉമ്മ തൊട്ടിലിൽ നിർത്തിട്ട് പമ്പേസ് ഇട്ടെങ്കിൽ ഒപ്പം കെടുത്തും. എന്നിട്ട് ഇതാണ് കീച്ചിട്ടാണ് വെച്ചുകൊടുക്കും. കുട്ടിക്ക് ജനറേറ്റർ ഓണാക്കി കൊടുത്തിട്ട് കുട്ടി എങ്ങനെ വലിച്ചു കുടിക്കും. ഉമ്മ നന്നായിട്ട് ഉറങ്ങും ചെയ്യും. ശരിക്കും ആലോചിച്ച് നോക്ക്. താഴത്തുനിന്ന് നമ്മുടെ ഉമ്മ അല്ലെ ഇവളുടെ അമ്മായിമ്മ പറഞ്ഞെന്താ, ആ കുട്ടി ഓക്ക് ഉറങ്ങാനൊരു സൗകര്യം കൊടുക്കൂല അല്ലെ? ഉമ്മാരൊക്കെ പറഞ്ഞ വർത്താനം അങ്ങനല്ലേ? ആ പെണ്ണിന് ഉറങ്ങാനൊരു സൗകര്യം കൊടുക്കൂല, രാവിലെ തന്നെ എണീക്കും എന്നൊക്കെ കുറ്റം പറയാൻ ചെയ്യാ കുട്ടിനെ. അള്ളാഹു ജന്മന സുബഹിക്കുമ്പോ ഉണരണമെന്നാണ് ഓരോ മനുഷ്യനും സോഫ്റ്റ്വെയർ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മളായിട്ട് ആ സമയത്ത് മുല കൊടുത്തിട്ടും താരാട്ടുപാട്ട് പാടിയിട്ടൊക്കെ ഉറക്കി ശീലിപ്പിക്കുകയാണ്. പിന്നെ മദ്രസിൽ നാളെ ചേർത്തിട്ടുണ്ടെങ്കിൽ തലേന്നാണ് നമ്മൾ വിളിച്ചോട്ട് ഉണർത്ത്, എന്റെ ഉറക്കൊന്നും നടക്കൂല, നാളെ മദ്രസക്ക് നേരത്തെ നീച്ചോളേണ്ടിന്ന്. കുട്ടിക്ക് 6:30 മദ്രസയാണെങ്കിൽ 6:15 ഉമ്മ നീക്കുക. എന്തേ മോനെ മദ്രസക്ക് നേരം വൈകി? എണീക്കാൻ വൈകി. എന്താ എണീക്കാൻ വൈകി? ഉമ്മ എണീക്കാൻ വൈകി. എന്താ ഉമ്മ എണീക്കാൻ വൈകി? ഉമ്മച്ചിക്ക് നിസ്കാരമില്ല. അപ്പൊ നിസ്കാരമില്ലെങ്കിൽ നേരത്തെ എണീക്കരുതെന്ന് ആരാ പറഞ്ഞു? ഒരു മുഅ്മിനാണോ ആ സമയത്ത് ഉണർന്നിരിക്കണം, ഒരു മനുഷ്യനാണോ ആ സമയത്ത് ഉണർന്നിരിക്കണം. ഇന്നത്തെ ചികിത്സാ രീതികൾ, ആൾട്ടർനേറ്റ് ചികിത്സാ രീതികളൊക്കെ പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ബയോളജിക്കൽ ക്ലോക്ക് പ്രകാരം
3 മണി മുതൽ 5 മണി വരെയുള്ള സമയം ഏറ്റവും നന്നായി ബ്രീത്ത് ചെയ്യേണ്ട, ശ്വാസം വലിച്ചു വിടേണ്ട സമയമാണ്. AC ഒക്കെ ഓഫാക്കി ബെഡ്റൂമിൽ നിന്നൊക്കെ പുറത്തിറങ്ങിയിട്ട് പ്രാണവായുവിനെ ഭുജിക്കേണ്ടുന്ന, ബ്രീത്തിങ് ചെയ്യേണ്ടുന്ന, നന്നായി ശ്വാസം വലിച്ചു വിട്ട് എനർജി സംഭരിക്കേണ്ടുന്ന സമയം ആ സമയമാണ്. ആ സമയത്ത് നമ്മൾ മൂടിപ്പേച്ച് സുഖമായിട്ട് കിടന്നുറങ്ങണ നേരം. നേരത്തെ ഉറങ്ങി നേരത്തെ എണീക്കുന്ന ശീലം, ഇതാണ് മനുഷ്യന്റെ ഒരു ചിന്ത, ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. ഈ തരത്തിലേക്ക് നമ്മൾ മാറണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ സുബഹിക്ക് സമയത്ത് കുട്ടി ഉണരുമ്പോ ഉമ്മ എണീറ്റ് ബാത്റൂമിൽ പോയി മൂത്രമൊഴിച്ച്, നല്ല സമയമാണെങ്കിൽ ഒളൂ ചെയ്ത്, പല്ല് തേച്ച് ഒളൂ ചെയ്ത് ബെഡ്റൂമിൽ വന്ന് കിബിലക്ക് നേരെ തിരിഞ്ഞിരുന്ന് ബിസ്മി കുട്ടി കേൾക്കെ ചൊല്ലി വലത് മുല ആദ്യം കൊടുത്ത് പിന്നെ ഇടത്തെ മുല കൊടുത്ത് കുട്ടി കേൾക്കെ ഹംദ് പറഞ്ഞ് നല്ലോണം ഒന്ന് ശീലിപ്പിച്ചു നോക്കൂ. ആ കുട്ടി നന്നാവാൻ നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട. മനസ്സിലാണില്ലേ? ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട സംഗതികൾ. കുട്ടി നന്നാവണമെങ്കിൽ കുറെ വലുതായിട്ട് കുട്ടികൾ പിന്നെ തോന്നിയ പോലെ ആകുമ്പോ പിന്നല്ല പെരക്കം പായേണ്ടതും നെട്ടോട്ട് ഓടേണ്ടതും പിന്നല്ല കൗൺസിലർ അടുത്തേക്ക് ഓടേണ്ടതും ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്പുകൾ ഇങ്ങനെ ശ്രദ്ധിച്ചു പോരണമെന്ന് നല്ലോണം ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. അതുകൊണ്ട് ഈ സമയത്ത് മുല കൊടുക്കുന്നത് നല്ലോണം ശ്രദ്ധിക്കണം. ശുദ്ധിയില്ലാതെ ഒരിക്കൽ പോലും നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ മുലപ്പാല് കൊടുക്കരുത്. ഉമ്മമാര് ശ്രദ്ധിക്കേണ്ടതാണ്. പാവം കൊച്ചു മകനോ മകളോ ഇങ്ങനെ കരയും ഉമ്മയുടെ മാക്സിന്റെ തല പിടിച്ചിട്ട്. അല്ല, പാവം തൊട്ടിൽ നിന്ന് കരഞ്ഞാലോ ഈ മരുമകൾക്ക് കുട്ടിനെ എടുക്കണമെന്നുണ്ട്. പക്ഷെ വീട്ടിലെ ഉമ്മനെ പേടിച്ചിട്ട് എന്ത് ചെയ്യും? ഈ പണിയൊക്കെ തീർത്തിട്ടേ പോകൂ. സ്വന്തം മാക്സി തല പിടിച്ചിങ്ങനെ കരയുന്ന കുട്ടിയെ എടുക്കണമെന്നുണ്ട്, ഓമനിക്കണമെന്നുണ്ട്, കുട്ടിയെ പരിഗണിക്കണമെന്നുണ്ട്. പക്ഷെ പണി തീർന്നില്ലെങ്കിൽ പിന്നെ വരുമ്പോഴേക്ക് വീട്ടിലെ ഉമ്മാന്റെ കോലം മാറും, മുഖം കടന്നിൽ കുത്തിയ പോലെയാകുമെന്ന് പേടിച്ചിട്ട് പലപ്പോഴും വേഗം പണിയെടുത്ത് തീർക്കും. എന്നിട്ട് ഈ കരയുന്ന കുട്ടിയുടെ തോളും പിടിച്ചിട്ട് ഒരു ബാണം പൊട്ടുള്ള ഒരു പോക്കാണ് റൂമിക്ക്, ബെഡ്റൂമിക്കാണ് പോയിട്ട് വാതിൽ ഉറക്കരണ്ടടുക്കും. ആ ഉറക്കടച്ചതിന്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നിട്ട് കട്ടുമ്മക്കാണ് കിടന്നിട്ട് കുട്ടിക്കാണ് വെച്ചുകൊടുക്കും. എന്നിട്ട് മനസ്സിലാ സങ്കടം ഇങ്ങനെ സപ്രസ് ചെയ്യും. ഉള്ളിലിങ്ങനെ കടിച്ചമർത്തും. ആണുങ്ങളായ നമുക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങാടി പോയിട്ട് ചെങ്ങന്മാരിപ്പോ 2 സുലൈമാൻ അടിച്ച് 2 തമാശ പറഞ്ഞാൽ നമ്മുടെ ടെൻഷനൊക്കെ തീരും. ഓൽക്കതിന് അവസരം ഉണ്ടോ? വീട്ടിൽ നമ്മളെ പെങ്ങന്മാരോട് ഓൽക്കത് പറയാൻ പറ്റുമോ? വീട്ടിലെ ഉമ്മാനോട് ഇത് പറയാൻ പറ്റുമോ? ഇനി നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമ്മളത് കേൾക്കാനുള്ള ചെവി കൊടുക്കുമോ? എനിക്ക് വേറെ എന്തെങ്കിലും പറയേണ്ടതല്ലേ നമ്മൾ ചോദിക്കുക? കാര്യമായിട്ട് ഒരു മനസ്സിന് അവർ സപ്രസ് ചെയ്യാണ്, ഉള്ളിൽ ഒതുക്കുകയാണ്, സങ്കടം കടിച്ചമർത്താണ്. ആ കടിച്ചമർത്തിയ സങ്കടം അങ്ങനെ തന്നെയാണ് കൊടുക്കുകയാണ് കുട്ടിക്ക്. ആ കുട്ടിക്ക് ഭാവിയിൽ വാപ്പയോടുള്ള സങ്കടത്തോടു കൂടെയാണ് കുട്ടിക്ക് മുല കൊടുത്തത് എങ്കിൽ ആ കുട്ടിക്ക് ഭാവിയിൽ ബാപ്പനോട് താല്പര്യം ഉണ്ടാവില്ല. വീട്ടിലെ വല്യപ്പാനോടും വല്യമ്മാനോടും അമ്മായിമാരോടും അംശങ്ങളുടെ ദേഷ്യത്തോടു കൂടെയാണ് സ്വന്തം കുട്ടിക്ക് മുലപ്പാല് കൊടുത്തത് എങ്കിൽ നിങ്ങളുടെ പേരക്കുട്ടിക്ക് നിങ്ങളോട് സന്തോഷം ഉണ്ടാവില്ല, നിങ്ങളോട് താല്പര്യം ഉണ്ടാവില്ല കുട്ടിക്ക് വലുതായി കഴിഞ്ഞാൽ. ഇന്ന് പലപ്പോഴും ആലോചിച്ച് നോക്കിയേ, ഉമ്മയും കുട്ടിയും സെറ്റാണ്, നമ്മൾ വാപ്പാര് പലപ്പോഴും പുറത്താണ്. എന്തേ കാരണം എന്നുള്ളത് ആലോചിച്ച് നോക്കണം, നല്ലതാണ് അല്ലേ? ശരി തന്നെയല്ലേ? പലപ്പോഴും വാപ്പ പുറത്താണല്ലോ, ഉമ്മയും മക്കളും ഒക്കെ ആണല്ലോ. വാപ്പണ്ട് പറ്റേ ഞാൻ പറഞ്ഞെടുത്തോളട്ടോ. എന്നിട്ട് വാപ്പ വരുമ്പോ നമ്മൾ വരുമ്പോ ഉമ്മ നമ്മളോട് പരാതി പറയും. ആഹാ അങ്ങനെ ചെയ്തടാ, നമ്മൾ അടിക്കും, നമ്മൾ പോലീസുകാരനാവും. ഒരിക്കൽ പോലും സ്നേഹം കൊടുക്കുന്ന, ലാളന കൊടുക്കുന്ന, പരിഗണന കൊടുക്കുന്ന ഒരു വാപ്പയായിട്ട് നമ്മളെ കുട്ടി കണ്ടിട്ടില്ല. നമ്മൾ പോലീസും കള്ളനായിട്ടൊക്കെയാണ് റോൾ അഭിനയിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഭാര്യയെ തൃപ്തിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, സന്തോഷിപ്പിച്ചിട്ടില്ലെങ്കിൽ, ആ സങ്കടത്തോടു കൂടെ അവൾ മുലപ്പാല് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതായാലും ആ തീരുമാനമാവും ചെയ്യും. അതുകൊണ്ട് ഒരു ഉമ്മ നല്ലോണം ശ്രദ്ധിക്കേണ്ട സമയങ്ങളാണ് ഇത്തരം സമയങ്ങളൊക്കെ. ഈ സമയം കഴിഞ്ഞ് കുട്ടി ഇങ്ങനെ വലുതായി വരുമ്പോ അദബുകളെ ശീലിപ്പിക്കേണ്ട സമയമാണ്, ശീലങ്ങളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയമാണ്. മൂത്രമൊഴിക്കുന്നതിന്റെ, ഭക്ഷണം കഴിക്കുന്നതിന്റെ, ഉറങ്ങുന്നതിന്റെ ഓരോന്നിന്റെയും അദബ് പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയത്ത് അദബ് പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ ബോധം കൊടുക്കും ഓരോന്നും ചോദിക്കേണ്ട സമയത്ത്. ഉദാഹരണത്തിന് കുട്ടിക്ക് മൂത്രമൊഴിക്കാണ്ടെങ്കിൽ കുട്ടി നമ്മുടെ അടുത്തേക്ക് കുട്ടിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഉമ്മച്ചി എനിക്ക് പാത്താൻ മുട്ടണേ, നമ്മളെ കുട്ടിന്റെ ഭാഷ പറഞ്ഞ അങ്ങനെയാണല്ലോ അല്ലെ? ഉമ്മച്ചി എനിക്ക് മൂത്രമൊഴിക്കാണ്ട്, അല്ലെ എനിക്ക് പാത്താൻ മുട്ടണേ, നമ്മളെ മലപ്പുറം ഭാഷയെ പറഞ്ഞാല്. ഇജാ പിന്നാമ്പുറത്ത് പോയി പാത്തിക്കോ, അവിടത്തെ ബാത്റൂമേ അവിടെ പോയി പാത്തിക്കോ, ഉമ്മ പറഞ്ഞു കൊടുക്കും. ഈ ചോദിക്കുന്നതിന്റെ മുമ്പും ഓന്റെ അടുത്ത് ആ കുഞ്ഞാണി ഉണ്ടായിരുന്നു. ഇത് ചോദിക്കുന്നതിന് മുമ്പ് ഓനക്കറിയായിരുന്നു ഇത് മൂത്രയിക്കണം എന്നൊക്കെ. നമ്മളെ സമ്മതത്തോട് കൂടുന്നല്ലോ ഓൻ ഇത്ര കാലം മൂത്രയിച്ചത്.
ഒരു പ്രത്യേക സ്റ്റേജിലേക്ക് കുട്ടി എത്തുമ്പോൾ ഓൻ നമ്മളോട് ചോദിക്കണം, ഉമ്മച്ചി എനിക്ക് മൂത്രയിക്കണം, ഞാൻ ഇവിടെ മൂത്രയിക്കണ്ടു എന്ന്. ഈ കുട്ടി ഇത് ഒരാഴ്ചയെ ചോദിക്കൂ മാക്സിമം, അത് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കൂല. ഈ ചോദിക്കുന്ന സമയത്താണ് ആ കുട്ടിക്ക് നമ്മൾ അദബ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ആ സമയത്താണ് കുട്ടിക്ക് നമ്മൾ മൂത്രമൊഴിക്കുന്നതിന്റെ അദബ് പഠിപ്പിക്കേണ്ടത്. കുട്ടിയെ കൊണ്ടുപോയി തൽക്കാലം അടുക്കളത്തെ പണിയൊക്കെ നിർത്തിച്ച് വാഷിംഗ് മെഷീൻ ഓഫ് ആക്കിയിട്ടോ അല്ലെങ്കിൽ തൽക്കാലം പണിയാണ് നിർത്തിച്ചിട്ട് കുട്ടി എന്ത് ചെയ്യണം, കൂട്ടിക്കൊണ്ടുപോകണം ബാത്റൂമിലേക്ക്. പോട്ടിയിലിരുത്തി ശീലിപ്പിച്ചതാണെങ്കിൽ, പോട്ടിയിലാണ് ഇരിക്കണേ, പോട്ടിയാറിനെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ, ഒരു പലകണ്ടല്ലോ ഇരിക്കണേ അടിയിൽ ഓട്ടക്കുള്ളേ, ആ പോട്ടിയാറിനെങ്കിൽ ഉമ്മാർക്ക് തിരിഞ്ഞിട്ടുണ്ടാവും. അതിലാണെങ്കിൽ പോലും കിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ അല്ലാതെ കുട്ടി കേൾക്കെ ദിക്ർ ഉറക്കെ ചൊല്ലി, ശൗചത്തിന് ശേഷമുള്ള ദിക്ർ ചൊല്ലി അങ്ങനെ ഒന്ന് ശീലിപ്പിച്ചു നോക്കിയേ. ആ കുട്ടി എന്നും മാപ്പിളാര് അല്ലെങ്കിൽ മുസ്ലിങ്ങള് മൂത്രയിക്കണ പോലെ നല്ലോണം മൂത്രയിക്കും. അല്ലെങ്കിൽ റോഡ് സൈഡിലൊക്കെ നിന്നിട്ട് ആ സിപ്പിന് താത്തിട്ട് ആണ് ഇടും. ഓൻ അങ്ങനാക്കാരം. നമ്മളെ വീട്ടിൽ കുറെ ആൺകുട്ടികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ നിന്ന് മൂത്രയിക്കണത്? ഏതെങ്കിലും മാപ്പാര് പറഞ്ഞു കൊടുക്കുവോ നിന്ന് മൂത്രയിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ ധാരണ അത് ചെറുതല്ലേ, കുട്ടിയല്ലേ, ഓനക്കിപ്പോ അതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോഴാണ് ഇതൊക്കെ ശീലിപ്പിക്കേണ്ടത്, കുട്ടിയാവുമ്പോഴാണ് ഇതൊക്കെ ശീലിപ്പിക്കേണ്ടത്, വലുതായിട്ടല്ല. അതന്നെയാണ് നമ്മുടെ പ്രശ്നം. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. നല്ലോണം ശ്രദ്ധിക്കണം. ഓരോ ഉപ്പയും ഓരോ ഉമ്മയും ഭക്ഷണത്തിന്റെയും രാത്രി ഉറങ്ങുന്നതിന്റെയും ഓരോന്നിന്റെയും മര്യാദ ഇതുപോലെ കുട്ടികൾ ചോദിക്കുമ്പോൾ അപ്പപ്പോ നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. ഞാനൊന്നിങ്ങനെ ഓടിച്ചു പോവാണ്. അങ്ങനെ കുട്ടി മദ്രസയിലേക്ക് എത്തുന്നു. മദ്രസയിലേക്ക് എത്തുന്ന സമയത്ത് ചെറുപ്പത്തിലുണ്ടാകുന്ന ആ സ്റ്റേജ്, കുട്ടിയുടെ ഡ്രസ്സിങ്, കുട്ടിയുടെ മുടി വെട്ടുന്ന വിഷയം, കുട്ടിയുടെ സ്വഭാവം, പെരുമാറ്റം, ഇടപെടൽ, മുതിർന്നവരോടുള്ള ഇടപെടൽ, ഓരോന്നും ആ സമയത്ത് ശ്രദ്ധിക്കണം. ഇന്ന് പൊതുവെ നടക്കുന്ന ഒരു സംവിധാനം, ഒരു കാഴ്ച ഞാൻ പറയാം. കുട്ടിക്കൊരു 3, 3.5, 4 വയസ്സൊക്കെ ആകുമ്പോൾ ഏത് കുട്ടിയും നമുക്ക് വല്ലാത്ത സന്തോഷം തരുന്ന ഒരു സമയമാണ്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നമുക്ക് വലിയ സന്തോഷം, ഭയങ്കര ഇഷ്ടമാണ് ആ സമയത്ത്. ഈ സമയത്ത് വാപ്പ ഗൾഫിലാണെങ്കിൽ പോലും ഉമ്മ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി ബാർബർ ഷോപ്പിലേക്ക് കൊണ്ടുപോയി, ദാ ഈ മോഡൽ എന്റെ കുട്ടിക്ക് മുടി വെട്ടിച്ചു കൊടുക്കണേന്ന് ഏതൊരു ഉമ്മയും പറയും. കുട്ടിയല്ലേ? അങ്ങനെ മുടി വെട്ടിച്ച് അതേ വിഷയത്തിൽ, അതേ കുട്ടിയുടെ വിഷയത്തിൽ, അതേ മുടിയുടെ വിഷയത്തിൽ അതേ ഉമ്മ, ഓൻ കുറച്ചൊക്കെ ഇങ്ങനെ വലുതായി വരുമ്പോ അന്നത്തെ ഉമ്മ വെട്ടിച്ചെടുത്ത കോലല്ല പിന്നെ ഓൻക്ക് ഇഷ്ടാവുക. ഓൻ പിന്നെ ഏത് കോലത്തിലുണ്ടാവുക? കോയിന്റെ അങ്കൻ പോലത്തൊരു കോലത്തിലൊക്കെ വരും. ഇപ്പത്തെ ആൺകുട്ടികളെങ്ങനെ പാന്റ് ഇടല്? പണ്ട് ഉമ്മമാർക്കറിയാം, കയ്യിൽ സാവൂനൊക്കെ തേച്ചിട്ടായിരുന്നു വളട്ടിയിരുന്നത്. നമ്മുടെ ആൺകുട്ടികൾ പാന്റ് ഇടുന്നത് കാലിൽ ഉറട്ട് കണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാലുമൽ ഉറട്ട് കണ്ടാണ് പാന്റ് വലിച്ചു കയറ്റണെന്ന്. എന്താ നിങ്ങൾ എന്റെ കണ്ണു കോക്കണ്? നിങ്ങളെ കുടിയത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ഇത് വേറെ എവിടെ ഉള്ളതല്ല. കാലുമല് പൂച്ച മാന്തി പോലത്തെ പാന്റ്, കുറെ ഓട്ടി മാന്തയിലൊക്കെ ഉണ്ടാവൂലേ, എന്താണ് എന്റെ തൊലി കാണുന്നത്, ഇവിടെ കാണുന്നത്, അതൊക്കെ ഇപ്പൊ ട്രെൻഡാണ്. വല്യപ്പേ നിങ്ങളിപ്പോ ഒന്ന് നോക്കണ്ട. പൂച്ച മാന്തി പോലത്തെ പാന്റ്, കാലുമൽ ഉറട്ട് കണ്ടൊക്കെ വലിച്ചു കയറ്റിയിട്ട് പിന്നെ വളരെ താന്നു നിൽക്കുന്ന ഒരു പാന്റും. ഏതുപോലെ നമ്മുടെ ചെറിയ കുട്ടികൾ പമ്പേഴ്സ് മൂത്രയിച്ച ബാക്കിൽ ഇങ്ങനെ തൂങ്ങുമല്ലോ, എന്നിട്ട് കുട്ടികൾ നടക്കണ പോലെ എങ്ങനെ നടക്കും. ഇതേപോലെ ചെറുപ്പക്കാരൻ നടക്കണം. കാരണം പാന്റിന്റെ അടിക്ക് തൂങ്ങിയിട്ട് ആ രണ്ടിന്റെയും ജോയിന്റ് കുറെ ഇവിടെ മുട്ടിന്റെ ഭാഗത്താണ്. ബസ്സക്ക് ഇങ്ങനെ കാലെടുത്ത് വെക്കാൻ കഴിയില്ല, ഇങ്ങനെ ചാടുക ചെയ്യാം. നമ്മളൊക്കെ ഇങ്ങനെ സ്കൂട്ടറേറ്റ് ഓരോ സ്ഥലത്ത് കൂടെ പോകുമ്പോ ഈ കുട്ടികളുണ്ടല്ലോ, സ്കൂളിൽ പോണ കുട്ടികൾ ഒരു ലിഫ്റ്റ് ചോദിക്കും. ഞാൻ ചെറൂർ സ്കൂളൊക്കെ വരുന്ന സമയത്തുണ്ട്, അവിടുന്ന് കുട്ടികളുണ്ടാവും. അപ്പൊ കൈ കാണിക്കും, അപ്പോൾ നിർത്തിയിട്ട് കയറ്റി കൊടുക്കും. അപ്പൊ ഓനക്ക് കാലെടുത്തിട്ട് സ്കൂട്ടറിന്റെ മേലെ കയറ്റാൻ വയ്യ, പിന്നെ ഓന് കൈ കുത്തിയിട്ടാണ് ചാടുകയാണ്. കാരണം നട എങ്ങനെ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ രൂപം. ഇക്കോലത്തുള്ള ഒരു കോലത്തിലേക്ക് കുട്ടിയെത്തും. ഇങ്ങനെ കോലത്തിലേക്ക് എത്തുമ്പോ പിന്നെ നമുക്ക് പിടിച്ചാൻ കിട്ടാത്തടത്തേക്ക് എത്തി. അപ്പൊ പിന്നെ നമുക്ക് പരാതിയായി. അപ്പൊ പിന്നെ നമ്മൾ എഴുതി കൊടുക്കലായി, നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കുന്നു. അല്ലെ കൗൺസിലറെ സമീപിക്കേണ്ടി വരും. ശരിക്കും ആലോചിക്കാണ്, ചെറിയ പ്രായത്തിൽ കുട്ടിക്ക് മുടി വെട്ടിച്ച് ക്രോപ്പാക്കി മുടി വെട്ടിച്ചു കൊടുക്കുന്ന ഉമ്മ, അതേ ഉമ്മ അതേ മകന്റെ വിഷയത്തിൽ, അതേ മുടിയുടെ വിഷയത്തിൽ വലുതാകുമ്പോ തോന്നിയ പോലൊക്കെ മുടി വെട്ടിക്കുമ്പോ പിന്നെ പിടിച്ചിട്ട് കിട്ടാതെയാകുമ്പോ അതേ വിഷയത്തിൽ, അതേ കുട്ടിയുടെ വിഷയത്തിൽ, അതേ മുടിയുടെ വിഷയത്തിൽ ഉസ്താദിനോട് പോയി പറയാണ്, നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ, ഓൻ ഇങ്ങനെയൊക്കെ മുടി വെട്ടുന്നതെന്ന്. ചെറുപ്പത്തിൽ ഇതൊക്കെ നമ്മൾ ഹലാലാക്കി കൊടുക്കും. പിന്നെ ഓനക്ക് ബോധം വരുമ്പോ ഓൻ ഇതൊക്കെ ചെയ്യുമ്പോ നിങ്ങൾക്ക് വലിയ പ്രശ്നമാണ്. നമ്മുടെ വീട്ടിലെ കുട്ടി ചെറുപ്പത്തിലാകുമ്പോ നിങ്ങൾക്ക് പെൺകുട്ടിയൊക്കെ ജീൻസ് പാന്റ് ഇട്ട് കൊടുക്കൂലേ? ചെറുപ്പത്തിലാകുമ്പോൾ നിങ്ങൾ ജീൻസ് പാന്റ് ഇട്ട് കൊടുക്കും. എന്നാൽ ഈ കുട്ടി കുറച്ചൊക്കെ വലുതാക്കുമ്പോ സാമാന്യം ബോധമുള്ള എമ്മി വാപ്പയാണെങ്കിലും ഇജിപ്പോ വലുതായിക്കണേ, ഇനിയിപ്പോ അതൊന്നും ഇടണ്ട,
ഒരു കാര്യം ആലോചിച്ചോളൂ, അതിന് വലുതായാലും ഇല്ലെങ്കിലും അത് കേടന്നെയാണ്. ഒരിക്കലും ഒരു പെണ്ണിനക്ക് ജീൻസ് പാന്റ് അനുവദനീയമല്ല. അത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് മാത്രമല്ല ഞാൻ പറഞ്ഞത്, സൈക്കോളജിയും അങ്ങനെ തന്നെ പറയുന്നു, ബയോളജിയും അങ്ങനെ തന്നെ പറയുന്നു. വെസ്റ്റേൺ കൺട്രീസിൽ നിന്നാണ് നമുക്ക് ഈ കൾച്ചർ കിട്ടിയത്, ഈ ജീൻസ് പാന്റും സംഗതികളൊക്കെ. അവരിന്ന് അത് ഒഴിവാക്കി, അവരിപ്പോ പാവാടയിലേക്കും മിഡിയിലേക്കും വന്നു. ഒരുപാട് ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലങ്ങളും ക്യാൻസർ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട യൂട്രസ് പ്രോബ്ലങ്ങളും, പെൽവിക്സ് ഇടുങ്ങിയിട്ട് യൂട്രസ് ചെറുതായിട്ട് നന്നായിട്ട് ഡെലിവറി നോർമൽ ഡെലിവറിയിലേക്ക് പറ്റാതെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ സംഗതികളൊക്കെ വന്നപ്പോ അവർ ഇതിന്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, ഈ ജീൻസ് പാന്റ് കോല് ഒഴിവാക്കി. ഓലിപ്പോ പാവാടി മിടിയായി. വലിയ ഇറക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ, റുക്കൂലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ആ പാവാടന്റെ വലിപ്പം. എന്നാൽ പോലും അവർ ജീൻസ് പാന്റ് ഒഴിവാക്കി. നമ്മളിപ്പോഴും ആ ഭയങ്കര ജീൻസ് പാന്റില്ല, വലിയ ഫഹർ പറഞ്ഞെടുക്കുകയാണ്. ടൈറ്റ് ജീൻസ്, ടൈറ്റ് ലെഗിൻസ്, ദാറ്റ് ഹസാർഡ് ഈസ് യുവർ ഹെൽത്ത്, ദാറ്റ് കോസ് ക്യാൻസർ. ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയുടെയും പിന്നെ UK സ്റ്റഡിയും ലണ്ടൻ സ്റ്റഡി ആയിട്ട് ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അത്തരം ടൈറ്റ് ലെഗിൻസും ടൈറ്റ് അണ്ടർ ഗാർമെന്റ്സും ടൈറ്റ് ലെഗിൻസും ആരോഗ്യത്തിന് പ്രശ്നമാണ്, ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലങ്ങൾ ഉണ്ടാക്കും, വന്ധ്യതാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഒരു പെൺകുട്ടിക്ക് നല്ലതല്ല. അതിനൊരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഒരു ജനറൽ സജസ് ആയതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല, സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. വലുതായാൽ നമ്മൾ പറയും, അപ്പൊ നമ്മൾ മോള് പറഞ്ഞ വർത്താനാണ്, ആഹാ അപ്പുറത്ത് സലീനാത്താന്റെ ഫിനൂടുണ്ടല്ലോ, അപ്പുറത്ത് സൂറാത്താന്റെ പൊന്നൂടുണ്ടല്ലോ, അപ്പുറത്ത് അമ്മായിന്റെ കുട്ടിയുണ്ടല്ലോ, എനിക്ക് മാത്രം ഇടാൻ പറ്റൂലല്ലേ. ഇത് പറയുമ്പോ പിന്നെ നമുക്കൊരു ന്യായം ഉണ്ടാവില്ല. അപ്പൊ ഉമ്മ പിന്നെ എന്നാ പിന്നെ ചിട്ടോ, ഞാൻ വാപ്പാനോട് പറഞ്ഞോളാം. പിന്നെ നമ്മളെങ്ങനെ ഓള് ആ കുട്ടിയല്ലേ സാരല്ല ഇട്ടോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളാണ് ഒപ്പിക്കും. പിന്നെ അങ്ങനെയാണ് പോകും, അത്രേ ഉള്ളൂ. മദ്രസക്ക് പോകുമ്പോ മാത്രം ഇടാനുള്ളതല്ല ഈ എന്താ പറയാ, ഈ മക്കനയും പർദ്ദയും. കല്യാണത്തിന് പോകുമ്പോൾ അതന്നെയാണ് ഇടേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായുണ്ടോ? ആൺകുട്ടിക്ക് വെള്ളത്തുണിയും വെള്ളക്കുപ്പായും മദ്രസയിലെ യൂണിഫോം ആയിട്ട് തൊപ്പിയൊക്കെ ഇട്ട് കൊടുക്കും. പെൺകുട്ടിക്ക് ഇവിടെ ഏത് കളർ മഫ്തയെന്ന് എനിക്കറിയില്ല, കറുത്ത പർദ്ദയും ഓരോ മദ്രസക്ക് ഓരോ കളർ മഫ്തയാണ്. യൂണിഫോം ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഇട്ട് കൊടുക്കും. അത് മദ്രസക്ക് മാത്രമുള്ള വേഷമല്ല. ചിലപ്പോ നമ്മൾ അങ്ങാടിക്കൂടെ പോകുമ്പോ ചില പെണ്ണുങ്ങൾക്കുണ്ട്, മോലേരെ കണ്ടാ പിന്നെ ഭയങ്കര ഈമാനാണ്, തലക്കണ്ട് താഴ്ത്തി മുഖക്കണ്ട് മറച്ചിട്ടുണ്ട് പോകും. എന്നാ അങ്ങാടിക്ക് പോയാലോ, അങ്ങാടിയിൽ വേറെ സമയത്തോ, ടെക്സ്റ്റൈൽസ് പോയാലോ, വീട്ടിൽ മീൻകാരം വന്നാലോ, ഓല ആ മാക്സിമം അതിട്ട് കണ്ട് തന്നെ വരും. അപ്പൊ ഇത് മൂലയുടെ മുമ്പിലാണ് ഇങ്ങനെ മറക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞോ? ആലോചിച്ചൊക്കെയാണ്. എപ്പോഴും നടക്കേണ്ട കോലാണത്. ഉമ്മ എപ്പോഴും ശ്രദ്ധിക്കേണ്ട സംഗതി. അതന്നെയാണ് പ്രശ്നം, അതന്നെയാണ് പ്രശ്നം വരുന്നത്. നമ്മൾ വീട്ടിൽ നമ്മളെ കുട്ടി എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണെന്നർത്ഥം. നല്ലോണം ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. നമ്മുടെ വീട്ടിൽ വളർന്നു വരുന്ന കുട്ടിക്ക് ചെറുപ്പത്തിലെ അദബുകൾ ശീലിപ്പിക്കണം. പലപ്പോഴും ഇന്ന് കാണുന്ന ഒരു കാഴ്ച, ബഹുമാനപ്പെട്ട ഷാജാ റഹ്മാൻ ഉസ്താദിന്റെയും ജൗഹർ മാഹിരി കരിപ്പൂർ ഉസ്താദിന്റെയും അതുപോലെ നമ്മുടെ സിംസാർ അഖിൽ ഉസ്താദിന്റെ ഒക്കെ പ്രസംഗം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ വ്യാപകമായിട്ട് സഹോദരിമാർക്ക് നടക്കുന്നത് കൊണ്ട് ഇന്ന് കുറെയൊക്കെ ഉമ്മമാര് ഹിജാബിൽ നടക്കുന്നവരാണ്. ശരിയല്ലേ? അല്ലെ? ഹിജാബുകാർ കൂടിയിട്ടുണ്ട്. ആണ് ഹെൽമെറ്റ് ഇട്ടാലും പെണ്ണ് ഹിജാബ് ഇട്ടാലും സംഗതി സൗകര്യം കേട്ടോ, അത് വേറൊരു മസലയാണ്. ഹിജാബിന്റെ ആൾക്കാർ കൂടിയിട്ടുണ്ട്, കയ്യുറക്കാർ കൂടിയിട്ടുണ്ട്, കാലുറക്കാർ കൂടിയിട്ടുണ്ട്. എന്നാൽ ഈ ഉമ്മ അങ്ങാടി കൂടെ പോകുമ്പോ ആ ഉമ്മയുടെ കയ്യിലുള്ള ഒരു പെൺകുട്ടിന്റെ അവസ്ഥ, ആ ഉമ്മ അങ്ങാടി കൂടെ പോകുമ്പോ ആ ഉമ്മന്റെ കൂടെയുള്ള മരോള അവസ്ഥ പണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഒബാമയും അവന്റെ പെണ്ണുങ്ങളും വന്ന പോലെയാണ്. ബാക്കി ഞാൻ പറയണ്ടല്ലോ. ഫ്ലൈറ്റ് വന്നിറങ്ങിയിട്ട് വിമാനത്തിൽ നിന്ന് ഇറങ്ങാനുള്ള ഒരു കോണി ഉണ്ടല്ലോ, ആ കോണിന്റെ മേലെ ഒബാമയും അവന്റെ പെണ്ണുങ്ങളൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു പത്രത്തിൽ. നിങ്ങൾക്ക് ഓർമ്മണ്ടോ അറിയില്ല. ഒബാമന്റെ വേഷം എങ്ങനെയാണ്? നല്ല ഷൂ ധരിച്ച്, ഷോക്സ് ധരിച്ച്, പാന്റ് ധരിച്ച്, ഷർട്ട് ധരിച്ച്, കോട്ട് ധരിച്ച്, ടൈ കെട്ടിയത് കൊണ്ട് കഴുത്ത് ഇങ്ങനെ ഇടുങ്ങി നിൽക്കുകയാണ്. ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് തലഭാഗം പുറത്ത് കാണുന്നുണ്ട്, ഓന്റെ മുൻകൈയും കാണുന്നുണ്ട്. ഒരു സ്ത്രീയോട് നിസ്കാരത്തിൽ അള്ളാഹു എങ്ങനെ മറക്കണം എന്നാ പറഞ്ഞത്? മുഖവും മുൻകൈയും അല്ലാത്തതൊക്കെ മറക്കണം എന്ന്. ഓന് നല്ലോണം ഹിജാബിലാ വന്നിറങ്ങിയത്. അതിന്റെ ഒപ്പം തന്നെ ഒരു സാധനം ഉണ്ടായിരുന്നു, അതിന്റെ കോലം ഈ സദസ്സിൽ എനിക്ക് പറയാൻ വയ്യ. ഇതേപോലെയാണ് ഇന്ന് പലപ്പോഴും ഒരു ഉമ്മ ഇങ്ങനെ അങ്ങാടി കൂടെ പോകുമ്പോ ആ ഉമ്മന്റെ കൈയും പിടിച്ചിട്ടൊരു സാധനം ഉണ്ടാവും, ഒന്നിങ്ങനെ സ്വർഗത്തേക്ക് ഒന്നിങ്ങനെ നരകത്ത് ടിക്കറ്റ് എടുത്ത പോലെ. എന്നിട്ട് അങ്ങാടിയിലെ മനുഷ്യന്മാരെ ആണുങ്ങളെ കണ്ണു മുഴുവനും ഓളെ പല ഭാഗത്തേക്കും. ഒരു പെണ്ണ് അവിടുന്ന് ഇങ്ങനെ നടന്നു വരുമ്പോ, ആണുങ്ങളെ ഭാഗത്തേക്ക് നടന്നു വരുമ്പോ അവളുടെ മാറിടത്തിൽ ഇബ്ലീസിരുന്ന് ആ ഭാഗത്തെ ഭംഗിയാക്കി കൊടുക്കും. ഒരു പെണ്ണ് അങ്ങാടിയിൽ നിന്ന് അങ്ങോട്ടേക്ക് നടന്നു പോകുമ്പോ
അവളുടെ ഊരക്കെട്ടിൽ ഇബ്ലീസ് ഇരുന്ന് ഭംഗിയാക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആണുങ്ങളെ കണ്ണിനെ ശ്രദ്ധിച്ചോളണം. കണ്ണുകൊണ്ട് വേണ്ടാത്തത് കണ്ടു കഴിഞ്ഞാൽ ചിന്ത കേടുവരും. ചിന്ത കേടെന്നാ പിന്നെ വലിയ പ്രയാസാണ്. കുറെ ഞരമ്പ് രോഗികളൊക്കെ നമ്മളെ കൂടുതലുണ്ടല്ലോ. പലപ്പോഴും പല കേസും കേൾക്കുന്നില്ലേ? പ്രായമുള്ളവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ പീഡന കേസിൽ ഇരകളായിട്ട് വരുന്നത്, ചെറുപ്പക്കാരൊന്നല്ല. കണ്ണിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നല്ലോണം ശ്രദ്ധിക്കണം. ഏതൊരു പെണ്ണും അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോ സ്വന്തം ഹലാലായ ഭർത്താവിന്റെ മുമ്പിൽ 250 രൂപേനെ മാക്സിന് കുത്തിപ്പിടിച്ച് ആ കരിയായ കോലത്തിലുണ്ട് വരും. ഇങ്ങനെ എന്നാ ഓള് അങ്ങാടിക്ക് ഇറങ്ങുമ്പോഴോ 2500 രൂപേന്റെ ചുരിദാറൊക്കെ ഇട്ട് നല്ല സുമുഖിയായി സുന്ദരിയായി നാട്ടുകാരെ മുമ്പിൽ ഇങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കും. അതുകൊണ്ട് ഇപ്പൊ ആണുങ്ങൾക്കുള്ളൊരു അസുഖം എന്താ അറിയോ? എന്റെ അടുത്തേക്ക് കുട്ടികളെ കൗൺസിലിംഗ് കൊണ്ടുവരുമ്പോ പിന്നെ ഉമ്മാക്ക് പറയാനുള്ള പരാതി എന്താ അറിയോ? കുട്ടികളെ വാപ്പാക്ക് വണ്ടിമ പോകുമ്പോ മുമ്പ് കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാണ്. ബാക്കി മനസ്സിലായില്ല, ഞാൻ പറയണ്ടല്ലോ. ഉദാഹരണത്തിന് നിങ്ങളെ പേരെന്താ? കല്യാണം ചെയ്യണില്ലേ? ആണ്ട് ജാബിർ. ഞാനും ജാബിറും. ഞാനിങ്ങനെ നോക്കാണ്, ഓ ജാബിറിന്റെ ഒരു ഭാഗ്യേ, എന്തോരം നല്ലൊരു പൈങ്കിളിനെ ഓനക്ക് കിട്ടിക്കണേ, എന്തോരം നല്ലൊരു രസമുണ്ട് ഓളെ കാണാനില്ലേ. എന്നാ ഓനക്ക് ഓന്റെ പെണ്ണുങ്ങളെ രസമുണ്ടോ? ഒരു രസമില്ല. ഓ അങ്ങനെ ഇന്നെ നോക്കിയിട്ട് പറയണ, ഓ ആ ഉസ്താന്റെ ഒക്കെ ഒരു ഭാഗ്യം, എന്തോരം നല്ല റോസ് കിളിനെ ഓക്കി കിട്ടിക്കണില്ലേ. അവനാനക്ക് സ്വന്തത്തിന്റെ ആളെ സൗന്ദര്യമില്ല, ആരാന്റെ ഇങ്ങനെ കാണുമ്പോ അങ്ങാടി കൂടെ ഇങ്ങനെ കാണുമ്പോ എന്തോരം ചൊറുക്കാലേ. കുറെ ആൾക്കാർ ഉള്ളിൽ ചിരിക്കുന്നുണ്ട്. ആരെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങേണ്ടത്? കല്യാണത്തിനും സൽക്കാരത്തിന് പോകുമ്പോഴേ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ടല്ലേ, ഇവിടെ വരെയുള്ള കീറലുള്ള ചുരിദാറൊക്കെ ഇട്ടാണ് പുറത്തിറങ്ങും. എന്നിട്ട് ആ ടൈറ്റ് ലെഗിൻസ് ഒക്കെ ഇട്ടാണ് അങ്ങാടി കൂടെ നടക്കുമ്പോ എല്ലാവരുടെ കണ്ണും നിങ്ങളെ മേത്തുക്കാന്ന് ഓരോ പെണ്ണും തിരിച്ചറിയണം. നല്ലതാണ്. നിങ്ങൾ കരുതും നിങ്ങൾ ഭയങ്കര സംഭവമാണെന്നൊക്കെ. നിങ്ങളുടെ ഉള്ളൊക്കെ ശരിക്ക് അങ്ങാടി കൂടെ ഉള്ള നിങ്ങളെ നടത്തം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നിങ്ങളൊക്കെ നടത്തം കണ്ട തലൊക്കെ ഇങ്ങനെ താത്തിയിട്ട നടക്കുക. ഒരു പെണ്ണിനിക്ക് വേണ്ടത് നോട്ടം കിട്ടലാണ്, ആണിനിക്ക് വേണ്ടത് നോക്കലാണ്. പെണ്ണിനിക്ക് വേണ്ടത് നോട്ടം കിട്ടലാണ്. അതുകൊണ്ടാണ് ചില ഭാഗമൊക്കെ ടൈറ്റാക്കി ചില ഭാഗമൊക്കെ പൊന്തിച്ച് കൂർപ്പിച്ച് വെച്ച പോലെ ഇങ്ങനെ പോണ്. ആണിനിക്ക് വേണ്ടതോ നോക്കലാണ്. കൗപ്പേസ് ഹോർമോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തിലുണ്ട്. അത് ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നാ പഠനം പറയണത്. ആ ഹോർമോണാണ് ഒരു ആണിനെ ഓപ്പോസിറ്റ് സെക്സിലുള്ള പെണ്ണിലേക്ക് നോക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ദീൻ പെണ്ണിനോട് മറഞ്ഞു നടക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഒരിക്കലും ഒരു വായി നോക്കിയായ പെണ്ണുണ്ടാവില്ല. നമ്മുടെ മക്കളൊക്കെ പരാതി പറയും, ആ സാറ് വായി നോക്കിയാണെന്ന് പറയും. ആണുങ്ങളെ നോക്കുള്ളൂ. എന്നാ ടീച്ചറോ, ആ ടീച്ചർ വരുതിയെടുക്കുന്ന ടീച്ചറെ എന്നേ പറയുള്ളൂ, വായി നോക്കി എന്ന് പറയില്ല. കാരണം പെണ്ണ് നോക്കണല്ല. പെണ്ണിനക്ക് വേണ്ടത് നോട്ടം കിട്ടലാണ്. അതിനാണ് ടൈറ്റ് ആക്കിയിട്ട് ലൂസാക്കിയിട്ടും മഫ്തക്കണ് ചുറ്റി, 1 ചുറ്റി, 2 ചുറ്റി, 3 ചുറ്റി, ഇവിടെ ഒരു പിന്നെ കുറെ പിന്നൊക്കെ കുത്തി. ഇടയ്ക്ക് ഇപ്പത്തെ കുട്ടികൾ ഇവിടെ ഇങ്ങനെ പിടിച്ചു നോക്കും, കൂർപ്പൊക്കെ റെഡിയല്ലേ നോക്കാൻ വേണ്ടി. ഇവിടെ കൂർപ്പാണല്ലോ. ഇപ്പോ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പിടിച്ചു നോക്കണം. എന്തിനാ ഇങ്ങനെയൊക്കെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി പോകണം? എന്തിനാ? നോട്ടം കിട്ടാനും പരിഗണന കിട്ടാനും. അത് ബസ് സ്റ്റോപ്പ് ആരെങ്കിലും കൊടുക്കുന്നതിന് മുമ്പ് വാപ്പിയും വീട്ടിലെ ആങ്ങളും ഇമ്മൊക്കെ മോളെ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് കുട്ടീന് ദാഹം തീർത്തൊടുത്താൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് കിട്ടിയ പിന്നെ അങ്ങോട്ട് ചിന്ത പോവില്ല. മനസ്സിലായണ്ടോ? അത് നമ്മളായിട്ട് തീർത്തു കൊടുക്കണം. മോളെ നന്നായിട്ടുണ്ട് കേട്ടോ, നീ ഇന്നലെ ചുറ്റി സ്കാർഫ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, മോളെ ഈ ഡ്രസ്സ് നിനക്ക് നന്നായി ചേരുന്നുട്ടോ, എന്റെ മോള് നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് ഒന്ന് ചേർത്ത് പിടിച്ച് ആ നെറ്റിയിലൊരു മുത്തം കൊടുത്താൽ അവളുടെ മനസ്സിന്റെ ദാഹം തീരും. അങ്ങനെ തീർന്നാൽ പിന്നെ ബസ് സ്റ്റോപ്പിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും കുറച്ച് ചെറുപ്പക്കാര്. നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾ സ്കൂൾക്ക് പോകും പോലെ യാത്ര ചെയ്യാനും വരും പോലെ സ്വീകരിക്കാനും ഓല് വന്ന് ഒരു വിസിലടിക്കും, അല്ല എന്തെങ്കിലും ഒരു കമന്റ്സ് പറയും. ആ കമന്റ്സിൽ അവള് വീഴാതിരിക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് നമ്മൾ ഇതൊക്കെ ശരിക്കും തീർത്തിട്ട് വേണം പുറത്തേക്ക് വിടാൻ. നമ്മൾ പറയുന്ന ഡയലോഗ് എന്താ? ഇജെന്താ സൗന്ദര്യ മത്സരത്തിന് പോവാ? എന്തൊരു ഒരുക്കാത്, അതിന്റെ ഒടുക്കത്തൊരു ഒരുക്കം. ഇങ്ങനൊക്കെ കുറ്റം പറഞ്ഞ് നമ്മൾ അവരെ പരിഹസിക്കുകയും അവരെ പുച്ഛിച്ച് തള്ളുകയും ചെയ്യുന്നതിന് പകരം അംഗീകാരം കൊടുത്ത് മനസ്സിന്റെ ദാഹം തീർത്തിട്ട് വേണം ആ മക്കളെ നമ്മൾ പുറത്തേക്ക് വിടാൻ. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. നല്ലോണം ശ്രദ്ധിക്കണം ഓരോ വാപ്പയും ഓരോ ഉമ്മയും ഓരോ ആങ്ങളമാരും ഇത്തരം സന്ദർഭങ്ങളൊക്കെ. അതിങ്ങനെ കഴിഞ്ഞ് ഇത്തരം ശീലങ്ങളൊക്കെ ഓരോ ശീലങ്ങളും അത് സമയത്ത് നമ്മൾ ശീലിപ്പിക്കണം. മദ്രസയിലൂടെ ഇങ്ങനെ വളർന്ന് പ്രാക്ടിക്കൽ ലൈഫ് ശീലിപ്പിക്കേണ്ട സമയം. കുട്ടിയുടെ നിസ്കാരം ശ്രദ്ധിക്കണം. നിന്റെ കുട്ടി നിസ്കാരത്തിൽ ദിക്റുകളൊക്കെ ചൊല്ലുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഉമ്മക്ക് നോക്കാൻ സമയം വേണം, വാപ്പക്ക് നോക്കാൻ സമയം വേണം. ജെസിബിനെ പോലെ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രം തീരുമാനിച്ചാൽ പോരാ. ഉണ്ടാക്കിയോലെ നന്നായിട്ട് വളർത്താനും കൂടെ
കുറെ പൈസ ഉണ്ടാക്കിയാൽ പോരാ, മക്കളെ നന്നായി ഉള്ളവരെ നന്നായി വളർത്താനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. അതിനു വേണ്ട സംവിധാനങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ഉമ്മ നന്നായിട്ട് ഇത്തരം വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ച് നമ്മളിങ്ങനെ വരുമ്പോ നമ്മുടെ കുട്ടി ഇങ്ങനെ കൗമാരത്തിലേക്ക് എത്തുന്നു. സമയം വൈകിയത് കൊണ്ട് ഞാൻ ഇങ്ങനെ കൗമാരത്തിലേക്ക് വേഗം അടിച്ചു വരികയാണ്. നമ്മുടെ കൗമാരത്തിലുള്ള മക്കൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട 3 പ്രശ്നം, 3 ലഹരി എന്ന് പറയുന്നത്, ഒന്ന് ഡ്രഗ് അഡിക്ഷനാണ്, രണ്ടാമത്തത് IAD എന്ന് പറയുന്ന ഇന്റർനെറ്റ് അഡിക്ഷൻ ഡിസോർഡർ ആണ്, മൂന്നാമത്തത് ലവ് അഫെയർ അഡിക്ഷൻ ആണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഡ്രഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ലഹരി ഉപയോഗങ്ങൾ, നമ്മളെ കഞ്ചാവ്, മദ്യം, മയക്കുമരുന്ന്, പാൻമസാല, ഹാനസ്, ഇത്തരം തുടങ്ങിയിട്ടുള്ള സംഗതികൾ വ്യാപകമായിട്ട് നമ്മുടെ കൗമാരത്തെ പിടിച്ചു കുലുക്കുന്ന സംഗതി. രണ്ടാമത്തത് മൊബൈൽ അഡിക്ഷൻ, ഇന്റർനെറ്റ് അഡിക്ഷൻ ഡിസോർഡർ IAD. വ്യാപകമായിട്ട് ഇന്ന് കുട്ടികൾ അത്തരം വിഷയത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തത് വ്യാജ പ്രണയങ്ങൾ, വ്യാജം എന്ന് പറഞ്ഞൂടാ, അല്ലെങ്കിൽ ഒരു അൺവാണ്ടഡ് അൺമെച്യൂർഡ് അഫയേഴ്സ്. ഈ 3 നമ്മുടെ കൗമാരത്തിൽ നിന്ന് വല്ലാണ്ട് പിടിച്ചു കുലുക്കുന്നുണ്ട്. ഇവിടെ ഒരു വാപ്പയുടെ റോൾ എന്ത്, ഒരു ഉമ്മയുടെ റോൾ എന്ത്, ഒരു ആങ്ങളുടെ റോൾ എന്ത്, ഇതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇത് 3 പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. ഒന്ന്, ലഹരി വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. പഴയ കാലം പോലെ ഒന്നല്ല, അതിവ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ മക്കൾ അതിന്റെ ബാലപാഠകങ്ങളിൽ പ്രവേശിച്ച്, അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പുകളിൽ പ്രവേശിച്ച് അതങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ അറിയാം. അങ്ങനെയാണല്ലോ കേരളത്തിന്റെ ഒരു കൾച്ചർ. നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സ്കൂളിലെ മാഷ് പറഞ്ഞാൽ നമുക്കതിന് വിശ്വാസമാവില്ല. എന്റെ കുട്ടി അങ്ങനെ ഒന്നും ആവില്ല. അങ്ങാടിയിലൊരു കുട്ടി വേണ്ടാത്ത രൂപത്തിൽ കണ്ടാൽ എന്താടാ ഇവിടെ എന്ന് ചോദിച്ചാൽ പിറ്റേന്ന് ഓന്റെ വാപ്പ വന്നിട്ട് നമ്മളോട് ചൂടാവുകയാണ്. ഇജിന്റെ കുട്ടീന്റെ കാര്യം നോക്കണ്ട, എന്റെ കുട്ടീന്റെ കാര്യം നോക്കിയാൽ മതി, എന്റെ കുട്ടീനെ ഞാൻ തന്നെ നോക്കിക്കോളാം. സോഷ്യൽ പാരന്റിംഗ് ഒന്നും ഇല്ല എന്നർത്ഥം. ശരിയല്ലേ? സാമൂഹികമായ പ്രതിബദ്ധത ഉണ്ടോ? പരസ്പരം ആരാന്റെ കുട്ടികളെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ പരാതിയാണല്ലോ. ഇത്തരം സമയത്ത് സോഷ്യൽ പാരന്റിംഗ് ഇല്ലാത്ത ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടിയെ ഗൈഡ് ചെയ്യാൻ ആരുമില്ല. പാരന്റ്സും ഇല്ല, ടീച്ചേഴ്സും ഇല്ല. അധ്യാപകർ സത്യത്തിൽ പറഞ്ഞ ഈ പണി നിർത്തി. അധ്യാപകർ ഈ പണി നിർത്തി. കാരണം എന്താ? കുട്ടികൾക്ക് അമിതമായ അവകാശ ബോധവും എന്നാൽ ഉത്തരവാദിത്വ ബോധം വളരെ കുറച്ചും കൊടുക്കുന്നത് കൊണ്ട് 1098 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്, ചൈൽഡ് ലൈൻ നമ്പർ. കുട്ടികൾ ദുരുപയോഗം ചെയ്യുന്നതുകൊണ്ട് അധ്യാപകർ പണി നിർത്തി. സ്നേഹത്തോടുകൂടെ നമ്മുടെ മക്കളെ അധ്യാപകർ ഉപദേശിച്ചു കഴിഞ്ഞാൽ സാറ് പണി പഠിപ്പിച്ചാൽ മതി, എന്റെ പ്രൈവസിയിൽ ഇടപെടണ്ടെന്ന് പറയുന്ന കുട്ടി. ഒരു സ്കൂളിലെ സീനിയർ അധ്യാപിക സ്കൂളിലേക്ക് നേരത്തെ വരുന്ന സമയത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയുമായി സുഖമല്ലാതെ സംസാരിക്കുന്നത് കണ്ടപ്പോ ടീച്ചർ നോട്ട് ചെയ്തു. ടീച്ചർ സാധാ പോലെ സ്റ്റാഫ് റൂമിലേക്ക് പോയി. സ്റ്റാഫ് റൂമിൽ നിന്ന് അന്നത്തെ ദിവസം പീരീഡ് നോക്കുമ്പോ 4ാമത്തെ പീരീഡാണ് അവളുടെ ക്ലാസ്സിൽ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ മകളുടെ ക്ലാസ്സിൽ. പതിവ് പോലെ 4ാം ക്ലാസ്സിന്റെ 4ാമത്തെ പീരീഡായപ്പോ 8ാം ക്ലാസ്സിലേക്ക് ടീച്ചർ തന്റെ പാഠപുസ്തകവുമായി പോകുന്നു. പുസ്തകവുമായി പോയി പതിവ് പോലെ നന്നായി പഠിപ്പിച്ച് മക്കളോടൊക്കെ തമാശകളും വിശേഷങ്ങളൊക്കെ ചോദിച്ച് പാവം ടീച്ചർ പുറത്തേക്ക് വരുമ്പോ 3ാമത്തെ ബെഞ്ചിലിരിക്കുന്ന ആ മകളുടെ തോളിൽ കൈയിട്ട്, മോളെ വാ, മിസ്സിന് മോളോട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. മോള് സന്തോഷത്തോടുകൂടെ വരുന്നു. സന്തോഷത്തോടുകൂടെ മോള് വന്നിട്ട് ഈ പാവം ഈ സ്കൂളിലെ സീനിയർ അധ്യാപിക ആ മകളുടെ കയ്യിൽ തോളിട്ട് ഒരമ്മയുടെ സ്നേഹം കൊടുത്ത് വരാന്തയിലൂടെ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു പോകുമ്പോ, മോളെ വിശേഷം എന്താ വാപ്പച്ചന്റെ വിശേഷം? ഉമ്മച്ചിക്ക് സുഖല്ലേ? കുടുംബത്തിലൊക്കെ സന്തോഷല്ലേ? അനിയനക്ക് സന്തോഷല്ലേ? എല്ലാ വിശേഷങ്ങളും ചോദിച്ച് സ്റ്റാഫ് റൂമിലെത്തി ഒരു മൂലയിലേക്ക് മകളെ മാറ്റിയിട്ട് ആ മകളോട് മിസ് ചോദിച്ചു, മോളെ തോളിൽ കൈവച്ചിട്ട് സ്നേഹത്തോടു കൂടെ ചോദിച്ചൊരു ചോദ്യമാണ്, മോളെ മിസ് സ്കൂളിലേക്ക് നേരത്തെ വന്നപ്പോ മോളെയും 10th പഠിക്കുന്ന ഒരു കുട്ടിയെയും സുഖമല്ലാത്ത രൂപത്തിലൊക്കെ സംസാരിക്കുന്നത് കണ്ടല്ലോ, ഇതൊക്കെ വേണം മോളെ എന്ന് ചോദിച്ചപ്പോ അതുവരെ സന്തോഷത്തോടുകൂടെ ചിരി തൂകിയിരുന്ന ആ പെൺകുട്ടി ടീച്ചറുടെ കൈ തോളിൽ നിന്ന് തട്ടിമാറ്റിയിട്ട് അല്പം ബാക്കോട്ട് നിന്നിട്ട്, മിസ്സും പാഠം പഠിപ്പിച്ചാൽ മതി, എന്റെ പ്രൈവസിയിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞ നമ്മുടെ മലപ്പുറം ജില്ലയിലെ പല സ്കൂളിലെ നമ്മുടെ പെൺകുട്ടികൾ അധ്യാപകർ എന്തെങ്കിലും സീരിയസ് ആയിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ അവർക്കെതിരെ പണി കൊടുക്കുന്നത് കൊണ്ട് അവരുടെ വീട്ടിൽ പിന്നെ തീ പുകയൂല, അവരുടെ പണിഷ്മെന്റ്, അവർക്ക് ജോലി തെറിക്കും എന്നുള്ളത് കൊണ്ട് അവർ പണി നിർത്തി. വേണമെങ്കിൽ കുട്ടി പഠിച്ചോട്ടെ,
ക്ലാസ് കുട്ടി ശ്രദ്ധിച്ചാലുമില്ല, ശ്രദ്ധിച്ചിട്ടില്ല, എന്തായാലും കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, പിന്നെ ഇതാണെങ്കിൽ പ്രൈവറ്റ് ആണെങ്കിൽ, മാനേജ്മെന്റും പ്രൈവറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരാദ്യ രക്ഷിതാക്കളോട് പറയും, ഞങ്ങൾ നിങ്ങളെ കുട്ടികളെ തല്ലും, നല്ലോണം തല്ലും, അതിന് പറ്റെങ്കിൽ ഇവിടെ കൊടുന്നാക്കിയാൽ മതി. LP സ്കൂളും UP സ്കൂളും ഗവൺമെന്റ് സ്കൂളാണ്, പിന്നെ ചോദിക്കാനും പറയാൻ ആളില്ലല്ലോ. അധ്യാപകർ കുടുങ്ങിപ്പോവാണ്, ഒന്നും ചെയ്യാൻ വയ്യ. ആ തരത്തിലേക്ക് മക്കൾ ഇങ്ങനെ മൂക്കെടുത്ത് വരികയാണ്. ആ കുട്ടികളെ ഞാനാ ഗൈഡ് ചെയ്യുക? വാപ്പാക്കും ഉമ്മാക്കും പിടിച്ച കിട്ടാത്ത കുട്ടികൾ, അധ്യാപകർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കുട്ടികൾ, ഇനി ആര് ഈ ടീമിനെ നന്നാക്കും? കേരളം ഇനി കാണാൻ പോകുന്ന 2025 ആകുമ്പോഴേക്ക് കേരളം കാണാൻ പോകുന്ന ഒരു അപകടം ഞാൻ പ്രവചിക്കുന്നു. ഒന്നുമില്ല, ഇത്തരം കൗമാരക്കാരെ കൊണ്ട് പൊറുതിമുട്ടും, നമ്മൾ പൊറുതിമുട്ടും. ഇപ്പോൾ വളർന്നു വരുന്ന തലമുറ, ഈ തലമുറയെ കൊണ്ട് കണ്ണീര് കുടിക്കേണ്ടി വരും. ഇന്നത്തെ സർക്കാരിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരായിരിക്കുന്ന ആളുകൾ പോലും അവരുടെ മക്കളിലൂടെ കണ്ണീര് കുടിക്കും. കുട്ടികൾക്ക് അമിതമായിട്ട് ചൈൽഡ് ലൈൻ സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നുണ്ടല്ലോ, നല്ലത് തന്നെയാണ്. ഉത്തരവാദിത്ത ബോധത്തെ കുറിച്ചുകൂടെ കുട്ടികളെ പഠിപ്പിക്കണം. അമിതമായി ചൂഷണം ചെയ്യുന്നു. സ്വന്തം വാപ്പക്കെതിരെ കേസ് കൊടുത്തിട്ട് ഇന്നും തിരൂരിൽ ഒരു വല്യാപ്പണ്ട് കോടതിക്ക് നടക്കണത്, പേരക്കുട്ടി കൊടുത്ത് പെറ്റീഷനാ. 18 വയസ്സ് വരെ കുട്ടി നമ്മളുടേതല്ല, സർക്കാരിൻ്റെതാണ്. 18 വയസ്സ് കഴിഞ്ഞാൽ കുട്ടി അത് ഓൻ്റെതാണ്, അത് നമ്മളതല്ല. ഉണ്ടാക്കിയ വാപ്പിമ്മയും പൊട്ടനായി, വെറുതെ വേസ്റ്റ്. അതപ്പത്തെ നിയമം. നിങ്ങൾക്ക് മനസ്സിലാണില്ലേ? 18 വയസ്സ് വരെ കുട്ടി നിങ്ങളതല്ല. നിങ്ങളൊന്ന് കുട്ടിയോട് ചൂടായി നോക്കി. നിങ്ങളെ കുട്ടി പരാതി കൊടുത്താൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, അവര് വരും, കൂട്ടി കൊണ്ടുപോകും, പൂട്ടിടും, ആമിടും. നിങ്ങൾ എന്തേ കരുതി? ചില്ലറയെന്ന് കരുതിയോ? നിന്റെ കുട്ടി അങ്ങനെ ചെയ്തല്ലോ എന്ന് പിന്നാലെ വെച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. കുട്ടികൾക്ക് അത്രയും ഇതിനെക്കുറിച്ചുള്ള ബോധം, ദുരുപയോഗം നന്നായി നടക്കുന്നുണ്ട്. ഇനി ആര് ഈ ടീമിനെ നന്നാക്കും? ഇത്തരം ലഹരിയിലും വേണ്ടത്തിലൂടെ പിന്നിപ്പോകുന്ന കുട്ടികളെ. വളരെ വ്യാപകമായിട്ട് ലഹരി കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരു വാപ്പയും ഉമ്മയും ശ്രദ്ധിക്കേണ്ടത്, എന്തോ ആയിന്റെ ശേഷമല്ല നമ്മൾ ഇതിനെക്കുറിച്ച് കഷ്ടപ്പെടേണ്ടതും ചിന്തിക്കേണ്ടതും. കേരളത്തിൽ പൊതുവെ അങ്ങനെ ഉണ്ടാവാറുള്ളത്. നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആദ്യം അയൽവാസികൾ അറിയും, പിന്നെ നാട്ടുകാർ മൊത്തം അറിയും, ഗൾഫിലുള്ളവരും അറിയും, അവസാനം പാവി ഇമ്മിപ്പി അറിയും. എന്നാ ആരാന്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാലോ ആദ്യം നമ്മൾ അറിയും, നാട്ടുകാർ മൊത്തം അറിയും, ഗൾഫിലൊക്കെ അറിയും, പിന്നെ അവസാനം ആ അമ്മയും വാപ്പി അറിയും. ശരിയല്ലേ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ? എന്തെങ്കിലും സംഭവിച്ചിട്ടല്ല നോക്കേണ്ടത്. നമ്മുടെ കുട്ടി വലുതായി വരുമ്പോ ശരാശരി പറയുകയാണെങ്കിൽ 0 to 5, 5 വയസ്സ് വരെ കുട്ടിക്ക് വലുത് എന്തെന്നെയാണ്? ഓന്റെ ഉമ്മയും ഓന്റെ വാപ്പന്നെയാണ്. 5 വയസ്സ് മുതൽ 11 വയസ്സ് വരെ ശരാശരി കുട്ടിക്ക് വലുത് ഇമ്മിയും വാപ്പയല്ല, മദ്രസയിലെ ഉസ്താദും സ്കൂളിലെ ടീച്ചറും അധ്യാപികമാരാണ്. 2ലോ 3ലൊക്കെ പഠിക്കുന്ന കുട്ടികളോട് മോനെ ഇത് ഇങ്ങനെയല്ല വായിക്കേണ്ടത്, ഇങ്ങനെ വായിക്കലെന്ന് പറഞ്ഞു നോക്കിയാണ്, ഉമ്മച്ചിക്കറിയില്ല, എന്റെ ഉസ്താദ് നിങ്ങൾ ഇന്നെ പഠിപ്പിച്ചെന്നത്. അങ്ങനെ കുട്ടികളെ പറയാം. മോനെ ഇതെങ്ങനെയല്ല എഴുതേണ്ടത്, മോളെ ഇതിങ്ങനെയല്ല എഴുതേണ്ടത്, ഉമ്മച്ചിക്കറിയില്ല, എന്റെ മിസ് ഇങ്ങനെയാണ് പഠിപ്പിച്ചത്. കുട്ടിക്ക് അപ്പ വലുത് സ്കൂളിലെ അധ്യാപികമാരും മദ്രസയിലെ ഉസ്താദുമാണ്. എന്നാൽ ശരാശരി 11 വയസ്സ് മുതൽ 23 വയസ്സ് വരെ കുട്ടിക്ക് വലുത് ഇമ്മയല്ല, വാപ്പിയല്ല, സ്കൂളിലെ അധ്യാപികമാരുമല്ല, മദ്രസയിലെ ഉസ്താദുമല്ല, പിന്നെ ചങ്ക് ഫ്രണ്ട്സ്, ചങ്ക് ബ്രോ പോലെ ഭാഷയെ പറഞ്ഞാൽ ശരിയല്ലേ? കൂട്ടുകാരല്ലേ ഒലിക്ക് വലുത്? ആണോ അല്ലേ? ഈ സമയത്താണ് നമ്മളെ കുട്ടി വഴിതെറ്റുക. ഈ സമയത്ത് ഉമ്മയും വാപ്പയും ശ്രദ്ധിക്കേണ്ടത്, ഇന്റെ കുട്ടിക്ക് എന്തെങ്കിലും അസ്വാഭാവികമായ സംസാരങ്ങളോ, അസ്വാഭാവികമായ ഇടപെടലോ, അസ്വാഭാവികമായ ചില എന്താ പറയാ കാട്ടിക്കൂട്ടലുകളോ, ഒറ്റയ്ക്കിരിക്കലോ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നോട്ട് ദ പോയിന്റ്, നോട്ട് ചെയ്തോളണം. എന്നിട്ട് കൃത്യമായി സ്നേഹത്തോടു കൂടെ മകനെ വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങളോട് പറയുന്നില്ലെങ്കിൽ അവന്റെ അധ്യാപകനോട് അന്വേഷിക്കണം. നിങ്ങൾ അവന്റെ മദ്രസയിലെ ഉസ്താദിനോട് നിങ്ങൾ അന്വേഷിക്കണം. സ്വകാര്യമായിട്ട് ഉസ്താദ് സോപ്പിട്ട് ചോദിക്കുമ്പോൾ കുട്ടികൾ പറയും. നമുക്ക് മക്കളിൽ അമിതമായ വിശ്വാസമാണ്. ആ അമിതമായ വിശ്വാസത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ സ്വീകരിക്കൂല. എന്റെ അടുത്തേക്ക് ഒരു കൗൺസിലിങ്ങിന് കൊടുവള്ളി ഭാഗത്തു നിന്ന് ഒരു കുട്ടിയെ കൊണ്ടുവന്നു, പ്രണയവുമായി ബന്ധപ്പെട്ടൊരു കേസിൽ. അവസാനം ആ കുട്ടിക്ക് സ്കൂളിലെ അധ്യാപകൻ വാപ്പക്ക് ന്യൂസ് കൊടുത്തു, കുട്ടിയെ മോളെ ശ്രദ്ധിക്കണം, മോളെ ചില ഇടപെടലുകളൊക്കെ മോശമാണ്. വാപ്പ വിളിച്ചിട്ട് ചോദിച്ചു, മോളെ ഇങ്ങനെ പറഞ്ഞല്ലോ സാറ്, എന്തെങ്കിലും ഉണ്ടോ? ആ സമയത്ത് കുട്ടി പറഞ്ഞു, ഇല്ല വാപ്പ, അല്ലെങ്കിലും ആ സാർ അങ്ങനെ തന്നെയാണ്, ആ സാറ് വായി നോക്കിയാണ്. കണ്ടോ, സാറ് നല്ലോണം പറഞ്ഞപ്പോ കുട്ടി സാറിന് പണിയെടുത്തത് ആ സാറിനെ മോശമാക്കിയിട്ട് അവതരിപ്പിച്ചു. ആ സാർ അല്ലെങ്കിലും വായി നോക്കിയാണ്, ആ സാറിന് അങ്ങനെ ചിരിച്ചു കൊടുത്തില്ലെങ്കിൽ ആ സാർ അങ്ങനെയൊക്കെ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി അങ്ങോട്ട് പറഞ്ഞു. വാപ്പത് വിശ്വസിച്ചു. മോളെ സത്യം പറ, അങ്ങനെ ഇല്ലല്ലോ.
വാപ്പ ഖുറാൻ തൊട്ട് സത്യം ചെയ്ത് തരാൻ. അങ്ങനെ ഇല്ല, ഖുറാൻ തൊട്ട് സത്യം ചെയ്ത പെൺകുട്ടി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ അവളിൽ നിന്നൊരു ഫോൺ പിടിച്ചു. ഫോണിനെ കുറിച്ച് അന്വേഷിച്ചു. അതിന്റെ കൂട്ടുകാരുടേതാണ്, അങ്ങനെയാണ് ഇങ്ങനെന്നൊക്കെ പറഞ്ഞൊപ്പിച്ചു. അതിലെന്തോ ഒരു പന്തികേട് തോന്നിയപ്പോ വാപ്പ നന്നായിട്ടാണ് ചോദ്യം ചെയ്തു. അപ്പൊ കള്ളി പുറത്തേക്ക് വന്നു. സംഗതി ഉണ്ട്, ഓൻ കൊടുത്ത ഫോൺ തന്നെയാണ്. അലമാറിന്റെ ഉള്ളിലൊക്കെ പൂത്തി വെച്ചിട്ടേന് നടക്കുക. പിന്നെ സ്വന്തം ശരീരത്തിന്റെ രഹസ്യ ഭാഗങ്ങളിൽ ഖുർആൻ തൊട്ട് സത്യം ചെയ്ത് പറഞ്ഞ പെൺകുട്ടി എനിക്ക് അങ്ങനെ ഇല്ലാന്ന്. അങ്ങനൊക്കെ മക്കൾ പറയും. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അമിതമായ വിശ്വാസമായിരിക്കും. ആ വിശ്വാസം ഉണ്ടാണ്ടാന്ന് കരുതിയിട്ടാണ് ഞാൻ അതൊക്കെ പറഞ്ഞത്. മനസ്സിലായിണ്ടോ? മക്കളിൽ അമിതമായ വിശ്വാസം ഉണ്ടെന്ന് പുറമെ മക്കൾ ഖുർആൻ തൊട്ട് പോലും സത്യം ചെയ്യും. പക്ഷെ ശ്രദ്ധിക്കണം, നന്നായിട്ട് വേണ്ട പോലെ നിങ്ങൾ ഇടപെടണം. പക്ഷെ അത് വഷളാക്കരുത്. കുട്ടിയുടെ അഭിമാനബോധത്തെ തകർക്കുന്ന രൂപത്തിൽ നിങ്ങൾ ഇടപെടരുത്. നാട്ടിലും കുടുംബത്തിലൊക്കെ മൊത്തം പരസ്യമാക്കിയിട്ട് എരപ്പാക്കരുത് എന്നർത്ഥം. ഉളുപ്പ് കെട്ടാ പിന്നെ എന്തും ചെയ്യാൻ മടിക്കൂല മനുഷ്യൻ. അതുകൊണ്ട് ഉളുപ്പ് കെടാൻ സമ്മതിക്കരുത്, അഭിമാനബോധത്തെ തകർക്കരുത്. സ്നേഹത്തോടുകൂടെ സ്വകാര്യമായി ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യണം. ബന്ധപ്പെട്ടവരെ നിങ്ങൾ അറിയിക്കണം. കുട്ടിക്ക് വേണ്ട കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കണം. നല്ലോണം ശ്രദ്ധിക്കണം എന്നർത്ഥം. ഫോണിന്റെ ഉപയോഗമാണ് മറ്റൊന്ന് നമ്മളെ വ്യാപകമായി നമ്മുടെ കൗമാരത്തെ പിടിച്ചു കുൽക്കുന്ന പ്രശ്നം. ഫോണിൽ എന്താ കാര്യമായിട്ട്? ഫോണാണ് ഇന്നത്തെ മെയിൻ വില്ലൻ എല്ലാ പ്രശ്നങ്ങൾക്കും. കുട്ടിയുടെ പഠനത്തിൽ വരുന്ന പ്രശ്നങ്ങൾക്കും കുട്ടിയുടെ സ്വഭാവത്തിൽ വരുന്ന പ്രശ്നങ്ങൾക്കും കുട്ടിയുടെ ഏതെല്ലാം പ്രശ്നങ്ങളുണ്ടോ എല്ലാ പ്രശ്നങ്ങൾക്കും ഇന്ന് പ്രധാനപ്പെട്ട കാരണം ഫോണാണെന്ന് ഒരുപാട് പഠനങ്ങൾ പറയുന്നു. വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ധാരാളം ഫോട്ടോസും വീഡിയോസും ധാരാളം ചാനൽ ചർച്ചകൾ പോലും നമ്മൾ കേട്ടവരും വായിച്ചവരും കണ്ടവരും മനസ്സിലാക്കിയവരുമാണ്. നമ്മുടെയൊക്കെ ഫോണിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ഫോണ് നമുക്ക് കേടാണ്, ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്നതാണ്. സാമാന്യം 18 വയസ്സായ ഒരു കുട്ടിക്ക് 20 മിനിറ്റാണ് ഫോൺ തുടർച്ചയായി ഉപയോഗിക്കാൻ പറ്റുന്ന സമയം. മാക്സിമം പോയ അരമണിക്കൂർ, അതിലേറെ ഉപയോഗിച്ച കേടാണ്. സ്ക്രീനിന്റെ ബ്രൈറ്റ്നസും അതിന്റെ ഫ്ലാഷ് ലൈറ്റും കണ്ണിന് ബാധിക്കും, കണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അന്ധത പ്രശ്നങ്ങളേക്ക് വരും. മാത്രവുമല്ല, നമ്മുടെ തിരുവനന്തപുരത്ത് RCCയിൽ റീജിയണൽ ക്യാൻസർ സെന്ററിൽ ശരിക്കും ശ്രദ്ധിച്ചോളൂ, ഇന്ന് 130-ലേറെ കുട്ടികൾ 10 വയസ്സിന് താഴെയുള്ളവർ കണ്ണിന് ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാണ്. 130-ലേറെ കുട്ടികൾ കണ്ണിന് ക്യാൻസർ ബാധിച്ച്, പ്രായം 10 വയസ്സിന് താഴെ. ഡോക്ടർമാർ പറയുന്നു, ഓങ്കോളജിസ്റ്റുകൾ പറയുന്നു, കാരണം മറ്റൊന്നുമല്ല, ഫോണിന്റെയും ടാബിന്റെയും അമിതമായ ഉപയോഗം. കുട്ടിക്ക് തിന്നണമെങ്കിൽ, മാമു തിന്നണമെങ്കിൽ ഇത് കൊടുത്തോളണം അല്ലേ, അല്ലെങ്കിൽ കൊച്ചു TV ഇട്ടെടുത്തോളണം. ഇതില്ലേ കുട്ടി ഭക്ഷണം കഴിക്കൂല. ഇനി നമ്മൾ മരിച്ചു, വാപ്പമാരെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ മരിച്ചു തന്നെ കൂട്ടിക്കോളൂ. മരിച്ച നിങ്ങളുടെ മയ്യത്ത് നിങ്ങളുടെ ഡൈനിങ് ഹാളിൽ വെച്ചു. ഡൈനിങ് ഹാളിൽ ആളുകൾക്ക് വേണ്ടി തുറന്നു വെച്ച ആ സമയത്ത് നിങ്ങളുടെ ഡൈനിങ് ഹാളിലുള്ള ആ TV-യുടെ മേലെ സ്വാഭാവികമാണ് ഒരു കർട്ടനോ ഒരു വിരിയോ നമ്മളിങ്ങനെ ഇടും. ആ വിരി എത്ര ദിവസം കഴിഞ്ഞാലും എടുക്കുക? നിങ്ങൾ കബർക്ക് പോയതിനു ശേഷം ഒരു ശരാശരി എത്ര ദിവസം ഉണ്ടാവും ആ വിരിന്റെ മേലെ, ആ TV-യുടെ മേലെ വിരി? ഒന്ന് പറയാവോ? 7 ദിവസം കിട്ടുമോ? 7 ദിവസം വരെയൊക്കെ കിട്ടുപ്പോ? ശരിക്കും ആലോചിച്ച് നോക്കിയാണ്. പിന്നെ ആ ചൈത്താൻ പെട്ടിയിലൂടെ നമ്മൾക്ക് ആ കുട്ടികൾ കാണുന്നത്, പേരക്കുട്ടികളെ കാണുന്നത് വേണ്ടാത്ത ഹറാമാണെങ്കിൽ കബറിന്ന് നമ്മളിങ്ങനെ അനുഭവിക്കേണ്ടി വരും. അത് വേറെ വിഷയം. നല്ലതാണ് നല്ലത് അനുഭവിക്കാം, തിന്മയാണ് തിന്മ അനുഭവിക്കേണ്ടി വരും. ഇത്രയേ ഉള്ളൂ. പേരക്കുട്ടിക്ക് അറിയില്ല വല്യാപ്പ മരിച്ചു കിണുന്ന്. ഓനക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ, ഓനക്ക് തിന്നണമെങ്കിൽ പഴയ പോലെ ഓനക്ക് ഫോണും TV-യും കൊച്ചു TV ഒക്കെ വേണ്ടി വരും. കുട്ടിക്ക് അറിയാൻ തുടങ്ങും, ഭക്ഷണം കഴിക്കാതാകും. നമ്മളെ ഭാര്യന്നെ മരുൾക്ക് എന്ന മോളെ റിമോട്ട് ഇട്ടുകൊടുത്താളെ കുട്ടി തിന്നോട്ടെ എന്ന് പറയും. ആര്? നമ്മളെ കൂടെ കയറുന്ന നമ്മുടെ ഭാര്യ പോലും ഒരാഴ്ചക്കൊന്നും നിൽക്കൂല. കാരണം അത്രയും അഡിക്റ്റഡ് ആയി ഫോണിൽ. ഉമ്മക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഫോൺ കൊടുത്താലേ പറ്റൂ. അതുകൊണ്ട് വ്യാപകമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഹംസ അഞ്ചുമുക്കിൽ വന്ന സമയത്ത് അതിന്റെ എല്ലാ സംഗതികളും ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ അതിലേക്കും കടക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനമായി വരുന്ന പ്രണയ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് ചിലത് പറയാനുണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഇനി ഇവിടുന്ന് ശ്രദ്ധിക്കേണ്ടത്, ഓരോ ഉമ്മയും ഓരോ വല്യമ്മയും ഓരോ വാപ്പയും ഓരോ വല്ലിപ്പയും ഓരോ ആങ്ങളമാരും ഓരോ പെങ്ങന്മാരും ശ്രദ്ധിക്കണം. ഇനി പറയുന്ന വിഷയം നന്നായി ശ്രദ്ധിച്ചോളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇത് പറഞ്ഞിട്ട്. ഇന്ന് ഈ സംഗതി വളരെ വ്യാപകമാണ്. LKG തലങ്ങളിൽ പോലും പ്രണയം നടന്നു തുടങ്ങിയിട്ടുണ്ട്. LKG എന്നാണ് തുടങ്ങുന്നത്. 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്
3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ശരിക്കും ശ്രദ്ധിച്ചോളെ, 3ൽ പഠിക്കുന്ന ഒരു കുട്ടി, അതേ ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിക്ക് ഓനക്ക് ഭയങ്കര ഒരു ഇഷ്ടം, ഓളോട് ഭയങ്കര ഒരു ഇഷ്ടം, ഒരു സ്നേഹം. ഓള് മൂത്രയിക്കാൻ പോയപ്പോ, 3ൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി മൂത്രയിക്കാൻ പോയപ്പോ ഓല ടോയ്ലറ്റിലേക്ക് ഇതേ ആൺകുട്ടി ഓളെ കൂടെ പോകുന്നു. ഓളാകെ പേടിച്ചു. 3ലല്ല കുട്ടി, പെൺകുട്ടി ആകെ പേടിച്ചു. പെൺകുട്ടി പേടിച്ചിട്ട് നേരെ ടീച്ചറുടെ അടുത്തേക്ക് ഓടി വന്നു. സ്റ്റാഫ് റൂമിലുള്ള ടീച്ചർക്ക്, മിസ്സേ അഖിൽ എന്റെ കൂടെ ബാക്കിൽ വരുന്നുണ്ട് ഞങ്ങളുടെ ടോയ്ലറ്റിലേക്ക്. ടീച്ചർക്ക് ഇത് കേട്ടപ്പോ ഭയങ്കര കൗതുകം. ഇങ്ങനൊക്കെ ഉണ്ടാവുമോ? വയസ്സ് 3ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്ന ചെറിയ മക്കളല്ലേ. അഖിലിനെ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ ഇന്റർവെല് സമയത്ത് മോനെ പന്ത് എങ്ങാനും കടിച്ച സമയത്ത് അങ്ങോട്ടേക്ക് പോയപ്പോ അതെടുക്കാൻ പോയതാണോ? ആ നിഷ്കളങ്കമായ അഖിൽ പറഞ്ഞു, മിസ്സേ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ടീച്ചർക്ക് അതിലേറെ സങ്കടവും വലിയ കൗതുകം. ടീച്ചർ ചോദിച്ചു, അടാ നിനക്കെന്താ എന്നോടൊന്നും ഇഷ്ടല്ലേ, അവളോട് മാത്രമേ ഇഷ്ടമുള്ളൂ? അങ്ങനെ തമാശക്ക് ചോദിക്കൂലേ ടീച്ചർമാരാകുമ്പോ, അടാ നിനക്ക് അവളെ ഇഷ്ടമുള്ളൂ, എന്നൊന്നും ഇഷ്ടല്ലേ, ഞാനും ടീച്ചറല്ലേ, ഞാനൊരു പെണ്ണല്ലേ. ആ സമയത്ത് 3ൽ പഠിക്കുന്ന ആ കുട്ടി പറഞ്ഞത് ടീച്ചറെ മാരേജ് കഴിഞ്ഞതല്ലേ എന്നാ. നിങ്ങൾ ആലോചിച്ചൊക്കെയാണ്, വയസ്സ് 8, 3ാം ക്ലാസ് പഠിക്കണ കുട്ടി. 8ലേക്ക് എത്തണ്ട, അതിന് മുമ്പ് തന്നെ എത്താം. ഒരു അംഗൻവാടി നടന്ന സംഗതി കൂടി പറയാനുണ്ട്, പക്ഷെ മക്കളോട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് പൊറുതിയേടുണ്ടാവും പെരി പോയി കഴിഞ്ഞാല് മക്കള് കണ്ണുപോക്കുമ്പോ. ഇന്ന് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും പഠിക്കുന്ന കുട്ടികൾ അന്യപുരുഷന്റെ സ്പർശനമേൽക്കാത്ത കുട്ടികൾ ഇന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? ഇന്ന് അന്യപുരുഷന്റെ വൈകാരിക സ്പർശനമേൽക്കാത്ത പെൺകുട്ടികൾ ഇന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോന്ന്? വ്യാപകമായിട്ട് ഇന്ന് അത്തരത്തിൽ മലീമസമായി കൊണ്ടിരിക്കുകയാണ്. ഞാനതിന്റെ വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല. എന്തുകൊണ്ട് എന്നുള്ളത് എനിക്ക് പറയണം. ഇത് എനിക്ക് പറഞ്ഞേ പറ്റൂ. നല്ലോണം ശ്രദ്ധിച്ചോളൂ. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടി ഇത്തരം തെറ്റിലേക്ക് പോകുന്നത്? ഞാൻ ആദ്യമായിട്ടൊരു മുഖവുര പറയാണ്. ഒരിക്കൽ പോലും നമ്മുടെ പെൺകുട്ടി പിഴയല്ല, നമ്മുടെ പെൺമക്കൾ പിഴകളല്ല. അവൾ പിഴയാണെങ്കിൽ നമ്മളാണ് ആദ്യം പിഴച്ചത്. കാരണം നമ്മുടെ വിത്താണ് ആ കുട്ടി. ശരിയാണോ അല്ലേ? ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന, അല്ലെങ്കിൽ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലൊക്കെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയും അവൾക്ക് വരുന്ന 5ഓ 6ഓ പ്രപ്പോസൽ വരുമ്പോ അതിൽ അവസാനം വരുന്നത് ഒരു പക്ഷേ തമാശക്ക് വേണ്ടിയിട്ട്, ടൈം പാസിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്തേക്കാം, അവൾ ഓക്കെ പറഞ്ഞേക്കാം. ഒരിക്കൽ പോലും ഒരു പെൺകുട്ടി ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടല്ല, അവളുടെ ശരീരത്തിന്റെ ആഗ്രഹം തീർക്കാനല്ല, സെക്സിന് വേണ്ടിയിട്ടല്ല, മറിച്ച് സ്നേഹവും വാത്സല്യവും മാത്രമാണ്. അത് മാത്രമാണ്. ഒരു പെൺകുട്ടിയും തന്റെ ശരീരത്തിന്റെ ആഗ്രഹം തീർക്കാനല്ല അവൾ അഫെയറിലേക്ക് പോകുന്നതും പ്രണയത്തിലേക്ക് പോകുന്നതും ചെക്കന്മാരുടെ പിന്നാലെ സംസാരത്തിനും കിന്നാരത്തിനും പോകുന്നത്. ശരിക്ക് നോട്ട് ദ പോയിന്റ്. ഓരോ വാപ്പയും ആങ്ങളമാരും ശ്രദ്ധിച്ചോളൂ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഞാൻ ഇതിന്റെ ഒരു വിഷയം പറയാം. എന്റെ ശബ്ദം കേൾക്കുന്ന മുകളിലും താഴെയും കർട്ടന്റെ ബാക്കിലുമുള്ള സഹോദരിമാരോടാണ്. വീട്ടിൽ നമ്മുടെ പെൺകുട്ടി ഒന്നാമതായി ജനിച്ചത് പെൺകുട്ടിയാണെങ്കിൽ, മനസ്സിലായുണ്ടോ? ഞാൻ അതിന്റെ വേറൊരു വശം പറയാം, അതായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകാൻ നല്ലത്. പൊതുവെ നമ്മൾ സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു തെറാപ്പിയാണ് മിസ്സിംഗ് ബ്രദർ തെറാപ്പി. ഈ തെറാപ്പിയിലൂടെ നമ്മൾ ചെയ്യുന്ന ഇത്രയാണ്: ഒരു ഭാഗത്ത് ആൺകുട്ടികൾ ഉണ്ടാകും, ഒരു ഭാഗത്ത് പെൺകുട്ടികൾ ഉണ്ടാകും. നമ്മൾ ആ സദസ്സിനോട് മൊത്തത്തിൽ ചോദിക്കുന്ന ചോദ്യമാണ്, മക്കളെ, വീട്ടിൽ ഒന്നാമത്തെ കുട്ടി പെൺകുട്ടിയായി ജനിച്ചവരൊക്കെ ഒന്ന് കയ്യൊന്തിച്ചേ. നമ്മുടെ കുറേ മക്കൾ കയ്യൊന്തിക്കും. അടുത്ത ചോദ്യം, വീട്ടിൽ എല്ലാ മക്കളും പെൺകുട്ടികളായി ആൺകുട്ടികളില്ലാതെ ജനിച്ചു വന്നവരൊക്കെ കയ്യൊന്തിച്ചേ. കുറെ മക്കൾ കയ്യൊന്തിക്കും. ഈ പെൺകുട്ടിയോടായിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, മക്കളെ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ഇക്കാക്ക വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലേ? മനസ്സിലായുണ്ടോ? നമ്മുടെ പെൺമക്കളിൽ വീട്ടിൽ ഒന്നാമത് പെൺകുട്ടിയും അല്ലെങ്കിൽ എല്ലാ മക്കളും പെൺകുട്ടിയായി ജനിച്ചു വന്നതാണെങ്കിൽ അവരോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഈ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ഇക്കാക്ക വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? മക്കള് തലയാട്ടിട്ട് പറയും, സാറേ ഉണ്ട്, വേണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോ നിങ്ങളുടെ ഉമ്മയിലും നിങ്ങളുടെ അതേ ഉപ്പയിലും ഒരു ഇക്കാക്ക വേണം, നിങ്ങൾക്ക് ഇക്കാക്കയെ തരികയാണെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറാണോ? ആന്ന് പറയും. നെക്സ്റ്റ് ചോദ്യം നമ്മൾ ചോദിക്കും, എത്ര ശതമാനം ആഗ്രഹമുണ്ട്? 100% ആഗ്രഹമുണ്ട് എന്ന് മക്കൾ പറയും.
100% ആഗ്രഹം പറഞ്ഞ പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ഒരു കുട്ടിയെ നമ്മൾ സ്റ്റേജിലേക്ക് വിളിച്ചു കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ അവളോടായിട്ട് ചില സംഗതികളൊക്കെ ഇങ്ങനെ ശരിക്കും മൂടാക്കി കൊടുക്കും. ഒരു ഇക്കാക്കയുടെ ഫീലിങ്സ് ശരിക്കാണ് കൊടുക്കും. എടി മോളു, ഒരു ഇക്കാക്ക ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസാലെടി, ഒരു ഇക്കാക്ക ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ കൂടെ നമുക്ക് കറങ്ങാമായിരുന്നുല്ലേ, വീട്ടിൽ പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ഉമ്മയും ഉപ്പയും അവന്റെ കൂടെ എപ്പോഴും നമ്മളെ കറങ്ങാൻ വിടുമായിരുന്നുല്ലേ, സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ കട്ട സപ്പോർട്ടായിട്ടും ചോദിക്കാനും അവനുണ്ടാകുമായിരുന്നില്ലടി. കുട്ടിയുടെ കണ്ണിൽ വെള്ളം നിറയാൻ തുടങ്ങും, കുട്ടിക്ക് ആകെ സങ്കടം വരാൻ തുടങ്ങും. ശരിക്കും ഇക്കാക്കയുടെ ഫീലിങ്സ് നന്നായിട്ട് കയറ്റി കൊടുക്കും. എന്നിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, മോള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏതോ ഒരു ക്ലാസ്സിലെത്തിയ സമയത്ത് ഇക്കാക്ക വേണമെന്ന ആഗ്രഹം നന്നായിട്ട് ഫീൽ ചെയ്തിട്ടില്ലേ? വാപ്പയെ നന്നായിട്ട് മിസ് ചെയ്ത ആങ്ങളയെ, മൂത്ത ആങ്ങളയെ, ഇക്കാക്കയെ, ഒരു ചേട്ടനെ നന്നായിട്ട് മിസ് ചെയ്ത സമയം എപ്പോഴാ? അവളിങ്ങനെ നോക്കിയിട്ട് പറയും, സാറേ 7th 8th അല്ലെ 9 പഠിക്കുമ്പോ അല്ലെ 10th പഠിക്കുമ്പോ. ചില അപൂർവ കുട്ടികൾ പറയും ഞങ്ങൾ 6 അല്ലെങ്കിൽ 5. ആ സമയത്ത് മൈക്ക് ഓഫ് ചെയ്തിട്ട് അവളോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഓരോ വാപ്പയും ശ്രദ്ധിച്ചോളൂ, ഓരോ ആങ്ങളെയും ശ്രദ്ധിച്ചോളൂ. മോളു, when did you achieve your puberty? അവൾ നാണം കൊണ്ട് പറയും സെയിം ക്ലാസ്, തല താഴ്ത്തും. എന്താ പറഞ്ഞേ? നീ ഏത് ക്ലാസ്സിലെത്തിയപ്പോഴാണ് പ്രായം അറിയിച്ചത്? അവൾ പറയും സെയിം ക്ലാസ്, ആ ക്ലാസ്സിലാണ് സാറേ. എന്ന് വെച്ചാൽ നമ്മുടെ പെൺകുട്ടി, വീട്ടിലുള്ള പെൺകുട്ടി പ്രായം അറിയിക്കുന്ന സമയത്ത് വീട്ടിൽ വാപ്പയെ നന്നായിട്ട് മിസ് ചെയ്യുന്നു, വീട്ടിൽ ഒരു ആങ്ങളയെ, ഒരു ഇക്കാക്കയെ നന്നായിട്ട് മിസ് ചെയ്യുന്നു. ശരിക്കും ശ്രദ്ധിച്ചോളൂ, ഓരോ ആങ്ങളമാരും ഓരോ വാപ്പമാരും. നോട്ട് ദ പോയിന്റ്. നന്നായിട്ട് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിലപ്പുറം ഏറ്റവും നന്നായി ആ മകൾക്ക് ഫീൽ ചെയ്യുന്നത് വാപ്പയെ മിസ് ചെയ്യുന്നത്, അതുപോലെ ഒരു ഇക്കാക്കയെ മിസ് ചെയ്ത് ഫീൽ വരുന്നത് ഈ പ്രായം അറിയിക്കുന്ന സമയത്താണ്. അവിടെ ഉള്ളിൽ വല്ലാതെ ആ ദാഹം ഉണ്ടാകും. 100% കുട്ടികളാണ് അധിക കുട്ടികളുള്ളത്. നന്നായിട്ടുണ്ട്, ഒരുപാട് കുട്ടികൾ. അത്രയും നമ്മളിത് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടായ സാധനമാണ്. ഈ കുട്ടിയോട് നമുക്ക് പിന്നെ ചെയ്തു കൊടുക്കുന്ന സംഗതി, അവളുടെ മുമ്പിൽ ഒരു ഇക്കാക്കയെ ഇരുത്തിയിട്ട് ഉണ്ട് എന്ന് മനസ്സിൽ വിഷ്വൽ ചെയ്യിപ്പിച്ചു കൊടുത്ത് ആ ഇക്കാക്കയോട് സങ്കടങ്ങൾ മുഴുവനും തുറന്ന് പറയിച്ച് അവളുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ സങ്കടത്തെ ഓർത്ത് അത് അവന്റെ മുമ്പിൽ തുറന്നു പറഞ്ഞ് അവനെല്ലാം കേട്ട് അവളെ സമാധാനിപ്പിക്കുന്നതായിട്ട്, അവസാനം കൂടെ ഡെമോക്ക് വെച്ച ഒരു പെൺകുട്ടിയെ കൊണ്ട് അവളുടെ നെറ്റിയിൽ ഒരു മുത്തം ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇക്കാക്കയുടെ മുത്തം ഫീൽ ചെയ്യാൻ വേണ്ടി ഓള് 2 വിരലുകൊണ്ട് ഇങ്ങനെ വെച്ചെടുക്കും. അവൾക്കത് മുത്തമായിട്ട് ഫീൽ ചെയ്യും. എന്നിട്ട് അവളുടെ ലവ് ടാങ്ക്, മനസ്സിന്റെ ആ ഇക്കാക്കയുടെ ഫീലിംഗ്, വാപ്പയുടെ ഫീലിംഗ് നന്നായിട്ടാണ് നിറച്ചു കൊടുക്കും. നന്നായിട്ട് നിറച്ചു കൊടുത്താലോ ആ മക്കളുടെ കണ്ണിൽ നിന്ന് വരുന്ന വെള്ളത്തിന് കണക്കുണ്ടാവില്ല. അവളുടെ ഉള്ളിലെ ദാഹം തീരുകയാണ്. ഇത് ചെയ്തു കഴിഞ്ഞ ഒരു പെൺകുട്ടിയും പറയും, ഏത് മക്കളും പറയും, ആ സ്കൂളിലെ എല്ലാ കുട്ടികളും പറയും, സാറേ എനിക്കൊരു ഇക്കാക്കുണ്ടായിരുന്നെങ്കിൽ, എനിക്കൊരു ആങ്ങളുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവന്റെ ചതിയിൽ പെടുവിലായിരുന്നു അല്ലേ. നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല ഇതാണ് എന്റെ പ്രശ്നം. വീട്ടിൽ വാപ്പയെ മിസ് ചെയ്യുമ്പോ, വാപ്പന്മാരെ നമുക്കൊക്കെ ഒരു ഹുങ്കുണ്ട്, നമുക്കൊക്കെ ഒരു അഹങ്കാരമുണ്ട്. കുട്ടിനെ മുത്തം കൊടുക്കാൻ പാടില്ല, കുട്ടികളെ കെട്ടിപ്പിടിക്കാൻ പാടില്ല. ആരാ പറഞ്ഞത് ഇങ്ങനെ ചെയ്യണമെന്ന്? നന്നായിട്ട് വീട്ടിലെ പെൺകുട്ടിയെ കെയർ ചെയ്യേണ്ടത് ഒരു വാപ്പയാണ്, ഒരു ആങ്ങളെയാണ്. ഓരോ ആങ്ങളമാരും ശ്രദ്ധിച്ചോളൂ. വീട്ടിൽ വാത്സല്യം മാത്രമാണ് ഒരു പെൺകുട്ടി ആഗ്രഹിക്കുന്നത്. വീട്ടിൽ നിന്ന്, വാപ്പയിൽ നിന്നും ആങ്ങളയിൽ നിന്നും കിട്ടേണ്ട ആ സ്നേഹവും വാത്സല്യവും കിട്ടാതിരിക്കുമ്പോൾ അത് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുടെ അഫെയറിലേക്ക് പോകുന്നത്, അവനോട് ചില സംസാരത്തിനും കിന്നാരത്തിനും നിൽക്കുന്നത്. ഒരിക്കലും ശാരീരിക ആഗ്രഹത്തിനല്ല, സെക്സിന് വേണ്ടിയിട്ടല്ല, വേണ്ടാത്തതിനല്ല. പക്ഷെ ഇത് നമ്മുടെ പെൺകുട്ടികൾക്ക് തിരിച്ചറിയുന്നില്ല. ഇതാണ് എന്റെ പ്രശ്നം എന്നുള്ളത്. ഇത് അവർ തിരിച്ചറിയാത്തതുകൊണ്ടും അവർ അത് അംഗീകരിക്കാത്തത് കൊണ്ടും വീട്ടിൽ നിന്ന് കിട്ടുന്ന സ്നേഹം കൊണ്ട് അവർക്ക് മതിയാക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ നിന്നല്ലെങ്കിൽ എന്ത് സ്നേഹം നമ്മൾ കൊടുക്കുക? കുറ്റം പറച്ചിലല്ല എപ്പോഴും ഉണ്ടാവുക. വലുതായി പ്രായമെത്തിയ കുട്ടികൾക്ക്, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും, കുറ്റം പറയാതെ സ്നേഹം കൊടുത്ത് നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? അതുകൊണ്ട് എല്ലാ ആങ്ങളാരും മനസ്സിലാക്കേണ്ടത്, എല്ലാ വാപ്പയും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഗൾഫിലാണെങ്കിൽ പോലും, ജോലി തിരക്കിലാണെങ്കിൽ പോലും വീട്ടിലുള്ള മകളെ പരിഗണിക്കാൻ, വാപ്പ കൂടെ ഉണ്ടെന്ന് പറയുന്ന ഒരു ഫീലിംഗ് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. എടി നീ പേടിക്കണ്ടടി, ഞാനുണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയണം. വീട്ടിൽ മൂത്തതായി പെൺകുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആങ്ങളെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല.
എന്നാ പിന്നെ കസിൻസ് നിങ്ങൾ വെച്ചിട്ട് ആ ആങ്ങളുടെ ദാഹം തീർത്തു കൊടുക്കും ചെയ്യരുത്. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന കസിൻസാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന കസിൻസാണ്. നല്ലോണം ശ്രദ്ധിക്കണം. വാപ്പന്നെ ആ ദാഹം തീർത്തു കൊടുക്കണം. ഇന്ന് നമ്മുടെ അടുത്തേക്ക് വരുന്ന കേസുകളിൽ ഏറ്റവും കൂടുതൽ പെണ്ണിനെ ശാരീരികമായിട്ട് അടങ്ങാറാക്കുന്നത് സ്വന്തം കസിൻസ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാണില്ലേ? കസിൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടുകുടുംബം. നമ്മുടെ കുടുംബത്തിൽ ഒരു കല്യാണോ ഫംഗ്ഷനോ പരിപാടിയൊക്കെ നന്നാൽ നമ്മുടെ വീട്ടിലെ സഹോദരി അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഉമ്മ എന്താ സംഭവിക്കുക? പരിസരത്തു നിന്നും അയൽവാസികളിൽ നിന്നും കുടുംബത്തിൽ നിന്നൊക്കെ കെട്ടിച്ച് പറഞ്ഞേച്ച ഉമ്മമാരൊക്കെ തിരിച്ചു വന്ന് കല്യാണത്തിൽ ഓല് ഒന്നിച്ചു കൂടുന്ന ഓൽക്കന്ന് വലിയൊരുനാളാണ്. ഉമ്മമാർക്ക് ഓൽക്ക് പിന്നെ മക്കളെ നോക്കാൻ നേരല്ല. വാപ്പമാരെ നമുക്കോ നരേന്ദ്രമോദി സർക്കാരിനെ ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് തള്ളിയിടാനുള്ള തിരക്കിലും ചർച്ചയിൽ ചൂടുള്ള ചർച്ചയിൽ നമ്മള്, അല്ലെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയമാണ് നമ്മുടെ ചർച്ച, അല്ലെ ഇപ്പത്തെ എന്താ പറയാ അതിർത്തിയിൽ നടന്ന സ്ഫോടനങ്ങളും അവിടെ നടന്നിട്ടുള്ള ചാവേർ ആക്രമണത്തെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. ഈ കൊച്ചുമക്കൾ നല്ല പ്രായമുള്ള നല്ല പ്രായത്തിൽ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഈ കുട്ടികളെ കാണുമ്പോ നമ്മുടെ ആൺകുട്ടികളുടെ ഇന്നത്തെ പ്രശ്നം എന്താ അറിയോ? കയ്യിൽ ഒരു പലകയും അതിൽ ജിയോ നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടി ഇന്ന് മഹാ തമ്മാടിയാണ്. എന്ന് വെച്ചാൽ അത്രയും വൃത്തികെട്ടത് കണ്ട് 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 അങ്ങേയറ്റം മനസ്സും മലിനമായ കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ. ഈ കുട്ടിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഒരുപാട് ഞരമ്പ് രോഗികളായ കാമവെറിയന്മാരെ കുറെ കുട്ടികൾ ഈ കുട്ടിയെ വേണ്ടാത്ത രൂപത്തിൽ അടങ്ങാറാക്കും. ഈ കുട്ടി പേടിച്ചു പോകും. കുട്ടി അറിയാത്ത കുട്ടിയാണ്, ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാത്ത പെൺകുട്ടിയാണെങ്കിൽ ഒരു പക്ഷേ കുഴപ്പമുണ്ടാവില്ല, അപ്പൊ തിരിയൂല. പക്ഷെ അവളുടെ ഉപബോധ മനസ്സിൽ അത് കിടക്കുന്നുണ്ട്. ഉപബോധ മനസ്സിലുള്ള ആ സംഗതി അവൾ പിന്നെ വലുതായി പ്രായമറിയിക്കുമ്പോ അവൾക്ക് തിരിച്ചറിവ് വരികയാണ്. ഐ ആം നോട്ട് ക്ലിയർ, ഐ ആം കണ്ടാമിനേറ്റഡ്, ഐ ആം സെക്സ്വലി അബ്യൂസ്ഡ്. ഞാൻ അബ്യൂസ്ഡ് ആയി, ഞാൻ ക്ലിയർ അല്ല. പിന്നെ ആ പെൺകുട്ടിക്ക് ഒരു വിവാഹം ആലോചിക്കുമ്പോ കല്യാണം അടുത്ത് വരുമ്പോ ബേജാറും വേറെയൊക്കെയാണ്. നമ്മാനോട് പറയാൻ പറ്റും ഇങ്ങനെ മുമ്പ് കഴിഞ്ഞത്? അവസാനം തിന്നാൻ വേണ്ട ബേജാറും പനിയും ഇടങ്ങാറൊക്കെ കൂടുമ്പോ നമ്മളെ അടുത്തേക്ക് കൊണ്ടുവരും. നമ്മളെ ചാവിട്ട് ഇങ്ങനെ തുറക്കുമ്പോ എല്ലാം ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരും. അവസാനം ആ സംഗതി തെറാപ്പി ചെയ്തിട്ട് മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി കൊടുത്താൽ ആ കുട്ടിയുടെ പ്രശ്നം തീർന്നു. ധാരാളം കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. കാരണം നല്ല ചാൻസാണ് കസിൻസിന്. ഈ സ്കൂളിൽ പ്രണയിക്കുന്ന പെൺകുട്ടിക്കും ആൺകുട്ടിക്കും പരിമിതികളുണ്ട്. ഇപ്പോഴത്തെ കാലത്തല്ല, കുറച്ച് മുമ്പ്. ഇപ്പൊ പിന്നെ പരിമിതികളില്ല, അൺലിമിറ്റഡ് ആണ് എല്ലാം കാര്യങ്ങളൊക്കെ. എന്നാൽ പോലും ഏറ്റവും കൂടുതൽ വരുന്ന കേസുകൾ കസിൻസ് ആണ്. അതുകൊണ്ട് ഉമ്മയും ബാപ്പയും ശ്രദ്ധിച്ചേ പറ്റൂ. കാരണം ആൺകുട്ടികൾ അങ്ങനെ മോശമാവാൻ കാരണം ഫോണിലൂടെ വേണ്ടാത്തത് കാണുന്നത് തന്നെയാണ് കാരണം. അമിതമായി കണ്ട് വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന സ്വന്തം പെങ്ങളെ പോലും ഇടങ്ങാറയ്ക്ക് കേസുമായി ബന്ധപ്പെട്ട് എന്റെ അടുത്തേക്ക് കൊടുത്തിട്ടുണ്ട്. കേസിന് വേണ്ടിയിട്ട്, ഒരു കുട്ടിയെ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് വേണ്ടാത്തത് കണ്ട് അങ്ങേയറ്റം കയറിയിട്ട്. കാസർഗോഡത്തെ വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. 22 പ്രാവശ്യമാണ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ സ്വന്തം ഉമ്മയെ ലൈംഗികമായി പീഡിപ്പിച്ചത്. എന്തേ കാരണം? പ്രായം 8-ലെത്തിയിട്ടുള്ളൂ. കാണുന്നതും കൂട്ടുകെട്ടും കഞ്ചാവും ലഹരിയൊക്കെ തലയിൽ കയറുമ്പോ ഇതിന്റെ ഉമ്മയാണ്, ഇതിന്റെ പെങ്ങളാണ്, ഇതിന്റെ കാമുകിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഒരു സ്നേഹ വാത്സല്യം കൊടുക്കാൻ അവനക്ക് കഴിയൂല. ഓന്റെ ചിന്തയും ഓന്റെ കയ്യും കാലും മനസ്സൊക്കെ വേറെ തലത്തിലേക്കാ പോവാ, ഫിസിക്കൽ ലെവലിലേക്കാ പോവാ. ഫ്രണ്ട്ഷിപ്പിൽ തുടങ്ങിയത് നമ്മുടെ എല്ലാ പെൺകുട്ടികളും. പക്ഷെ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ്ഷിപ്പ് ആൻഡ് പൊസസീവ് ലവ്. നമ്മുടെ പെൺകുട്ടികളുടെ ചില ശരീരഭാഗങ്ങളിൽ ചില ടച്ച് വരും. ടച്ച് ചില ഭാഗങ്ങളിലൊക്കെ ടച്ച് ചെയ്ത് ആൺകുട്ടി അവളെ ലെസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തിക്കും. ലെസ്റ്റാണ് ഇന്നത്തെ കുട്ടികൾക്ക് നടക്കുന്നത്. പ്രണയമല്ല, ലവ് അല്ല, ലെസ്റ്റാണ്. LUST എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവുന്ന സംഗതി. കാര്യപരിപാടിയിലേക്ക് എത്തിയിട്ടില്ല, എന്നാൽ അതിനു മുമ്പ് ചില തലോടികളൊക്കെ നടന്നിട്ടുള്ള ആ ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയണം. ഈ തലത്തിലാണ് ഇന്നത്തെ കുട്ടികളൊക്കെ ഉള്ളത്. പ്രണയമൊക്കെ വെറുതെയാണ്, പ്രണയമൊന്നല്ല, ലെസ്റ്റിലാണ് മക്കളുള്ളത്. കുട്ടികൾ ഈ തലത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് വീട്ടിലെ വാപ്പ ശ്രദ്ധിക്കണം, വീട്ടിലെ പെൺകുട്ടിയെ. വീട്ടിലെ ഉമ്മ ശ്രദ്ധിക്കണം, വീട്ടിലെ ആങ്ങളയെ, വീട്ടിലെ ആൺകുട്ടിയെ. അവൻക്ക് മിസ്സിംഗ് ബ്രദർ പെൺകുട്ടിക്ക് ചെയ്തു കൊടുക്കുമ്പോ ആൺകുട്ടികൾക്ക് കൊടുക്കുന്നത് മിസ്സിംഗ് സിസ്റ്ററാണ്. ചെയ്താൽ തീരുമാനാകുന്ന പ്രശ്നമേ ഉള്ളൂ. ഏത് അഫയറും പെൺകുട്ടിക്ക് ബോധ്യാകും, ഇതായിരുന്നു എന്റെ പ്രശ്നമല്ലേ എന്ന്. ഇതായിരുന്നു എന്റെ പ്രശ്നമല്ലേ നമ്മൾക്കപ്പോ ബോധ്യവും. അതുകൊണ്ട് വാപ്പമാരെ, നിങ്ങൾ ആ ദാഹം തീർത്തു കൊടുക്കണം. ആ പരിഗണന നിങ്ങൾ വീട്ടിൽ കൊടുക്കണം. സ്നേഹത്തോടുകൂടെയുള്ള ഒരു കുടുംബാന്തരീക്ഷം വീട്ടിലുണ്ടാക്കണം. ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം, ഒന്നിച്ച് തുറന്ന സംസാരങ്ങൾ വേണം. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ ഒരുപാട് ഏത് കുട്ടിയുടെ ബാക്കിലും, നിങ്ങളിപ്പോ എത്ര വലിയ കുട്ടിയായിക്കോട്ടെ, നിങ്ങളെ കുട്ടി നിങ്ങളുടെ മകളുടെ ബാക്കിൽ കാണാൻ അത്യാവശ്യം ഉണ്ടോ? അല്ലെങ്കിലും ഏത് പെണ്ണും കാണാൻ ഉഷാറുണ്ടാവുമല്ലോ.
ഏത് കുട്ടിയുടെ ബാക്കിലും 5ഉം 6 പ്രപ്പോസൽ വന്നിട്ടുണ്ടാവും. 7 മിട്ടിലേക്കാണ് ഓല് യെസ് പറയാ. നിങ്ങളെ കുട്ടിയെ ഒരുപാട് ആൺകുട്ടികളെ അടങ്ങാറാക്കുന്നുണ്ടാകും. അവൾ ചിലപ്പോൾ നോ പറഞ്ഞിട്ടുണ്ടാവും, ശരിയാണ്. എന്നാൽ പോലും വീട്ടിൽ അത് തുറന്നു പറയാനും ക്ലാസ് അധ്യാപകനോട് ഡിസ്കസ് ചെയ്ത് അത്തരം വിഷയങ്ങൾ വാണിംഗ് ചെയ്യാനൊക്കെ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കണം. നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുരച്ചു ചാടുന്ന സ്വഭാവമാണെങ്കിൽ കുട്ടി പറയില്ല. അതുകൊണ്ട് വീട്ടിൽ തുറന്നു പറയാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം. ഓരോ മക്കളും അത് വാപ്പയോടും ഉമ്മയോടും തുറന്ന് പറയുകയും വേണം. പറഞ്ഞാൽ തന്നെ അവരെ കുറ്റപ്പെടുത്തല്ല വേണ്ടത്. ഇങ്ങനെ ഒരുങ്ങിപ്പോയിക്കോ, പിന്നെ ഇങ്ങനെ എന്റെ ബാക്കിൽ വരാതൊക്കെ എന്നല്ല പറയേണ്ടത്. അവളെ സ്നേഹിച്ച് സമാധാനിപ്പിച്ച് അവളുടെ മനസ്സിന്റെ ദാഹം നിങ്ങൾ കെടുത്തി കൊടുത്താൽ അവൾ എങ്ങനെ പോയാലും കുഴപ്പമില്ല. ഏത് കുട്ടി എത്ര വലിയ ലഡു പൊട്ടിച്ചാലും ഓളെ മനസ്സിലായി ലഡു പൊട്ടൂല. ഈ ദാഹം വീട്ടിൽ നിന്ന് തീർത്തെടുത്തുകണമെങ്കിൽ. കാരണം അവൾ ആഗ്രഹിക്കുന്നത് വാത്സല്യം മാത്രമാണ്, ഓൺലി ബ്രദർലി ഫ്രണ്ട്ഷിപ്പ്. അതുകൊണ്ട് അത് നമ്മൾ ഓരോ ആങ്ങളെയും ശ്രദ്ധിക്കണം, ഓരോ വാപ്പയും ശ്രദ്ധിക്കണം. ഇന്ന് വ്യാപകമായിട്ട് വരുന്ന സംഗതിയാണ്, വീട്ടിൽ സ്വന്തം ഉമ്മ സേഫല്ല, സ്വന്തം പെങ്ങള് സേഫല്ല, സ്വന്തം കുടുംബത്തിലെ സ്ത്രീകൾ സേഫല്ല. വലിയവരായ ആണുങ്ങളാണെങ്കിലും ചെറിയവരായ ആൺകുട്ടികളാണെങ്കിലും വളരെ വ്യാപകമായിട്ട്, ഇവൻ ചെറിയ കുട്ടികൾ പോലും, ചെറിയ കുട്ടികൾ KG തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും കാര്യമായിട്ട് അവർക്ക് അറിയില്ലെങ്കിൽ പോലും ഡ്രസ്സൊക്കെ ഊരിയിട്ട് ഇങ്ങനെ ഒന്നിച്ച് കിടക്കുന്ന കുറെ സംഭവങ്ങൾ കേസായിട്ട് പല രക്ഷിതാക്കളും പരാതി പറഞ്ഞിട്ടുണ്ട്. ഓൽക്ക് ഇതൊക്കെ എവിടുന്നാ കിട്ടിയത്? ഇതൊക്കെ അവർക്ക് എവിടുന്നാ കിട്ടിയത്? വാപ്പയും ഉമ്മയും നല്ലോണം ശ്രദ്ധിക്കണം. കുട്ടിയല്ലേ എന്ന് കരുതിയിട്ട് നല്ലോണം ശ്രദ്ധിക്കണം. വീട്ടിൽ ചെറിയ കുട്ടികൾ, വളരെ ചെറിയ കുട്ടികൾ, അവരെന്ത് ചെയ്യണില്ല, നെറ്റിലും പ്രോണസൈറ്റും പ്രോണോഗ്രഫിയും ഒരു കാണണമെന്നില്ല. പക്ഷെ വീട്ടിലെ വാപ്പയും ഉമ്മയും ശ്രദ്ധിക്കണം. ഒരു കുട്ടിയല്ലേ എന്ന് കരുതിയിട്ട് കാര്യമില്ല. കുട്ടിക്ക് ബോധമനസ്സില്ലെങ്കിലും ഉപബോധ മനസ്സുണ്ട്. സംഗതി അവനക്ക് തിരിയും. കുറെ യുവാക്കളൊക്കെ നല്ലോണം ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ശ്രദ്ധിക്കേണ്ടതൊക്കെ ശ്രദ്ധിക്കന്നെ വേണം. അതുകൊണ്ട് പാരന്റിങ് എന്ന് പറയുന്ന ഒരു കലയുടെ ഒരല്പമേ നമ്മൾ പറഞ്ഞെത്തിയിട്ടുള്ളൂ, എവിടെയും എത്തിയിട്ടില്ല. പ്രധാനപ്പെട്ട ചിലവുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കൗമാരത്തെ ഡീൽ ചെയ്യുന്നതിൽ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അതാണല്ലോ നമുക്കിന്ന് പ്രശ്നം. ശരാശരി 10 വയസ്സ് വരെ 11 വയസ്സ് വരെ നമ്മുടെ കുട്ടി ഓക്കെയാണ്, നമുക്ക് പിടിച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട്. 11 കഴിഞ്ഞ് 23 വരെ അവനക്ക് കൂട്ടുകെട്ടാണ് വലുത്. ആ കൂട്ടുകെട്ടിന്റെ സമയത്ത് കുട്ടി കൂട്ടുകെട്ടിലേക്ക് പോകുമ്പോഴാണല്ലോ നമ്മുടെ പ്രശ്നം, നമുക്ക് പിടിച്ച കിട്ടാത്തത്. ഈ സമയത്താണ് ഒരു ആൺകുട്ടിയെയും പെൺകുട്ടിയെയും അവന്റെ അറ്റൻഷൻ സീക്കിംഗ് മനസ്സിനെയും ഒരു പെൺകുട്ടിയുടെ എക്സ്പ്രഷൻ സ്റ്റേജിന്റെ മനസ്സിനെയും പരിഗണിച്ച് സ്നേഹം കൊടുത്ത് നമ്മളതിനെ ഒതുക്കണം. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന്റെ മക്കളോട് പറഞ്ഞൊരു വാക്കുണ്ട്. 16 വയസ്സുള്ള അബൂ ഉമാമയോട് പറഞ്ഞൊരു വാക്കുണ്ട്. യാ അബാ ഉമാമ ഇന്ന മിനന്നാസി മൻ ഇൻ അറാഹു ഫയലീനു ലഹു ഖൽബി വ അൻത മിൻഹും. അബൂ ഉമാമയോട് പറഞ്ഞൊരു വാക്ക് 16 വയസ്സുള്ള കൊച്ചുമോനോട് റസൂലുള്ളാഹിയുടെ അടുത്തൊരു അപ്രോച്ച്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ജനങ്ങളിൽ കുറച്ച് ആൾക്കാരുണ്ട്, ഓലെ കണ്ടാൽ യലീനു ലഹു ഖൽബി, എന്റെ മനസ്സിനക്ക് വലിയ സന്തോഷാട്ടോ, വ അൻത മിൻഹും, മോനെ നീ അതിൽ പെട്ടതാട്ടോ എന്ന്. അതായത് എന്നെ കണ്ടാൽ എനിക്ക് സന്തോഷാണെന്ന് പറഞ്ഞ് അവനെ പരിഗണിച്ച് അവനക്ക് സ്നേഹം കൊടുത്ത് അവന്റെ മനസ്സിലേക്ക് ഒരു പാലിട്ടിട്ട് റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു. നിസ്കാര ശേഷം അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വ ശുക്രിക എന്ന് പറഞ്ഞേ ദിക്ർ ചൊല്ലണട്ടോ എന്ന്. നിസ്കാര ശേഷം ഈ ദിക്ർ ചൊല്ലണമെന്ന് പറയണമെങ്കിൽ, അതും സ്വഹാബത്തിന്റെ കുട്ടിയോട് റസൂലുള്ളാഹി പറയണമെങ്കിൽ ഇങ്ങനെയൊക്കെ പരിഗണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. നമ്മൾ ഇങ്ങനെയാണ് കൗമാരപ്രായത്തിലുള്ള മക്കളോട് ഇടപെടേണ്ടത് എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി കാണിച്ചു തന്നതാണ്. അപ്പൊ അല്ലെ, മുആദ് തങ്ങളോട് റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്, യാ മുആദ് ഇന്നി ഉഹിബ്ബുക, മുആദേ ഐ ലവ് യു. 19 വയസ്സുള്ള മുആദ് തങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടുകാരോട് സലാം പറയണട്ടോ എന്ന്. വീട്ടുകാരോട് സലാം പറയണമെന്ന് പറഞ്ഞെങ്കിൽ ആദ്യം ഐ ലവ് യു എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അന്നെ പറ്റി അല്ലെങ്കിൽ പള്ളിയിൽ ഉസ്താദിന് കംപ്ലൈന്റാ, മദ്രസ ഉസ്താദിന് കംപ്ലൈന്റാ, സുബീക്ക് പള്ളിക്ക് എത്തിക്കൊള്ളേനു എന്ന് പറയല്ല വേണ്ടത്. ആദ്യം വാപ്പ പള്ളിക്ക് പോയിട്ട് കാണിച്ചു കൊടുക്കണം മാതൃക ഒന്ന്. പിന്നെ അങ്ങനെ കൽപ്പിക്കുന്നതിനേക്കാളും നല്ലത് അവരെ കൊണ്ട് തീരുമാനിപ്പിക്കണം. കുട്ടിയെ കൊണ്ട് തീരുമാനിപ്പിച്ചാൽ കുട്ടിക്കാണ് അതിന്റെ ഉത്തരവാദിത്വം, അവൻ പിന്നെ അത് കീപ്പ് ചെയ്യാൻ നോക്കും. മനസ്സിലാണ്ടോ മോനെ? വാപ്പച്ചിന്റെ ആഗ്രഹം മോനെ ഒന്നുകിൽ 5 മണിക്ക് എണീക്കുക, 5 മണിക്ക് എണീക്കാനാണ് വാപ്പച്ചിന്റെ ആഗ്രഹം. മോനിക്ക് എണീറ്റൂടെ? കുട്ടി ഓക്കെ പറയും, അവനായിട്ട് തീരുമാനം എടുത്തു. TV കാണാം ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ, ഓക്കെ അല്ലേ മോനെ? ഓക്കെ. ഫോൺ ഉപയോഗിച്ചോളൂ, വാട്സപ്പ് ഉപയോഗിച്ചോളൂ, ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ. പുറത്തേക്ക് നീ കളിക്കാൻ പോയിക്കോളൂ, ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ. കുട്ടിയെ കൊണ്ടുതന്നെ തീരുമാനം എടുപ്പിക്കുക, നമ്മളായിട്ട് അടിച്ചേൽപ്പിക്കരുത്. ചില കുട്ടി പറയും വാപ്പന്റെ ആഗ്രഹം, എനിക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല എന്ന് പറയും. അപ്പോഴോ സെറ്റിംഗ് ലിമിറ്റ് കൊടുക്കണം. സെറ്റിംഗ് ലിമിറ്റ് എന്ന് പറയുമ്പോ ഒന്നെങ്കിൽ മോൻ 5 മണിക്ക് എണീക്കണം, അല്ലെങ്കിൽ 5:30 എണീക്കണം. ഏതാ മോൻ തീരുമാനിച്ചോ?
അപ്പൊ അവൻ തീരുമാനിക്കും 5:30. 5:30 അവൻ തീരുമാനിച്ചാൽ ആ തീരുമാനത്തിന് ഉത്തരവാദിത്വം അവനെടുക്കും. അപ്പൊ അത് കുറച്ചുകൂടെ മുന്നോട്ട് പോകും. മക്കളോട് ചോദിച്ചു നോക്കൂ, ഏത് രൂപത്തിലുള്ള ഇടപെടലാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന്. അവർ പറയും സ്നേഹത്തോടു കൂടെയുള്ള ഇടപെടലാണെന്ന്. അങ്ങനെയേ ചെയ്യാവൂ, കണ്ണുരുട്ടരുത്. നമുക്ക് ഒന്ന് പറഞ്ഞ പിന്നെ രണ്ടാമത്തിന് കൈ കയറ്റലാണ്. അതന്നെയാണ് നമ്മുടെയൊക്കെ പ്രശ്നം. സ്നേഹമല്ലാതെ ഒന്നിനും പരിഹാരമില്ല. സ്നേഹം കൊടുത്ത് കുറച്ചൊക്കെ ക്ഷമിച്ച് നമ്മൾ തല്ലേ വിത്ത്. അപ്പൊ കുറച്ചിങ്ങനൊക്കെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ട് ക്ഷമിക്കളൊരു മനസ്സ് ഉമ്മാക്കും ബാപ്പാക്കും വേണം. നേരെ പോയിട്ട് ദേഷ്യപ്പെടലും അടിക്കലും കുത്തലൊന്നും പരിഹാരമില്ല. സ്നേഹം കൊടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവനക്ക് വേണ്ടി നന്നായി ദുആ ചെയ്ത് അങ്ങനെയാണ് മക്കളെ വളർത്തി കൊണ്ടുവരേണ്ടത്. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബോധം കൊടുക്കട്ടെ. അള്ളാഹു നമുക്കൊക്കെ നല്ല ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് 10:30 വൈകിപ്പോയെങ്കിൽ ക്ഷമിക്കണമെന്ന് ഉപദേശിച്ചുകൊണ്ട് ഒരല്പം ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് നിർത്താം. അള്ളാഹു നമ്മളെ ഈ സദസ്സിനെ ഖബൂൽ ചെയ്യട്ടെ. ഇന്ന് പറഞ്ഞതിൽ വെച്ച് ഈ പറഞ്ഞ സംഗതികളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്തയായി, ഒരു സ്പാർക്കായി വന്നിട്ടുണ്ടെങ്കിൽ, ആ സ്പാർക്കിനെ, തീപ്പൊരിയെ നിങ്ങൾ കെടാതെ മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ, നിങ്ങൾ രാത്രി ഇങ്ങനെ കട്ടുമ്മ കിടന്നിട്ട് മനസ്സുകൊണ്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കിയാണ്, ഇന്നിപ്പോ പറഞ്ഞതും ഇന്ന് കേട്ടതൊക്കെ ശരിയല്ലേ, ഇങ്ങനെ കായ ശരിയാവോ, മാറണ്ടേ, ഞാൻ മാറണ്ടേ, മൊത്തത്തിൽ മാറണ്ടേ എന്നൊക്കെ തീരുമാനിച്ച് നമ്മളായിട്ട് നന്നാവാനുള്ളൊരു മനസ്സ് കൊണ്ടുവന്ന് നമ്മളായിട്ട് അതിനു വേണ്ടതൊക്കെ ചെയ്താൽ മക്കൾ നന്നാകും, നമ്മളും നന്നാകും, ഈ മഹല്ല് നന്നാകും, മദ്രസ നന്നാകും, സമുദായം നന്നാകും, നമ്മുടെ രാജ്യം നന്നാകും, എല്ലാം നന്നാകും, എല്ലാത്തിനും പരിഹാരമാകും. നമ്മളായിട്ട് ഒന്നിനും തയ്യാറല്ലെങ്കിൽ പിന്നെ ഈ ഒരു പോക്ക് ഇങ്ങനെ പോകും. അവസാനം നടക്കേണ്ടതൊക്കെ നടക്കും. വിധി പോലെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കൊക്കെ ആൾക്കാർ ധാരാളം ഉണ്ടാകും. അള്ളാഹു നമ്മളായിട്ട് അതിനൊരു സബബാക്കാതിരിക്കട്ടെ. അള്ളാഹു നമ്മുടെയും നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ. അള്ളാഹു